എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജിഷ്ണു എന്നാണ്. ജിഷ്ണു കൃഷ്ണ. ഐലൻഡിലെ ഫാക്കൽറ്റിയാണ്, സോഷ്യോളജി ഫാക്കൽറ്റിയാണ്. സോ ഹായ് ദീപക്, സുധീർ. സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്, ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് ഞാൻ ആദ്യം ഒരു ഐഡിയ തരാം, എന്നിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ. സോ ഈ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ഫൗണ്ടേഷണൽ സോഷ്യോളജിയെ പറ്റി ഒരു കുറച്ച് തിങ്കേഴ്സിനെ കുറിച്ച് നല്ലൊരു ഐഡിയ തരിക എന്നുള്ളതും, അപ്പാർട്ട് ഫ്രം ദാറ്റ് അതിന് പുറമെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പേഴ്സ്പെക്റ്റീവ്സിനെ കുറിച്ചിട്ട് നല്ലൊരു ഐഡിയ തരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ എനിക്കറിയാം ഈ ക്ലാസ്സിൽ 3 തരത്തിലുള്ള കാറ്റഗറി ആളുകൾ ഉണ്ടായിരിക്കും. ഒന്ന് സോഷ്യോളജി, ഗുഡ് ഈവനിങ് ജോബിൻ. ഒന്ന് ഒട്ടും സോഷ്യോളജി അറിയാത്ത ആളുകൾ ഉണ്ടായിരിക്കും. 2 സോഷ്യോളജി പഠിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഡിഗ്രി ലെവലിലായിരിക്കാം, PG ലെവലിലായിരിക്കാം, അല്ലെങ്കിൽ UPCക്ക് പഠിക്കുന്ന ആളുകളായിരിക്കാം. ഇനി അത് കഴിഞ്ഞ് വെറ്ററൻസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ. അത്യാവശ്യം നല്ല പോലെ സോഷ്യോളജിയെ കുറിച്ച് ഡെപ്ത് ആയിട്ട് അറിയുന്ന ആളുകളും ഈ ക്ലാസ്സിൽ ഉണ്ടായിരിക്കാം. ഓക്കെ. സോ ഈ ക്ലാസ് നിങ്ങൾ 3 വിഭാഗപ്പെട്ട ആളുകൾക്കും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കും എന്നാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം തരുന്ന ഒരു ഉറപ്പ്. സോ നിങ്ങൾ മൂന്ന് വിഭാഗക്കാർക്കും ഇത് ഏറ്റവും നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് ആയി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. റൈറ്റ്. അപ്പൊ നമുക്ക് ഇതൊരു ഫസ്റ്റ് സെഷൻ ആണ്. രണ്ടാമത്തെ സെഷൻ ഉണ്ടായിരിക്കും. ഈ ക്ലാസ്സിന്റെ രണ്ടാമത്തെ സെഷൻ ഉണ്ടായിരിക്കും. ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫൗണ്ടേഷണൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. നെക്സ്റ്റ് സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പേഴ്സ്പെക്റ്റീവ്സ്, ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ്സ് സോഷ്യോളജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഒരു ഐഡിയ കിട്ടിയല്ലോ, ഈ ക്ലാസ് എങ്ങനെയാണ് നടക്കുന്നതിനെ കുറിച്ച് ഒരു ഐഡിയ ആയല്ലോ, എന്തെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന്. ഇനി കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫൗണ്ടേഷണൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫൗണ്ടേഷണൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി 2 തരത്തിൽ നമുക്ക് സോഷ്യോളജിക്കൽ തിങ്കേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ഒന്ന് നമ്മൾ വിളിക്കുന്നത് ഫൗണ്ടേഷണൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്നും, മറ്റൊന്ന് വിളിക്കുന്നത് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്നും വിളിക്കാറുണ്ട്. റൈറ്റ്. ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സും ഫൗണ്ടേഷണൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സും. സോ എന്താണ് ഈ 2 വിഭാഗമായിട്ടുള്ള ഡിഫറൻസ് എന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. ഓക്കെ. ഫൗണ്ടേഷണൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ സോഷ്യോളജിയുടെ എമർജൻസിന് കാരണമായിട്ടുള്ള തിങ്കേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫൗണ്ടേഷണൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സോഷ്യോളജി ഏത് കാലത്തും നമുക്ക് അവരുടെ തിങ്കേഴ്സിനെ റെഫർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന തിങ്കേഴ്സിനെയാണ് നമ്മൾ എന്ത് ക്ലാസിക്കൽ തിങ്കേഴ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ക്ലാസിക്കൽ ഫിലിംസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ക്ലാസിക്കൽ തിങ്കേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫൗണ്ടേഷണൽ തിങ്കേഴ്സ് ആണ്. സോ ഫൗണ്ടേഷണൽ തിങ്കേഴ്സിൽ 5 പേരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 5 പേര് ശ്രദ്ധിച്ച് കേൾക്കണേ. 1 അഗസ്റ്റ് കോംപ്റ്റ്, 2 സ്പെൻസർ. ഇത് രണ്ടും മിക്കവാറും ആൾക്കാർ സോഷ്യോളജി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്ക് നല്ലപോലെ അറിയുന്ന 2 തിങ്കേഴ്സ് ആയിരിക്കാം. പക്ഷേ ഇനി പറയാൻ പോകുന്ന പേര് ജോർജ് സിമ്മൽ ആണ്. സിമ്മലിനെ കുറിച്ച് നിങ്ങൾക്ക് പല ആൾക്കും വലിയ ഐഡിയ ഉണ്ടായിരിക്കില്ല. അത് കഴിഞ്ഞ് നമ്മൾ വരുന്നത് വെബ്ലി എന്ന് പറഞ്ഞിട്ടുള്ള തിങ്കറിനെ കുറിച്ച് പറയും നമ്മൾ. ദെൻ വിൽഫ്രെഡോ പാരറ്റോ. ഇത്രയും 5 പേരെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഫൗണ്ടേഷണൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. റൈറ്റ്. അപ്പൊ ഈ തിങ്കേഴ്സിന്റെ തിയറികൾ, പ്രധാനപ്പെട്ട തിയറികൾ ഏതൊക്കെയാണ്, ആ തിയറികൾ എന്തെല്ലാം ആണ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, അത് നിങ്ങൾക്ക് എങ്ങനെ UPC എക്സാമിനും ഇൻക്ലൂഡിംഗ് നെറ്റിന് പഠിക്കുന്ന ആൾക്കാർ ഈ ക്ലാസ്സിൽ ഉണ്ടായേക്കാം. ഓപ്പൺ സെഷൻ ആയതുകൊണ്ട് തന്നെ നെറ്റിന് പഠിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്കും ഇത് ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ. ഈ തിങ്കേഴ്സും ഈ തിയറി എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ. അപ്പം പറഞ്ഞു വരുമ്പം അതിനപ്പുറത്തായിട്ട് നമ്മുടെ ക്ലാസ്സിന്റെ അവസാന ഭാഗമായിട്ട് ഓരോ തിയറിയും ഏത് ഭാഗത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളൊരു അനാലിസിസ് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഓക്കെ. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിന് പുറമെ വരുന്നൊരു ക്ലാസ് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. വരുന്നൊരു ക്ലാസ്സിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് വെച്ചാൽ ഒരു ക്ലാസ്സും കൂടി ആയിട്ട് മുന്നോട്ടേക്ക് വരും. അത് ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ്സിനെ കുറിച്ച് പറയുന്ന ക്ലാസ്സുകളായിരിക്കും. സോഷ്യോളജിയിലെ ഡിഫറെന്റ് പേഴ്സ്പെക്റ്റീവ്സിനെ കുറിച്ച് പറയുന്ന ക്ലാസ്സുകളായിരിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയോ? നമുക്ക് തുടങ്ങല്ലേ നമുക്ക്? ഓക്കെ. യെസ്. ഓക്കെ. നീന, താങ്ക് യു. ഓക്കെ. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോഷ്യോളജി എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. സോഷ്യോളജി എങ്ങനെയാണ് എമർജ് ചെയ്തെന്നുള്ളത് ചെറിയൊരു ക്ലാസ്, വലിയ ക്ലാസ് പ്രതീക്ഷിക്കരുത്, ചെറിയൊരു ക്ലാസ്. ഓക്കെ. ചെറിയൊരു സോഷ്യോളജി, കാരണം നമുക്ക് തിങ്കർ ആണ് പഠിക്കാനുള്ളത്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് അഗസ്റ്റ് കോംപ്റ്റെ, ദെൻ സ്പെൻസർ, ദെൻ സിമ്മൽ, ദെൻ വെബ്ലിൻ, ദെൻ ഫൈനലി നമ്മൾ പാരറ്റോ. ഇത്രയും ആളുകളെയാണ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ആൻഡ് ഇൻ ദ ബിഗിനിങ് ഓഫ് ഈ ക്ലാസിന്റെ ബിഗിനിങ്ങിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്താണ് സോഷ്യോളജി എന്നുള്ളതാണ്. റൈറ്റ്. എന്താണ് സോഷ്യോളജി? 2 നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ, സോഷ്യോളജിക്ക് എത്ര തരം പേഴ്സ്പെക്റ്റീവ്സ് ഉണ്ട്,
അതുപോലെ തന്നെ നിങ്ങൾ അറിയേണ്ടത് സോഷ്യോളജി എത്ര തരം പാർട്ടായിട്ടും സോഷ്യോളജിക്കൽ നോളജിനെ ഡിവൈഡ് ചെയ്യാം എന്നുള്ളത് അറിഞ്ഞിട്ട് നമുക്ക് തിങ്കശ്രീക്ക് കടക്കാം. സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോളജി ഇസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് സ്റ്റഡി ഓഫ് സോഷ്യൽ സ്ട്രക്ചർ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. ആരുടെ ഒരു ഫോൺ ക്ലർക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യോ? താങ്ക് യു. സോറി. ഓക്കെ, റൈറ്റ്. സോ നമ്മൾ പറഞ്ഞു വരുന്നത് സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആൻഡ് സയന്റിഫിക് സ്റ്റഡി ഓഫ് സോഷ്യൽ സ്ട്രക്ചർ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, സമൂഹത്തിന്റെ ഘടനയെ കുറിച്ച് വ്യക്തമായിട്ട് സയന്റിഫിക് ആയിട്ട് ശാസ്ത്രപരമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് സോഷ്യോളജിയുടെ ഒരു പ്രഥമമായിട്ടുള്ള ധർമ്മം. ഇനി സോഷ്യോളജിയുടെ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് സോഷ്യോളജി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ആദ്യം നമുക്ക് അറിയേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി വളരെ വ്യക്തമായിട്ട് സോഷ്യോളജി എങ്ങനെയാണ്, സോഷ്യോളജി എന്താണെന്നുള്ളതിനെ കുറിച്ച് ഐഡിയ വരുള്ളൂ. സോഷ്യോളജി അറിയണമെങ്കിൽ നമ്മൾ ഒരു കഥ കേൾക്കണം. കഥ എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് മുന്നോട്ടേക്ക് പോകണം. സോഷ്യോളജി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് യൂറോപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. യൂറോപ്പിൽ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏറ്റവും കുറച്ച് ഒരുപാട് ബാക്കിലേക്ക് പോകണം. ഒരു 1, 2, 3 നൂറ്റാണ്ടുകളിലൊക്കെ യൂറോപ്യൻ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നത് വളരെ റോമൻ എംപേഴ്സ് ഭരിക്കുന്ന കാലത്ത് സൊസൈറ്റി എല്ലാം വളരെ ഗോൾഡൻ ഏജിലൂടെ പോയി. യൂറോപ്യൻ സൊസൈറ്റി ഒരു ഗോൾഡൻ ഏജിലൂടെ പോയിരിക്കുന്ന കാലഘട്ടമായിരുന്നു. പിന്നീട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ 5th സെഞ്ചുറി മുതൽ 5ാമത്തെ സെഞ്ചുറി മുതൽ 14ാമത്തെ സെഞ്ചുറി വരെ യൂറോപ്പ് പോയിരുന്നത് ഒരു ഡാർക്ക് ഏജിലൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഡാർക്ക് ഏജ് വിച്ച് മീൻസ് ദാറ്റ് ഒരു തരത്തിലുള്ള പുതിയ കണ്ടെത്തലുകളോ മാറ്റങ്ങളോ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ആ സൊസൈറ്റി ബേസിക്കലി ഉണ്ടായിരുന്നത്, ആ സൊസൈറ്റിയിലെ ആളുകൾ മൊത്തം ഡിസ്കസ് ചെയ്തിരുന്നത് ഗോഡ് ഓറിയന്റഡ് ഡിസ്കഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ചർച്ച് ഓറിയന്റഡ് ഡിസ്കഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനുഷ്യനെ കുറിച്ചോ മനുഷ്യന്റെ അവസ്ഥകളെ കുറിച്ചിട്ടോ ശാസ്ത്രത്തിനെ പറ്റിയൊന്നും ഒരു ധാരണയും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡാർക്ക് ഏജ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇഗ്നോറൻസ് ആയിരുന്നു ആ സമയത്തിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. എന്നിട്ട് ഈ 14ാം സെഞ്ചുറി വരെ പോയിരുന്ന കാലഘട്ടങ്ങളിൽ മനുഷ്യനെ കുറിച്ച് ഒന്നും സംസാരിക്കാതിരുന്ന സമയത്ത് 14ാം സെഞ്ചുറിയിൽ ഒരു പുതിയൊരു പ്രസ്ഥാനം ഉണരുകയാണ്. അത് യൂറോപ്പില് ഇറ്റലിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് റിനൈസ എന്ന് വിളിക്കും, അല്ലെങ്കിൽ റിനൈൻസൻസ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യും. ഓക്കെ, റൈറ്റ്. രണ്ടിൽ ഏതാണ് കറക്റ്റ് എന്ന് വെച്ചാൽ റിനൈൻസ എന്നാണ് തോന്നുന്നു. അങ്ങനെയാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് തോന്നുന്നു. റിനൈൻസ ഓർ റിനൈൻസേഷൻ നമ്മൾ മലയാളത്തിൽ പറയുന്ന, മലയാളത്തിലല്ല, നമ്മൾ പറയുന്ന റിനൈൻസൻസ്. ഓക്കെ, റൈറ്റ്. ഈ റിനൈൻസൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 14ാമത്തെ സെഞ്ചുറിയിലാണ്. എന്തായിരുന്നു റിനൈൻസൻസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം? റിനൈൻസൻസിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ ലോജിക്കലായിട്ട്, റീസണിംഗ് ആയിട്ട് സൊസൈറ്റിയെ കുറിച്ച് ഒരു അവബോധനം ആളുകൾക്കിടയിൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു റിനൈൻസൻസിന്റെ പ്രധാനപ്പെട്ട ആശയം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയ ആൻഡ് മെറ്റീരിയൽ, എ ന്യൂ ഇറ ഓഫ് ഐഡിയാസ് ആൻഡ് മെറ്റീരിയൽ ഡെവലപ്മെന്റ് എന്നാണ് പറയുന്നത്. ഒരു പുതിയ ഉദയമാണ് ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ റിനൈൻസൻസിന്റെ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റീബർത്ത് എന്നും റീ അവേക്കനിങ് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പുതിയൊരു ഒരു ഉയർത്തെഴുന്നേൽപ്പ്. പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് 2 കാര്യങ്ങളായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ വന്നത്. ഹ്യൂമനിസം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആണ് ഈ ഒരു ഇറയിൽ എമർജ് ചെയ്ത് വരുന്നത്. അപ്പൊ എന്താണ് ഹ്യൂമനിസം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഡാർക്ക് ഏജിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഡാർക്ക് ഏജിൽ എന്തുണ്ടായിരുന്നില്ല, എല്ലാം ദൈവത്തിനെ സംബന്ധിച്ചിട്ടും പള്ളിയെ സംബന്ധിച്ചും ഒക്കെ ആയിരുന്നു ആളുകൾ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. പുതിയ തരത്തിലുള്ള സയന്റിഫിക് ഇൻവെഷൻ കാര്യങ്ങളൊന്നും എന്തിനധികം പറയുന്നു, മനുഷ്യന്റെ പട്ടിണി മുതലുള്ള കാര്യങ്ങളെ, ബേസിക് ആയിട്ടുള്ള വിശപ്പിനെ പോലുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും ആളുകൾ സംസാരിക്കാത്തൊരു ഇറയായിരുന്നു 5ാം നൂറ്റാണ്ട് മുതൽ 14ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന കാലഘട്ടം. എന്നാൽ ഈ കാലഘട്ടത്തിൽ റിനൈൻസൻസ് വരുന്നതോടുകൂടി മാറ്റം ഉണ്ടാവുകയാണ്. എന്താണ് ആ മാറ്റം? ആ മാറ്റം എന്ന് പറയുകയാണെങ്കിൽ മനുഷ്യനെ കുറിച്ച് മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നുള്ളതാണ് ആ മാറ്റം. റൈറ്റ്. ഇതാണ് ഹ്യൂമനിസം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുന്നത്. ഈ ഹ്യൂമനിസം എന്ന കൺസെപ്റ്റ് മാത്രമല്ലായിരുന്നില്ല, അതിന് പുറമേ ആയിട്ട് ഈ പീരീഡിലാണ് റാഷണലിസം എന്ന് പറഞ്ഞ തോട്ടും കൂടി എമർജ് ചെയ്യുന്നത്. റാഷണൽ ആയിട്ട് ബുദ്ധി ഉപയോഗിച്ച ആളുകൾ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു സമൂഹത്തിനെ കുറിച്ചിട്ട്. ഇതൊരു 17ാം സെഞ്ചുറി വരെ ഉണ്ടായിരുന്ന ഒരു പ്രോസസ് ആയിരുന്നു. 14 മുതൽ 17ാം സെഞ്ചുറി വരെ ഉണ്ടായിരുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ പറഞ്ഞ റിനൈൻസൻസ് എന്ന പീരീഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്നാൽ അതിനുശേഷം 17ാം സെഞ്ചുറി മുതൽ 18ാം സെഞ്ചുറി വരെ പിന്നീട് വേറൊരു ഇസം കൂടി വന്നു. ആ ഇസം ഏതാണ്? അതാണ് എൻലൈറ്റ്മെന്റ് എന്നുള്ള ഒരു ഇസം. ഓക്കെ, എൻലൈറ്റ്മെന്റ്. ഓക്കെ, ഈ എൻലൈറ്റ്മെന്റ് നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞ നമ്മൾ പറയുന്ന കാലഘട്ടം. 17ാം സെഞ്ചുറിയിൽ വന്ന ഈ നവോത്ഥാനത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ, റീസണിനും ഹ്യൂമനിസത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തോടത്തുനിന്ന് എൻലൈറ്റ്മെന്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇതൊരു ഇന്റലക്ച്വൽ മൂവ്മെന്റ് ആയിരുന്നു. ഇന്റലക്ച്വൽ മൂവ്മെന്റിൽ പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ച ആശയങ്ങൾ നേരത്തെ പറഞ്ഞ റീസണിങ്ങും ഉണ്ടായിരുന്നു. അതിന്റെ പുറമെ ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞ കൺസെപ്റ്റും കൂടി ഇവിടേക്ക് മുന്നോട്ടേക്ക് വന്നു.
ഇൻഡിവിജ്വലിസം, അതായത് വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ആളുകൾ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. സൊസൈറ്റിയെ കുറിച്ച് മാത്രം, ഗോഡിനെ കുറിച്ച് മാത്രം സംസാരിച്ചോടത്ത് മാറിയിട്ട് വ്യക്തികളെ കുറിച്ച് സംസാരിക്കാനും തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു ഈ എൻലൈറ്റ്മെന്റ് എന്നുള്ള പീരീഡ്. എൻലൈറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഇൻഡിവിജ്വലിനെ കുറിച്ച് കൂടുതലായുള്ള പഠനങ്ങളും കാര്യങ്ങളും വരാൻ വേണ്ടി തുടങ്ങി. അതിന്റെ കൂടെ തന്നെ കൗണ്ടർ എൻലൈറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു മൂവ്മെന്റ് കൂടി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എന്താണ് ഈ കൗണ്ടർ എൻലൈറ്റ്മെന്റ് കൺഫ്യൂഷൻ ആവണ്ട. കൗണ്ടർ എൻലൈറ്റ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇൻഡിവിജ്വലിനെ എല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, സമൂഹത്തിനെ മൊത്തമായി ഫോക്കസ് ചെയ്യണമെന്ന് ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് വെച്ച അജണ്ടയായിരുന്നു കൗണ്ടർ എൻലൈറ്റ്മെന്റ്. ഇനി പറയാൻ വേണ്ടി വരുന്നത്, ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇയാൾ എന്തിനാ ഇങ്ങനെ കുറെ ബാക്കോട്ടേക്ക് കുറെ പോകുന്നതെന്നല്ലേ, റൈറ്റ്? റിനൈസൻസും എൻലൈറ്റ്മെന്റും കൂടിയാണ് യൂറോപ്പില് മോഡേണിറ്റി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റിനെ ഡെവലപ്പ് ചെയ്യുന്നത്. റിനൈസൻസും എൻലൈറ്റ്മെന്റുമാണ് മോഡേണിറ്റി യൂറോപ്പിൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, മോഡേണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുതിയ ഉദയം, അല്ലെങ്കിൽ ഒരു പുതിയ മോഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മോഡോ എന്നുള്ള ലാറ്റിൻ വേർഡാണ്. അതിന്റെ ഉദ്ദേശം കറന്റ് ഓർ ജസ്റ്റ് നൗ എന്നുള്ളതാണ് ഉദ്ദേശം. പഴമയിൽ നിന്ന് പുതുമയിലേക്കുള്ള ഒരു മാറ്റത്തിനെയാണ് മോഡേണിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, 4 കാര്യങ്ങളിൽ ആളുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടായി. ഹൈറാർക്കിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ജീവിതങ്ങൾ ആളുകൾ ഒഴിവാക്കി തുടങ്ങി. കളക്ടിവിസം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒഴിവാക്കി തുടങ്ങി. അതർ വേർഡ്ലി ഓറിയന്റേഷൻ ഒഴിവാക്കി തുടങ്ങി. കണ്ടിന്യൂറ്റി എന്ന സാധനം ഒഴിവാക്കി തുടങ്ങി. റൈറ്റ്? ഇതെന്താണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, വളരെ സിമ്പിൾ ഒരു വാക്കിനെ ഉദ്ദേശിക്കാം, പറയാം. എ ബ്രേക്ക് ഫ്രം ട്രഡീഷൻ, പഴമയിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് പുതുമയിലേക്ക് മാറുന്നു. ഇതിനെയാണ് മോഡേണിറ്റി എന്ന് പറയുന്നത്. ഈ മോഡേണിറ്റി ആദ്യ കാലഘട്ടങ്ങളിൽ യൂറോപ്പില് ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്നാൽ മോഡേണിറ്റിയുടെ എൻഡില്, മോഡേണിറ്റി അല്ലെങ്കിൽ മോഡേണിറ്റി എൻഡ് എന്ന് പറയാൻ പറ്റില്ല, സെക്കൻഡ് ഹാഫ് ഓഫ് മോഡേണിറ്റിയില് മോഡേണിറ്റി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. ആ പ്രശ്നങ്ങൾ എന്തെല്ലായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ, അർബനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നീട് കാണുന്ന, ഇന്ന് സമൂഹത്തിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും അന്ന് ഉടലെടുത്തതാണ്. റൈറ്റ്? ഈ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ അന്ന് ഉണ്ടായിരുന്ന ഏക ബ്രാഞ്ച് എന്ന് പറയുകയാണെങ്കിൽ ഫിലോസഫി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഫിലോസഫിയുടെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ ഫിലോസഫിക്ക് വ്യക്തമായിട്ടുള്ള ആൻസർ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം ഫിലോസഫി ഇൻഡ്യൂഷൻ ആണ്. ഞാൻ എന്റെ തലയിൽ തോന്നുന്ന ഒരു ഐഡിയയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഐഡിയ ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്, എന്റെ ലോജിക്കൽ കപ്പാസിറ്റി ബേസ് ഞാൻ പറയുന്നതാണ് ഫിലോസഫി. റൈറ്റ്? പക്ഷെ ഈ ഒരു നോളജ് അന്നത്തെ ആളുകൾക്ക് മതിയായിരുന്നില്ല. വ്യക്തമായി സമൂഹം എന്തുകൊണ്ട് മാറുന്നു, സമൂഹത്തിൽ എന്തുകൊണ്ട് ഇത്രയും റാപ്പിഡ് ആയുള്ള ചേഞ്ചുകൾ ഉണ്ടാവുന്നു എന്ന് അറിയേണ്ട ആവശ്യം വരികയും അതിന്റെ ഭാഗമായിട്ട് അവർക്ക് മനസ്സിലായി, ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് മനസ്സിലായി, ഒരു പുതിയൊരു ബ്രാഞ്ചിന്റെ ആവശ്യമുണ്ട്, ഒരു പുതിയൊരു നോളജിന്റെ ആവശ്യമുണ്ട്. പറഞ്ഞു സ്പീഡ് റെഡ്യൂസ് ചെയ്യണോ? ഓക്കെ, ഞാൻ റെഡ്യൂസ് ചെയ്തു. ഓക്കെ, റൈറ്റ്. ഞാൻ ഈ ഒരു ഏരിയ ഞാൻ വളരെ സ്പീഡ് പറഞ്ഞു പോകുന്നത് തന്നെയാണ്. ഹലോ, ആരോ ഒന്ന് മ്യൂട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ സംഭവിച്ചതെന്ന് വെച്ചാണെങ്കിൽ, ഈ ഒരു സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഒരു പുതിയൊരു ബ്രാഞ്ച് അല്ലെങ്കിൽ പുതിയൊരു നോളജ് ഉടലെടുക്കുന്നത്. ആ ബ്രാഞ്ചിന്റെ പേരാണ് സോഷ്യോളജി എന്ന ബ്രാഞ്ച്. ക്ലിയർ ആണോ? സോഷ്യോളജി എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? ഈസ് ഇറ്റ് ക്ലിയർ ഫോർ എവരിവൺ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, റൈറ്റ്. താങ്ക് യു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഓക്കെ, റൈറ്റ്. അഫ്നാൻ, റൈറ്റ്. അപ്പൊ ഈ ഒരു ഏരിയ ഞാൻ വളരെ സ്പീഡ് പറഞ്ഞു പോയത്, നമുക്ക് കുറെ കൂടിയും കൂടുതലായിട്ടുള്ള പോയിന്റുകൾ തിയററ്റിക്കൽ ആസ്പെക്ട്സിൽ പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് സ്പീഡാക്കി പോകുന്നത്. റൈറ്റ്? ഇങ്ങനെയാണ് സോഷ്യോളജി എമർജ് ചെയ്യുന്നത്. സോഷ്യോളജി എമർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രധാനമായിട്ടും സോഷ്യോളജി അനുഭവിച്ചിരുന്ന 2 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സോഷ്യോളജി എങ്ങനെ പഠിക്കും എന്നുള്ളത്. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു സോഷ്യോളജി നാച്ചുറൽ സയൻസ് പഠിക്കുന്ന പോലെ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു നാച്ചുറൽ സയൻസ് പോലെയല്ല സോഷ്യോളജി പഠിക്കേണ്ടത്, അത് ഡിഫറെന്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ട സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞു സോഷ്യോളജി. ഈ ഒരു ഡിലേമ ഇനീഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരുന്നു. ഈ ഡിലേമയെ വെച്ചിട്ട് ഒരു വിഭാഗം ആളുകൾ നാച്ചുറൽ സയൻസ് പോലെ സോഷ്യോളജി പഠിക്കുകയും ഒരു വിഭാഗം ആളുകൾ നാച്ചുറൽ സയൻസിന്റെ അല്ലാത്ത രൂപത്തിൽ സോഷ്യോളജി പഠിക്കുകയും ചെയ്തു. ഈ മെത്തേഡിനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു 2 തരത്തിലുള്ള ബ്രാഞ്ചിനെയാണ് പോസിറ്റിവിസം എന്നും നോൺ പോസിറ്റിവിസം എന്നും പറയുന്നത്. നാച്ചുറൽ സയൻസിന്റെ പോലെ പഠിച്ച ആളുകൾ വിളിച്ചിരുന്ന പേരാണ് പോസിറ്റിവിസം എന്ന്. എന്നാൽ നാച്ചുറൽ സയൻസും അല്ലാതെ പോസിറ്റിവിസ്റ്റിന് എതിരെ ഒരു കൗണ്ടർ ആയിട്ട് വന്നിട്ടുള്ള ആന്റി പോസിറ്റിവിസ്റ്റിനെയാണ്
ആളുകള് നാച്ചുറൽ സയൻസ് പോലെയല്ല വ്യത്യസ്തമായ രീതിയിലാണ് സോഷ്യോളജിയെ പഠിച്ചുകൊണ്ടിരുന്നത്. ഇത് രണ്ടും ക്ലിയർ ആണോ? എന്താ പോസിറ്റിവിസം, എന്താണ് ആന്റി പോസിറ്റിവിസം എന്ന് ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു. ഓക്കെ, റൈറ്റ്. സോ ഇത് മാത്രമല്ല, ഇനി വേറൊരു ബ്രാഞ്ച്, ഒരു പേഴ്സ്പെക്റ്റീവ്സിന്റെ ഒരു ഡിലേമയും കൂടി വന്നിരുന്നു. ആ പേഴ്സ്പെക്റ്റീവ് ഡിലേമ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഷ്യോളജി പഠിക്കുമ്പോൾ അതിൽ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതായിരുന്നു അടുത്ത കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ എന്താണ് പഠിക്കേണ്ടത്. എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു. സയൻസിന്റെ മോഡലോ അല്ലെങ്കിൽ നാച്ചുറൽ സയൻസോ നാച്ചുറൽ സയൻസിന്റെ എല്ലാത്ത രൂപത്തിലോ പഠിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ നേരെ മറിച്ച് എന്താണ് പഠിക്കേണ്ടതെന്നുള്ളതിന് പഠിക്കേണ്ടുന്ന ഒരു കൺഫ്യൂഷൻ വന്നു. എന്താണ് പഠിക്കേണ്ടത്? ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു സോഷ്യോളജി പഠിക്കേണ്ടത് സമൂഹത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ്, ഘടനയെ കുറിച്ചാണ്, അതിന്റെ ഫംഗ്ഷനെയും കുറിച്ചാണ്, അല്ലെങ്കിൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് പഠിക്കേണ്ടെന്ന് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു. റൈറ്റ്. സമൂഹത്തിന്റെ ഘടനയും അതിന്റെ ഫംഗ്ഷനെയും കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത് പറഞ്ഞു. അത് ഇവരെ വിളിച്ചിരുന്ന പേരാണ് സ്ട്രക്ചറലിസ്റ്റ് എന്നും ഫംഗ്ഷണലിസ്റ്റ് എന്നും, ഓർ സ്ട്രക്ചറൽ ഫംഗ്ഷണലിസ്റ്റ് എന്നാണ് വിളിച്ചിരുന്നത് ഇവരെ. ഓക്കെ, ഒരു വിഭാഗം ആളുകൾ സമൂഹം എങ്ങനെ വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നു, അതാണ് സോഷ്യോളജിസ്റ്റ് പഠിക്കേണ്ടത്. റൈറ്റ്, ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു. എന്നാൽ രണ്ടാമത്തെ വിഭാഗത്തിന് ആളുകൾ പറഞ്ഞു ഈ ഘടനയെ കുറിച്ചല്ല പഠിക്കേണ്ടത്, സമൂഹത്തിൽ എങ്ങനെയെല്ലാം ചേഞ്ചുകൾ ഉണ്ടാവുന്നു. ആ ചേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ സമൂഹത്തിൽ ഉണ്ടാവുന്ന ഇഷ്യൂസിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്, പ്രശ്നങ്ങളെയാണ് സോഷ്യോളജി പഠിക്കേണ്ടത്. കാരണം മോഡേണിറ്റിയുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വന്നതാണ് സോഷ്യോളജി. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെയാണ്, ആന്റഗോണിസം, കോൺഫ്ലിക്റ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങളെ കുറിച്ചിട്ടാണ് സമൂഹം പഠിക്കേണ്ടതെന്നുള്ളതാണ്, അല്ലെങ്കിൽ സാമൂഹ്യ ശാസ്ത്രം അല്ലെങ്കിൽ സോഷ്യോളജി പഠിക്കേണ്ടതെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞത്. ഈ പറയുന്ന ആളുകളെയാണ് കോൺഫ്ലിക്റ്റ് പേഴ്സ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത്. റൈറ്റ്. എന്നാൽ ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു ഈ രണ്ടുപേര് പറയുന്നതും ഒരു വലിയൊരു ഒരു കൺസെപ്റ്റ് ആണ്. ഒന്ന് പറഞ്ഞു സ്ട്രക്ചറിനെ പറ്റി പഠിക്കാൻ പറഞ്ഞു, ഒന്ന് ഫംഗ്ഷനെ പറ്റി പഠിക്കാൻ വേണ്ടി പറഞ്ഞു. ഒന്ന് പറയുന്നു സ്ട്രക്ചറൽ ഫംഗ്ഷൻസും ഒരുമിച്ച് പഠിക്കണം എന്ന് പറയുന്നു. ഇനി അതൊരു ബ്രാഞ്ചായി മാറ്റുന്നു. വേറൊരു വിഭാഗം പറയുന്നു കോൺഫ്ലിക്റ്റ് ആണ് പഠിക്കേണ്ടതെന്ന് പറയുന്നു. ഒരു വിഭാഗം പറയുന്നു, മൂന്നാമത് നിന്ന വിഭാഗം പറഞ്ഞു ഇതൊന്നുമല്ല പഠിക്കേണ്ടത്, മനുഷ്യൻ തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് പഠിക്കേണ്ടത്. ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്നു, നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി തരുന്നു, എന്നിട്ട് ക്ലാസ് കേൾക്കുന്നു. റൈറ്റ്. ഈ ഇന്ററാക്ഷനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ബഹുമാനിക്കേണ്ടത്. ഈ ഇന്ററാക്ഷനെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. ഈ പറയുന്ന ആളുകളെയാണ് ഇന്ററാക്ഷനിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സ് എന്ന് പറയുന്നത്. സോഷ്യോളജിയിൽ പ്രധാനമായിട്ടും 3 പേഴ്സ്പെക്റ്റീവ്സുകളാണ് ഉള്ളത്, അല്ലെങ്കിൽ ധാരണയാണ് ഉള്ളത്. ഓക്കെ, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് സോഷ്യോളജിക്ക് ഉള്ളത്. ആ കാഴ്ചപ്പാടുകളാണ് ഒന്ന് ഫംഗ്ഷണലിസം ഓർ സ്ട്രക്ചറൽ ഫംഗ്ഷണലിസം, 2 കോൺഫ്ലിക്റ്റ് പേഴ്സ്പെക്റ്റീവ് ഓർ അതിന്റെ കറക്റ്റ് മലയാളം എനിക്കറിയില്ല, കോൺഫ്ലിക്റ്റ് പേഴ്സ്പെക്റ്റീവ്, 3 ഇന്ററാക്ഷനിസ്റ്റ് പേഴ്സ്പെക്റ്റീവ്സ്. ഇത് 3 ക്ലിയർ ആയോ? ഓക്കെ, റൈറ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സൊസൈറ്റിയെ ഇങ്ങനെയാണ് സൊസൈറ്റിയെ പഠിക്കണമെന്നോ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറയുന്നത് ഒന്നുകിൽ പോസിറ്റിവിസം അല്ലെങ്കിൽ നോൺ പോസിറ്റിവിസം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പോസിറ്റിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയന്റിഫിക് മെത്തേഡിൽ പഠിക്കാമെന്നും, നോൺ പോസിറ്റിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ സയന്റിഫിക് മെത്തേഡിൽ പഠിക്കാന്നുള്ളതുമാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതോടൊപ്പം തന്നെ വലിയ രൂപത്തിൽ സൊസൈറ്റിയെ പഠിക്കുന്ന ആളുകളെ വിളിച്ചിരുന്ന പേര് മാക്രോ സോഷ്യോളജിസ്റ്റ് എന്നും, ചെറിയ കുഞ്ഞു കാര്യങ്ങളെ ഫോക്കസ് ചെയ്യുന്ന ആളുകളെ വിളിച്ചിരുന്നത് മൈക്രോ സോഷ്യോളജിസ്റ്റ് എന്നുമാണ് വിളിച്ചിരുന്നത്. ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. സോ ഇത്രയുമാണ് ഹോളിസ്റ്റിക് ആയിട്ട് നമുക്ക് സോഷ്യോളജി ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇത് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇന്നത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നത്തെ ചാപ്റ്റർ എന്ന് പറയുകയാണെങ്കിൽ ഫൗണ്ടേഷണൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ്, അവരുടെ തിയറി എങ്ങനെ നിങ്ങൾക്ക് നെറ്റിന്റെ ആസ്പെക്ട്സിലാണെങ്കിലും പഠിക്കാം. അതുപോലെ തന്നെ അതിനേക്കാളും അപ്പുറത്തായിട്ട് UPSC നിങ്ങൾക്ക് ഇത് എങ്ങനെ ഉപകാരപ്പെടും എന്നുള്ളതാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ തിങ്കറിനെയും ഓരോ തിയറിയും നമ്മൾ എടുത്ത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഓക്കെ, റൈറ്റ്. ഫസ്റ്റ് തിയറി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ അഗസ്റ്റ് കോംപ്റ്റ് എന്നുള്ള ഒരു വ്യക്തിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അഗസ്റ്റ് കോംപ്റ്റ്. ഓക്കെ, അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാന്ന് തോന്നുന്നു, അഗസ്റ്റ് കോംപ്റ്റ്. ഓക്കെ, ഈ അഗസ്റ്റ് കോംപ്റ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ട് അറിയേണ്ട കുറച്ച് ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഏത് തിങ്കറെ നിങ്ങൾ പഠിക്കുമ്പോഴും ആ തിങ്കറിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ തിങ്കറുടെ തിയറീസ് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ നമുക്ക് ആദ്യം അഗസ്റ്റ് കോംപ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം. അഗസ്റ്റ് കോംപ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അഗസ്റ്റ് കോംപ്റ്റ് ജനിക്കുന്നത് ഫ്രഞ്ച് സൊസൈറ്റിയിലാണ് ജനിക്കുന്നത്, ഫ്രാൻസിലാണ് ജനിക്കുന്നത്. ഈ ഫ്രാൻസിൽ ഇദ്ദേഹം ജനിക്കുന്ന കാലഘട്ടം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് തുടങ്ങുന്നത് എപ്പോഴാന്ന് വെച്ചാൽ
ഫ്രഞ്ച് റവല്യൂഷൻ കഴിഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മോഡേണിറ്റി മാത്രം പറഞ്ഞുള്ളൂ. 4 പ്രധാനപ്പെട്ട മറ്റുള്ള കുറച്ച് മാറ്റങ്ങളും സോഷ്യോളജിയുടെ ഡെവലപ്മെന്റിന് സഹായിച്ചിട്ടുണ്ട്. ഒന്ന് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, കൊമേഴ്ഷ്യൽ റവല്യൂഷൻ, അതുപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ, സയന്റിഫിക് റവല്യൂഷൻ. ഈ റവല്യൂഷൻസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് മോഡേണിറ്റിയിൽ ഉണ്ടായിട്ടുള്ള റവല്യൂഷൻസ് ആണ്. ഇതിന്റെയൊക്കെ മാറ്റമായിട്ടാണ് ആ സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റം ഉണ്ടായത്. ഏറ്റവും അവസാനം വന്നിട്ടുള്ള റവല്യൂഷൻ ആയിട്ട് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു റവല്യൂഷൻ പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ ആണ്. ഫ്രാൻസിന്റെ സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ. ഈ ഫ്രഞ്ച് സൊസൈറ്റിയിൽ ഉണ്ടായിട്ടുള്ള റവല്യൂഷൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവിടുത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന സാമൂഹിക ഘടനയെ മൊത്തം അങ്ങ് മാറ്റിമറിച്ചു. പുതിയൊരു സാമൂഹിക ഘടനയിലേക്ക് പോയതുമില്ല, മറിച്ച് അതിന്റെ ഇടയിൽ പഴയൊരു സാമൂഹിക ഘടന മൊത്തം തകരുന്ന ഒരു അവസ്ഥയിലാണ് ഇദ്ദേഹം അവിടേക്ക് വരുന്നത്. നെപ്പോളിയൻ ബൊണാപ്പാർട്ട് ചാർജ് എടുക്കുന്നതിന് മുന്നും, അതുപോലെ തന്നെ ഫ്രഞ്ച് സൊസൈറ്റിയുടെ ഫ്രഞ്ച് റവല്യൂഷൻ ജയിച്ചു കഴിയുന്നതും ഗ്യാപ്പിലാണ് ഇദ്ദേഹത്തിന്റെ ചൈൽഡ്ഹുഡ് നടക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് ഇല്ല എന്ന് വിചാരിക്കാം. ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റിനെ അടിച്ചു പുറത്താക്കി എന്ന് വിചാരിക്കാം. പല കാരണങ്ങൾ കൊണ്ട്. എന്നിട്ട് കുറച്ചു കാലം നമുക്ക് എന്ത് ചെയ്യാം, ഗവൺമെന്റ് ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയുടെ കാലഘട്ടത്തിലാണ് ഈ പറഞ്ഞ വ്യക്തിയുടെ ചൈൽഡ്ഹുഡ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ സമൂഹത്തിൽ. അപ്പൊ ആ ഒരു പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം നോക്കി. അദ്ദേഹം ഫിലോസഫിയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഫിലോസഫിക്ക് ഒന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ, ഈ ഇഷ്യൂവിനെ കുറിച്ചിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടി പറ്റില്ല. സോ അദ്ദേഹം മാറി അദ്ദേഹം എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, ഒരു പുതിയൊരു ബ്രാഞ്ച് സമൂഹത്തിനെ കുറിച്ച് പഠിക്കാൻ ഉണ്ടാക്കി. സോഷ്യോ ഫിസിക്സ് എന്നിട്ടുള്ള ബ്രാഞ്ചാണ്. ഇദ്ദേഹം അല്ല ഈ പേരിട്ടത്, മറ്റൊരു വ്യക്തിയാണ് ഇതിന്റെ പേരിട്ടത്. പിന്നീട് ഈ സോഷ്യോ ഫിസിക്സിന്റെ പേര് മാറ്റി സോഷ്യോളജി എന്നുള്ള പേര് കൊടുത്തത് അഗസ്റ്റ് കോംട്ട് ആണ്. എന്തിനാ കൊടുത്തത്, എന്താ ചെയ്തത്, സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ സയന്റിഫിക് ആയിട്ട് പഠിക്കുക, നാച്ചുറൽ സയൻസിനെ പോലെ തന്നെ പഠിക്കുക, വിച്ച് മീൻസ് പോസിറ്റീവ്സിന്റെ മോഡലിൽ പഠിക്കുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. റൈറ്റ്. അതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം 3 തിയറികൾ ഡെവലപ്പ് ചെയ്തു. 3 തിയറീസ്. ഓക്കെ. ആ 3 തിയറിയാണ് നമുക്ക് ഇവിടെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. റൈറ്റ്. അതിൽ ഫസ്റ്റ് തിയറി എന്ന് പറയുകയാണെങ്കിൽ ലോ ഓഫ് 3 സ്റ്റേജസ്. ആദ്യം അദ്ദേഹം പഠിച്ചത് സമൂഹം എങ്ങനെ ഇവോൾവ് ചെയ്തു, സൊസൈറ്റി എങ്ങനെയാണ് ഇവോൾവ് ചെയ്തു വന്നിട്ടുള്ളതെന്നാണ് ഇദ്ദേഹം പഠിക്കാൻ നോക്കിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. സമൂഹം ഇവോൾവ് ചെയ്തത് 3 സ്റ്റേജിലൂടെയാണ്. റൈറ്റ്. സൊസൈറ്റി ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ എത്തിയിരിക്കുന്നത് 3 സ്റ്റേജിലൂടെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഏതൊക്കെയാണ് ആ സ്റ്റേജ് ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാം. റൈറ്റ് ചെയ്യേണ്ടവർക്ക് റൈറ്റ് ചെയ്യാം. ഞാൻ PPT ഉപയോഗിക്കാത്തത് വേറെ ഒന്നുകൊണ്ടല്ല. PPT ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ PPTയിലേക്ക് ശ്രദ്ധ പോകും. അതുകൊണ്ട് ഇന്റൻഷ്യലി PPT ഒഴിവാക്കിയതാണ്. കേട്ടിരിക്കാം. ഓക്കെ. ഞാൻ മാക്സിമം നല്ല രൂപത്തിൽ പറയാൻ ശ്രമിക്കാം. ഓക്കെ. ഇനി നിങ്ങൾക്ക് PDF-ന്റെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു കൻ കോൺടാക്ട് മീ. ഓക്കെ. റൈറ്റ്. ബട്ട് ക്ലാസ്സിൽ നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് എഴുതാം. 3 കാര്യങ്ങളാണ് ഇദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. 3 സ്റ്റേജുകളാണ് സമൂഹം പ്രോഗ്രസ് ചെയ്തെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ സ്റ്റേജ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തിയോളജിക്കൽ സ്റ്റേജ്. യു ക്യാൻ റൈറ്റ് ഡൗൺ. ഓക്കെ. തിയോളജിക്കൽ സ്റ്റേജ്. ഇദ്ദേഹത്തിന്റെ ലോ ഓഫ് 3 സ്റ്റേജസിൽ പറഞ്ഞിട്ടുള്ളത് തിയോളജിക്കൽ സ്റ്റേജ്. ഓക്കെ. രണ്ടാമത്തെ സ്റ്റേജിനെ അദ്ദേഹം വിളിച്ചിരുന്നത് മെറ്റാഫിസിക്കൽ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജിനെ അദ്ദേഹം പറഞ്ഞിരുന്നത് പോസിറ്റീവ് സ്റ്റേജ്. ഈ 3 തരത്തിലാണ് അദ്ദേഹം സൊസൈറ്റിയെ മാറ്റിയിട്ടുള്ളത്. ഈ 3 തരത്തിലും സൊസൈറ്റിയുടെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു സൊസൈറ്റി ഇവോൾവ് ചെയ്തു വന്നതാണ്. ഓക്കെ. പതുക്കെ ഇവോൾവ് ചെയ്തിട്ടാണ് സൊസൈറ്റി ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിയത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ആദ്യത്തെ സ്റ്റേജ് തിയോളജിക്കൽ സ്റ്റേജ് ആയിരുന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ തിയോളജിക്കൽ സ്റ്റേജിലെ പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ, ഇവിടെ റാഷണാലിറ്റിക്ക് ഒരു വാല്യൂ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. റാഷണാലിറ്റിക്ക് ഒരു വാല്യൂ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്താണ് ഈ റാഷണാലിറ്റി എന്ന് വെച്ചാൽ എന്താ പറയാ, റാഷണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പറയുമ്പോൾ നമുക്ക് ഹ്യൂമൻ ലോജിക് എന്ന് പറഞ്ഞ സാധനത്തിനെ കുറിച്ച് ഒരു തരത്തിലുള്ള ബോധം ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ. അപ്പൊ ആ കാലഘട്ടം കഴിഞ്ഞ് രണ്ടാമത് വരുന്ന കാലഘട്ടത്തിലേക്ക് മെറ്റാഫിസിക്കൽ സ്റ്റേജ് വരുന്നതിന് മുമ്പ് തന്നെ തിയോളജിക്കൽ സ്റ്റേജിനെ ഇദ്ദേഹം 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ഫസ്റ്റ് സ്റ്റേജിനെ വിളിച്ചിരിക്കുന്നത് ഫെറ്റിസിസം എന്നാണ് വിളിച്ചിരിക്കുന്നത്. FETISHISM. ഓക്കെ. ഫെറ്റിസിസം. രണ്ടാമത്തത് പോളിത്തിസം എന്നും മൂന്നാമത്തത് അദ്ദേഹം വിളിച്ചിരുന്നത് മോണോത്തിസം എന്നാണ്. അന്നത്തെ കാലത്ത് ആളുകൾക്ക് ഉണ്ടായിരുന്ന വിശ്വാസത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ 3 തരത്തിലുള്ള സൊസൈറ്റി അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ആദ്യം പറഞ്ഞിരിക്കുന്നത് ഫെറ്റിസിസം, രണ്ടാമത് പറഞ്ഞത് പോളിത്തിസം, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് മോണോത്തിസം. ഫെറ്റിസിസം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഇനാനിമേറ്റ് ഒബ്ജക്ട് വർഷിപ്പിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ആളുകൾക്കിടയിലുള്ള വർഷിപ്പ് അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത്
ഇനാനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ, കാറ്റിനെ, മഴയെ, പുഴയെ, മലയെ ഒക്കെ ആരാധിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് റീസണിങ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. ഓക്കെ, ലോജിക്കൽ റീസണിങ് ഒട്ടും അപ്ലിക്കബിൾ അല്ല. കാറ്റിനെ, മണ്ണ്, മലയൊക്കെ ആയിരുന്നു ആളുകൾ ആരാധിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ആ തിയോളജിക്കൽ സ്റ്റേജിന്റെ രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോയ പോളിതീസം എന്നുള്ള വിശ്വാസത്തിലേക്ക് ആളുകൾ മാറി. എന്താണ് പോളിതീസം? പോളിതീസം എന്ന് പറയുമ്പോൾ എന്താണ്? ബേസിക്കലി പോളിതീസം എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഗോഡ്, മോർ ദാൻ 2, രണ്ടിൽ കൂടുതൽ ദൈവങ്ങൾ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ബേസിക്കലി നമ്മൾ ഇന്ത്യൻ സൊസൈറ്റിയൊക്കെ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വരുണൻ, ഇന്ദ്രൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ദൈവങ്ങൾ, ഇന്ന് ഹിന്ദുസത്തിൽ കാണുന്ന പോലെ ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നു തിയോളജിക്കൽ സ്റ്റേജിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മോണോത്തിറ്റിക് പോളിതിസം കഴിഞ്ഞ മോണോത്തിസം ആണ്. മോണോത്തിസം എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസത്തിലേക്ക് ആളുകൾ മാറി. ക്രിസ്ത്യാനിറ്റി പോലെയും ഇസ്ലാം പോലെയൊക്കെ ആളുകൾ ഏകദൈവ വിശ്വാസത്തിലേക്ക് മാറി. ഇങ്ങനെയാണ് ആളുകളുടെ നോളജ് ഓർ വിശ്വാസം മാറി വന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യകാലത്ത് സോഷ്യൽ സോളിഡാരിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, അതായത് സാമൂഹിക ഏകീകരണം വളരെ കൂടുതലായിരുന്നു ഈ തിയോളജിക്കൽ സ്റ്റേജിൽ എന്നാണ് പറയുന്നത്. എന്നാൽ പിന്നീട് വന്ന രണ്ടാമത്തെ സ്റ്റേജ് മെറ്റാഫിസിക്കൽ സ്റ്റേജ്. ഈ സ്റ്റേജിന്റെ പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ, ഇവിടെ ആളുകൾ ആദ്യമായി ക്വസ്റ്റ്യനിങ് ചെയ്യാൻ തുടങ്ങി. ഇടിവെട്ടുന്നത് അത് ദൈവമായി കണ്ട് പ്രാർത്ഥിച്ചിരുന്ന തലമുറയായിരുന്നു തിയോളജിക്കൽ സ്റ്റേജിൽ ഉണ്ടായിരുന്നെങ്കിൽ, അത് മാറി മെറ്റാഫിസിക്കൽ സ്റ്റേജിലേക്ക് എത്തിയപ്പോൾ ആളുകൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ എന്തുകൊണ്ട് ഇടിവെട്ടുന്നു എന്നുള്ള ചോദിക്കാൻ വേണ്ടി തുടങ്ങി. റൈറ്റ്, എന്തുകൊണ്ടാണ് ഇടിവെട്ടുന്നെന്ന് ആളുകൾ ചോദിക്കാൻ വേണ്ടി തുടങ്ങി. പക്ഷെ അപ്പോഴും ആളുകൾ എന്തിരുന്നു? ഈ പറഞ്ഞ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എല്ലാം വിശ്വസിച്ചിരുന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ് എന്നാണ് അഗസ്കോംപ്റ്റ് പറയുന്നത്, ആ മെറ്റാഫിസിക്കൽ സ്റ്റേജ്. എന്നാൽ ലാസ്റ്റ് സ്റ്റേജ്, അതായത് ഇന്നത്തെ കാലത്തുള്ള സ്റ്റേജില് പോസിറ്റീവ് സ്റ്റേജ് എന്നാണ് അദ്ദേഹം വിളിക്കുന്നത്. അതായത് സയന്റിഫിക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റി മൂന്നായിട്ട് പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്, മൂന്നായിട്ട് ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. ആദ്യത്തെ കാലം എന്ന് പറയുന്നത് തിയോളജിക്കൽ സ്റ്റേജ്, മെറ്റാഫിസിക്കൽ സ്റ്റേജ്, ദെൻ സയന്റിഫിക് സ്റ്റേജ്. ഈ സയന്റിഫിക് സ്റ്റേജിൽ എത്തിയപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, സയന്റിഫിക് റീസണിങ് ഉപയോഗിക്കാൻ തുടങ്ങി. ഇടി വെട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടെന്ന് മാത്രമല്ല, അത് കണ്ടെത്താൻ തുടങ്ങി ആളുകൾ. ഇടി വെട്ടാനുള്ള കാരണങ്ങൾ എന്താ വെച്ചാൽ ക്ലൗഡ് ബേസ്റ്റിംഗ് കാരണമാണ് ഇടി വെട്ടുന്നത്. റൈറ്റ്, ആളുകൾ അതിനെ വിശ്വസിക്കുന്ന അങ്ങ് നിർത്തി തുടങ്ങി. റൈറ്റ്, ബാക്കിയുള്ള കുറെ കാര്യങ്ങളിലേക്ക് ആളുകൾ മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. റീസൺ ഇല്ലാത്ത ഒരു കാര്യത്തിനെ ആളുകൾ വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെയാണ് സൊസൈറ്റി ഇവോൾവ് ചെയ്തതെന്നാണ് അഗസ്കോംപ്റ്റ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇദ്ദേഹത്തിന്റെ മെത്തഡോളജി ഇദ്ദേഹം സ്വീകരിച്ചത്, ഇത് പഠിക്കാൻ വേണ്ടി ഇദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന മെത്തഡോളജി എന്ന് പറഞ്ഞിട്ട് ഹിസ്റ്റോറിക്കൽ മെത്തേഡാണ്. ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. അപ്പൊ സോഷ്യോളജിസ്റ്റുകൾ ഓരോ ആളുകളും സ്വീകരിക്കുന്നത് ഓരോ മെത്തഡോളജീസ് ആണ് സ്വീകരിക്കാറുള്ളത്. ഇദ്ദേഹം സ്വീകരിച്ച മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിയൻസ് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്നല്ല കേട്ടോ. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിയൻസ് യൂസ് ചെയ്യാത്ത മെത്തേഡാണ്. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവേഷനും എക്സ്പെരിമെന്റേഷനും കമ്പാരിസണും ചെയ്തുള്ള മെത്തേഡ് തന്നെയാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. റൈറ്റ്, ഹിസ്റ്റോറിയൻസ് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ വിചാരിക്കരുത്. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു എന്റെ പഠനകാലത്തും. ഓക്കെ, റൈറ്റ്. അപ്പൊ അതങ്ങനെയല്ല, ഇത് വ്യത്യസ്തമാണ്. ഇനി എന്താണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്? കമ്പയർ സൊസൈറ്റി ത്രൂ ഔട്ട് ദ ടൈംസ് ഇൻ വിച്ച് ദേ ഹാവ് ഇവോൾവ്. പല തരത്തിലുള്ള ഓരോ സൊസൈറ്റിയെ കാറ്റഗറൈസ് ചെയ്തിട്ട് ആ സൊസൈറ്റിയെ കുറിച്ച് കമ്പയർ ചെയ്യുക, അത് എത്രമാത്രം ഇവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് കമ്പയർ ചെയ്യുക. ഇതിനെയാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. റൈറ്റ്. ഇനി ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കൺസെപ്റ്റ് ആണ് ഹൈറാർക്കി ഓഫ് സയൻസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹലോ സർ. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഒന്നും കൂടി ഒന്ന് പറയാമോ? പറയാം. ഓക്കെ, ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നല്ല. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ സൊസൈറ്റി എങ്ങനെ പ്രോഗ്രസ് ചെയ്തു എന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഇദ്ദേഹം ഫോളോ ചെയ്തിരുന്നത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സൊസൈറ്റിയും എടുത്തിട്ട് ആ സൊസൈറ്റികൾ തമ്മിൽ എത്രത്തോളം എവല്യൂഷൻ സംഭവിച്ചിട്ടുള്ള താരതമ്യ പഠനം നടത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണോ? റൈറ്റ്, അർജുൻ ക്ലിയർ ആണല്ലോ? റൈറ്റ്. ഫോർ എക്സാമ്പിൾ അമേരിക്കയെ എടുത്ത് ഇന്ത്യയെ എടുത്തിട്ടും എന്ത് ചെയ്യാം, എത്രമാത്രം അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, രണ്ടിലും ഏത് സൊസൈറ്റി എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ രണ്ടും കമ്പയർ ചെയ്ത് പഠിക്കാം. റൈറ്റ്, ഇതിനെയാണ് അതിനെ ഒബ്സർവ് ചെയ്യാം, അതിനെ എക്സ്പെരിമെന്റ് ചെയ്യാം, അതിനെ കമ്പാരിസൺ ചെയ്ത് പഠിക്കാം. ഈ മൂന്ന് കാര്യം ചെയ്ത് തന്നെയാണ് നമ്മൾ വിളിക്കുന്നത് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഓക്കെ, താങ്ക് യു. ഓക്കെ, റൈറ്റ്. ഇനി നമ്മൾ അടുത്തതിലേക്കാണ് പോകുന്നത്. അഗസ്കോംപ്റ്റ് തന്നെയാണ് അടുത്ത കാര്യത്തിലേക്കാണ് പോകുന്നത്. അഗസ്കോംപ്റ്റ് പറഞ്ഞിട്ടുള്ളത് ഹൈറാർക്കി ഓഫ് സയൻസ് എന്നൊരു കൺസെപ്റ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് സോഷ്യോളജി ഡെവലപ്പ് ചെയ്ത ആള് ഇദ്ദേഹമാണല്ലോ, ഇദ്ദേഹത്തിനെയാണല്ലോ ഫൗണ്ടിങ് ഫാദർ ഓഫ് സോഷ്യോളജി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ്
ഇദ്ദേഹത്തിന് അറിയണമായിരുന്നു എങ്ങനെയാണ് നോളജ് പ്രോഗ്രസ് ചെയ്തത്, എങ്ങനെയാണ് നോളജ് സ്റ്റാർട്ട് ചെയ്തത്, അത് പിന്നീട് എങ്ങനെയാണ് അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വന്നതെന്നൊക്കെ ഇദ്ദേഹത്തിന് അറിയണമെന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ വ്യക്തി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹം ഓരോ നോളജിനെയും കാറ്റഗറൈസേഷൻ ചെയ്തു. പിരമിഡിൽ, പണ്ടത്തെ പിരമിഡ്, അത് ആലോചിക്കാം. ഓക്കെ, അത് ആലോചിക്കാം നിങ്ങളുടെ മനസ്സിൽ പിരമിഡിനെ കുറിച്ചിട്ട്. അതിന്റെ ഏറ്റവും ലാസ്റ്റത്തെ ലെയറിലായിട്ട് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ഫസ്റ്റ് ഉണ്ടായിട്ടുള്ള നോളജിനെയാണ് പറഞ്ഞത്. ആ ഫസ്റ്റ് ഉണ്ടായ നോളജ് അദ്ദേഹം വിളിച്ചിരുന്ന പേര് എന്ന് പറയുകയാണെങ്കിൽ മാത്തമാറ്റിക് നോളജ് ആണ് ലോകത്ത് ആദ്യം ഉണ്ടായിരുന്നു പറഞ്ഞത്. തിലകൻ പറയുന്ന എന്താണ്, മാത്തമാറ്റിക്സ് ആണ് യൂണിവേഴ്സിന്റെ സ്പന്ദനം എന്ന് പറയുന്ന പോലെ തന്നെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഓ ബേസിക് നോളജ്, ഫസ്റ്റ് സയൻസ് എന്നൊക്കെ പറയുന്ന സംഭവം വന്നിട്ടുള്ളത്, അടിസ്ഥാനപരമായുള്ള ശാസ്ത്രം എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നീട് അതിനുശേഷം ആസ്ട്രോളജി വരുന്നു, ആസ്ട്രോണമി അല്ല ആസ്ട്രോളജി വരുന്നു, റൈറ്റ്. ദെൻ അത് കഴിഞ്ഞ് ഫിസിക്സ് വരുന്നു. അടുത്ത ലെയറിലേക്ക് പോവാ. ഇതൊരു എന്താ പറയുക, പിരമിഡ് ആണെങ്കിൽ ഇതിന്റെ ഏറ്റവും ലാസ്റ്റത്തെ ലൈൻ, ഈ ലാസ്റ്റത്തെ ലൈനിലായിരിക്കും മാത്തമാറ്റിക്സ് ഉണ്ടാവുക. ദെൻ ആസ്ട്രോളജി, ദെൻ അത് കഴിഞ്ഞ് ഫിസിക്സ്, ദെൻ അത് കഴിഞ്ഞ് കെമിസ്ട്രി, ബയോളജി, ഏറ്റവും ടോപ്പിൽ സോഷ്യോളജി. ഇദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞു, ഏറ്റവും അടിയിലെ സയൻസ് ആണ് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതും ഏറ്റവും സിമ്പിളായി പഠിക്കാൻ പറ്റുന്നതായിട്ടുള്ള സയൻസ് മാത്തമാറ്റിക്സ് കേട്ടോ, റൈറ്റ്. ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും എനിക്കറിയാം മാത്തമാറ്റിക്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, റൈറ്റ്, ഇൻക്ലൂഡിങ് മീ. ഓക്കെ, റൈറ്റ്. സ്വാഭാവികമായിട്ടും സെക്കൻഡ് തിയറിയാണ് പറയുന്നത് ഹൈറാർക്കി ഓഫ് സയൻസ് ആണ് പറയുന്നത്. ഹൈറാർക്കി ഓഫ് സയൻസ് എന്നാണ് സെക്കൻഡ് തിയറിയുടെ പേര്. ഓക്കെ, അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും എന്താണ് ഏറ്റവും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്ട് എന്ന് പറയുകയാണെങ്കിൽ സോഷ്യോളജി ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ടാണ് സോഷ്യോളജി എന്ന് പറയുന്നത്? സോഷ്യോളജി സ്റ്റഡി ചെയ്യുന്നത് ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ചിട്ടാണ്. ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിൽ ഈ ഇരിക്കുന്ന 78 പേര് 80 പേരില് നിങ്ങളിൽ മിക്ക ആളുകളും ആക്ട് ചെയ്യുന്നത് ഒരേ അവസ്ഥയോട് നിങ്ങൾ ആക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ സോഷ്യോളജി ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. റൈറ്റ്, ഇത് ക്ലിയർ ആണോ? ഈ പറഞ്ഞത് കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ, റൈറ്റ്. ഇനി അദ്ദേഹം പറഞ്ഞ ലാസ്റ്റ് ഒരു ചെറിയൊരു കൺസെപ്റ്റും കൂടി പറഞ്ഞ് നമുക്ക് കോംപ്റ്റിനെ അങ്ങ് പൂട്ടാം. ഓക്കെ, കോംപ്റ്റ് ലാസ്റ്റ് പറയുന്നത് സൊസൈറ്റി അദ്ദേഹം 2 ടൈപ്പായിട്ട് പറയുന്നുണ്ട്. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് സൊസൈറ്റി എന്ന് പറയുന്നുണ്ട്. സ്റ്റാറ്റിക് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഗ്നന്റ് ആയി നിൽക്കുന്ന സൊസൈറ്റി, ഓക്കെ, മാറ്റം ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു ഏരിയ. എന്നാൽ ഡൈനാമിക് സൊസൈറ്റി എന്ന് പറയുമ്പോൾ മാറ്റമുള്ള ഏരിയനെയാണ് അദ്ദേഹം പറയുന്നത്, മാറിക്കൊണ്ടിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മാരേജ് നിങ്ങൾക്ക് എടുക്കാം. മാരേജ് എന്ന കൺസെപ്റ്റ് ഒരുപാട് കാലഘട്ടം മുമ്പ് തുടങ്ങിയിട്ടാണ്, ഇപ്പോഴും നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ മാരേജ് സെറിമണി എന്നുള്ള സംഭവം നമുക്ക് എന്തായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും? അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട് നമുക്ക് പറയാനും വേണ്ടി പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് കോംപ്റ്റിന്റെ കീഴിൽ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ. ഇനി ഒരു തിയറി കൂടി ഉണ്ട്, അതിൽ ഞാൻ എക്സ്ട്രാ പോയിന്റ് നിങ്ങൾക്ക് സോഷ്യോളജിക്കാർക്ക് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് സോഷ്യോളജി ഈ അഗസ്റ്റ് കോംപ്റ്റ് ആണെങ്കിലും നിങ്ങളുടെ സിലബസിൽ, അതായത് UPSC സിലബസിൽ ഇദ്ദേഹത്തിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അഗസ്റ്റ് കോംപ്റ്റിനെ കാണാൻ പറ്റും. എന്തുകൊണ്ട് കാണാൻ പറ്റില്ല എന്നുള്ള അറിയോ? ആർക്കെങ്കിലും അറിയോ എന്തുകൊണ്ടാണ് കാണാൻ പറ്റാത്തതെന്ന്? അറിയോ? കുഴപ്പമില്ല, പറയാം. ഓക്കെ, എന്തുകൊണ്ടാണ് കോംപ്റ്റിനെ ക്ലാസിക്കൽ തിയറി ആയിട്ട് വല്ലാതെ കൺസിഡർ ചെയ്യാത്തെന്ന് വെച്ചാണെങ്കിൽ, ഇൻ ദ എൻഡ് ഓഫ് ഹിസ് ലൈഫ്, അദ്ദേഹത്തിന്റെ ജീവിതാവസാനത്തിലേക്ക് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ ഒരു പുതിയ തിയറിയും കൂടി കണ്ടെത്തി, റിലീജിയൻ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞിട്ട്. തിയറി അല്ല, അതിനേക്കാൾ അപ്പുറത്തായിട്ട് ഇദ്ദേഹം ഒരു എക്സിസ്റ്റിംഗ് റിലീജിയൻ ഒക്കെ തെറ്റാണ്. എക്സിസ്റ്റിംഗ് റിലീജിയനെ കുറിച്ച് അറിയില്ല നീന? ഓക്കെ, എക്സിസ്റ്റിംഗ് തിയറീസ് എല്ലാം എന്താണ്, തെറ്റാണ്. എന്നാൽ എന്ത് ചെയ്യാം, അതുകൊണ്ട് പുതിയൊരു റിലീജിയൻ അദ്ദേഹം ഉണ്ടാക്കി. എക്സിസ്റ്റിംഗ് റിലീജിയൻ എല്ലാം തെറ്റാണ്, പുതിയ റിലീജിയൻ അദ്ദേഹം ഉണ്ടാക്കി. ആ റിലീജിയന്റെ പേരാണ് റിലീജിയൻ ഓഫ് ഹ്യൂമാനിറ്റി. ആ റിലീജിയന്റെ ഏറ്റവും വലിയ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ലവ്, റെസ്പെക്ട് ഓൾ. എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരെയും എന്ത് ചെയ്യുക, ബഹുമാനിക്കുക, എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഹ്യൂമാനിറ്റി സെർവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആ റിലീജിയന്റെ പ്രാതിനിധ്യം. പക്ഷേ ഇത് ഒട്ടും സോഷ്യോളജിക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. സോഷ്യോളജിക്കൽ തിയറിറ്റിക്കൽ ആളുകൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ ബ്രാഞ്ചിൽ പിന്നീട് വന്ന ആളുകൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം റിലീജിയൻ ഇറ്റ് സെൽഫ് റാഷണൽ അല്ല എന്നാണ് പറയുന്നത്. പിന്നെ എന്തിനാണ് ഇദ്ദേഹം ഒരു റിലീജിയൻ ഉണ്ടാക്കി എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. പക്ഷെ ഇപ്പോഴും നമ്മൾ ബ്രസീൽ, ഇപ്പം കോപ്പ അമേരിക്ക നടക്കുന്നുണ്ട്, ബ്രസീൽ ടീമിന്റെ ഫ്ലാഗിന്റെ മുകളിൽ
ഒരു ബ്രസീലിയൻ വാക്കിൽ ഒരു സാധനം എഴുതി വെച്ചിട്ടുണ്ടാവും. അത് ഇദ്ദേഹത്തിന്റെ റിലീജിയൻ ഓഫ് ഹ്യൂമാനിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വാക്കാണ് എഴുതി വെച്ചിട്ടുള്ളത്. ബ്രസീലിൽ നിന്നും റിലീജിയൻ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് നിലനിൽക്കുന്നുണ്ടെന്ന് ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, റൈറ്റ്. സോ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ അവസാനത്തെ തിയറിയെ ഒട്ടാകെ ഒന്ന് സോഷ്യോളജിക്കൽ പിന്നീട് വന്ന തിയറിസ്റ്റുകളെല്ലാം റിജക്ട് ചെയ്യപ്പെടുകയാണ്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതുവരെ ഉണ്ടാക്കിയ തിയറികളെല്ലാം അതിന്റെ പേര് പോയി, മാത്രമല്ല അദ്ദേഹത്തിന്റെ ആ സോഷ്യോളജിസ്റ്റ് എന്നുള്ള പേരും കൂടി ഈ ഒരു തിയറിയോട് കൂടി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ക്ലിയർ ആയോ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കൺസിഡർ ചെയ്യാത്തത്? ഓക്കെ, റൈറ്റ്. ദെൻ നമുക്ക് അടുത്തിലേക്ക് മൂവ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇത്രയും അഗസ്കോംതൊക്കെ ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാനുള്ള മറ്റുള്ള തിങ്കേഴ്സിലാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് അടുത്തിലേക്ക് മൂവ് ചെയ്യാണ്. നമ്മൾ ഇത്ര ഡിസ്കസ് ഇത്രയേ ഉള്ളൂ. ഒന്ന്, നമ്മൾ എങ്ങനെയാണ് തിയറി സൊസൈറ്റി ഇവോൾവ് ചെയ്തെന്ന് കോമറ്റ് പറഞ്ഞത്, നമ്മൾ 3 കാറ്റഗറൈസേഷൻ പറഞ്ഞു. 2 ഹിസ്റ്റോറിക്കൽ മെത്തഡോളജി പറഞ്ഞു. 3 നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഹൈറാർക്കി ഓഫ് സയൻസ് ആണ് പറഞ്ഞത്. 4 നമ്മൾ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് സൊസൈറ്റിയെ കുറിച്ച് പറഞ്ഞു. 5 നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് കണ്ടംപററി അല്ലെങ്കിൽ ക്ലാസിക്കൽ തിയറിസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇനി നമ്മൾക്ക് വരാൻ വേണ്ടി പോകുന്നത് ഹെർബർട്ട് സ്പെൻസർ ആണ് വരാൻ വേണ്ടി പോകുന്നത്. സ്പെൻസറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുകയാണെങ്കിൽ, സ്പെൻസർ ഡാർവിനിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. സിമ്മലിൽ നിന്നാണ്, സെയിന്റ് സിമോയിൽ നിന്നാണ് അഗസ്കോംറ്റെ ഇൻസ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ, ഡാർവിന്റെ തിയറിയിൽ നിന്നാണ്, ഒറിജിൻ ഓഫ് സ്പീഷ്യസ് എന്നുള്ള തിയറിയിൽ നിന്നാണ് സ്പെൻസർ ഒരുപാട് ഇൻസ്പയർ ആയിട്ട് വരുന്നത്. അപ്പൊ അദ്ദേഹം മനസ്സിലായി ഒറിജിൻ ഓഫ് സ്പീഷ്യസ് തിയറിയിൽ പറയുന്നത് എവല്യൂഷൻ ആണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഡാർവിനും സ്പെൻസറും എന്ത് വെച്ചാൽ എവല്യൂഷനിൽ തന്നെ കൂട്ടുപിടിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സൊസൈറ്റിയും എങ്ങനെയാണ് വന്നത്, സൊസൈറ്റിയും ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്, എവല്യൂഷൻ വഴിയാണ് സൊസൈറ്റി മുന്നോട്ടേക്ക് വന്നിട്ടുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. റൈറ്റ്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടി പറഞ്ഞു, സോഷ്യൽ ഡാർവിനിസം എന്നുള്ള കോൺസെപ്റ്റും ഓർഗാനിക് അനലോഗി എന്നുള്ള ഒരു കോൺസെപ്റ്റും ഇദ്ദേഹം പറഞ്ഞു. റൈറ്റ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്താണ് നോക്കാം, ഓർഗാനിക് അനലോഗി ഓഫ് സ്പെൻസർ എന്താ നോക്കാം. ഓർഗാനിക് അനലോഗി എന്നുള്ള തോട്ടില് ഇദ്ദേഹം എന്താണ് പറഞ്ഞത് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാം. ഇദ്ദേഹം പറഞ്ഞു സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഹ്യൂമൻ ബോഡിയെ പോലെയാണ് സൊസൈറ്റി. ഇതാണ് ഓർഗാനിക് അനലോഗി എന്ന് പറയുന്നത്. ഓർഗാനിക് അനലോഗി. ഓക്കെ, സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ ബോഡി പോലെയാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള പല പാർട്ടുകൾ, ഹെഡ്, ഹാൻഡ്, ലെഗ്സ്, ബാക്കിയുള്ള ഇന്റേണൽ ഓർഗൻസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു സൊസൈറ്റി ഫംഗ്ഷൻ ചെയ്യുന്നത്. ആ സൊസൈറ്റി നല്ലപോലെ മുന്നോട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ആ സൊസൈറ്റിക്ക് എന്ത് വേണം, ഒരു അവയവത്തിനും ഒരു ഓർഗണിനും എന്തുണ്ടാവാൻ പാടില്ല, ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല. എങ്കിൽ മാത്രമേ ആ സൊസൈറ്റി എന്തായി മാറുള്ളൂ, വളരെ സ്മൂത്ത് ആയി മുന്നോട്ടേക്ക് പോവുള്ളൂ എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. റൈറ്റ്. അപ്പൊ അദ്ദേഹം പറയാണ് സൊസൈറ്റി എന്നത് ഒരു ഹ്യൂമൻ ബോഡി പോലെയാണ്, എല്ലാ അവയവങ്ങളും ഇന്റർകണക്റ്റഡ് ആയിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ സൊസൈറ്റി സ്മൂത്ത് ആയിട്ട് മുന്നോട്ടേക്ക് പോകുള്ളൂ. ഇൻ കേസ് ഏതെങ്കിലും ഒരു അവയവത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ, നിങ്ങൾ ആലോചിച്ചു, നിങ്ങളുടെ നിങ്ങൾക്ക് തലവേദന വന്നെങ്കിൽ നിങ്ങളുടെ മൂഡ് മൊത്തം മാറും. റൈറ്റ്. ഇതേപോലെ തന്നെയാണ് ഏതെങ്കിലും ഓർഗൻ, ഫോർ എക്സാമ്പിൾ ഇതൊരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതൊരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതൊരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വിചാരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷന് എന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ അത് മൊത്തമായിട്ടുള്ള ഹോൾ സിസ്റ്റത്തിനെ അഫക്ട് ചെയ്യുന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഓർഗാനിക് അനലോഗി എന്നുള്ള തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത് ക്ലിയർ ആണോ? ഓക്കെ, റൈറ്റ്. അഫിയ അല്ലേ? അഫിയ, താങ്ക് യു അഫിയ, താങ്ക് യു സോ മച്ച്. ഓക്കെ, റൈറ്റ്. സോ ദെൻ ഇത്രയേ ഉള്ളൂ ഓർഗാനിക് അനലോഗി എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഇദ്ദേഹം ബേസിക്കലി എന്താണ്, ഒരു ഫംഗ്ഷനിസ്റ്റ് ആണ്. കാരണം എന്താണ്, സൊസൈറ്റി ഫംഗ്ഷൻ വളരെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കോംപ്റ്റ് എന്താണ്, കോംപ്റ്റും ഒരു ഫംഗ്ഷനിസ്റ്റ് ആണ്. പക്ഷെ കോംപ്റ്റും സ്പെൻസറും എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, രണ്ടുപേരും പഠിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ്, പോസിറ്റിവിസ്റ്റ് ആണ് പഠിക്കുന്നത്. വിച്ച് മീൻസ് ദാറ്റ് സയന്റിഫിക് അനാലിസിസിൽ നാച്ചുറൽ സയൻസിനെ പോലെ തന്നെ പഠിക്കണം എന്നാണ് പറയപ്പെടുന്നത്. ഇനി അടുത്ത തിയറി സോഷ്യൽ ഡാർവിനിസം. സ്പെൻസറിന്റെ സോഷ്യൽ ഡാർവിനിസം എന്നുള്ള തിയറിയിൽ അദ്ദേഹം പറയുന്നത് സൊസൈറ്റി വന്നത് ഒരു ദിവസം കൊണ്ട് ഉണ്ടായതോ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള മാറ്റം കൊണ്ട് വന്നതല്ല, ഇവോൾവ് ചെയ്ത് പരിണാമം വഴിയാണ് സൊസൈറ്റി ഇന്ന് വരെ എത്തുന്ന സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നത്. പരിണാമം വഴിയാണെന്നാണ് പറഞ്ഞത്. ഇവല്യൂഷൻ വഴിയാണ് സൊസൈറ്റി ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി എങ്ങനെയാണ് അത് പരിണാമം ചെയ്തത് നമുക്ക് അറിയണം. അപ്പൊ അദ്ദേഹം പറഞ്ഞ 4 സ്റ്റേജ് വഴിയാണ് സൊസൈറ്റി ഇവോൾവ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ സൊസൈറ്റി എന്ന് പറയുന്നത് സിമ്പിൾ സൊസൈറ്റി ആയിരുന്നു. സിമ്പിൾ സൊസൈറ്റി. രണ്ടാമത്തെ സൊസൈറ്റി എന്ന് പറയുകയാണെങ്കിൽ കോമ്പൗണ്ട് സൊസൈറ്റി ആയിരുന്നു. മൂന്നാമത്തെ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിളി കോമ്പൗണ്ട്. നാലാമത്തെ എന്ന് പറഞ്ഞാൽ ട്രിപ്പിളി കോമ്പൗണ്ട് ആയിരുന്നു. അപ്പൊ ആദ്യത്തെ സിമ്പിൾ സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളതല്ലേ, സിമ്പിൾ ആയിട്ടുള്ള സൊസൈറ്റി, വിച്ച് മീൻസ് ഫാമിലി ഒക്കെയാണ്. ആദ്യം ഫാമിലികളെല്ലാം ഉണ്ടായത്. ഓക്കെ, റൈറ്റ്. പിന്നീട് എന്തുണ്ടായെന്ന് വെച്ചാൽ കോമ്പൗണ്ട് സൊസൈറ്റി, ക്ലാനുകൾ ഉണ്ടായി തുടങ്ങി. പിന്നീട് അത് കഴിഞ്ഞ് ഡബിളി കോമ്പൗണ്ടഡ് ആയപ്പം
ട്രൈബൽ സൊസൈറ്റീസ് ഉണ്ടായി തുടങ്ങി. പിന്നീട് ട്രിപ്പിളി കോമ്പൗണ്ട് ആയപ്പോൾ ഇന്ന് കാണുന്ന പോലുള്ള നാഷണൽ സൊസൈറ്റികൾ ഡെവലപ്പ് ചെയ്തു. ഇങ്ങനെയാണ് സൊസൈറ്റി ഗ്രോത്ത് ചെയ്ത് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ഒരു മോഡലിലാണ് സൊസൈറ്റി ഇവോൾവ് ചെയ്തെന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, അല്ലാതെ ഒറ്റ അടിക്ക് എങ്ങനെ ഉണ്ടായതല്ല, പെട്ടെന്ന് ഉണ്ടായതല്ല, വളരെ സാവധാനം ഉണ്ടായതാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം സൊസൈറ്റി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാറ്റിക്കും അതുപോലത്തെ ഡൈനാമിക്കും പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹം മിലിറ്ററി സൊസൈറ്റി എന്നും ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയും എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇത്രയും കാര്യങ്ങളാണ് സ്പെൻസറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, 3 കാര്യങ്ങൾ. ഒന്ന്, ഇദ്ദേഹം ഇൻസ്പയർഡ് ചെയ്തിട്ടുള്ളത് ഡാർവിനിൽ നിന്നാണ്. 2, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ വ്യക്തി അഥവാ സ്പെൻസർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വാക്കാണ് സോഷ്യൽ ഡാർവിനിസം എന്നത്, അല്ലെങ്കിൽ വിളിക്കുന്ന പേര് സോഷ്യൽ ഡാർവിനിസം. 3ാമത്തെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഓർഗാനിക് അനലോഗി. ഓർഗാനിക് അനലോഗി എന്താണെന്ന് പഠിച്ചു നമ്മൾ. സൊസൈറ്റീസ് ലൈക്ക് എ ഹ്യൂമൻ ബോഡി എന്നുള്ളത് പഠിച്ചു. ദെൻ സോഷ്യൽ ഡാർവിനിസത്തിൽ 4 തരത്തിലാണ് എവല്യൂഷൻ സംഭവിച്ചെന്ന് പറഞ്ഞിരിക്കുന്നു. സിമ്പിൾ സൊസൈറ്റി, കോമ്പൗണ്ട് സൊസൈറ്റി, ഡബിളി കോമ്പൗണ്ട്, ട്രിപ്പിളി കോമ്പൗണ്ട്. ഓക്കെ, പിന്നെ മിലിറ്ററി സൊസൈറ്റിയും ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയും എന്നാണ് പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങൾ പറഞ്ഞത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, റൈറ്റ്. ഇതോടുകൂടി നമ്മുടെ കൺസർവേറ്റീവ് ആയിട്ടുണ്ടായിരുന്ന നമുക്കറിയുന്ന കുറച്ച് തിങ്കേഴ്സ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? 2 പേരും ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, പുതിയ കുറച്ച് തിങ്കേഴ്സിനെ അഥവാ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് UPSC ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് തിങ്കേഴ്സിനെ, നിങ്ങൾ പല ടോപ്പേഴ്സും യൂസ് ചെയ്യുന്ന തിങ്കേഴ്സിനെ, പലപ്പോഴും മറന്നു പോകുന്ന തിങ്കേഴ്സിനുമായിട്ടുള്ള തിങ്കേഴ്സിനെയാണ് നമ്മൾ ഇവിടെ ഇനി പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ജോർജ് സിമ്മൽ. GEORG സിമ്മൽ, SIMMEL സിമ്മൽ, ജോർജ് സിമ്മൽ. റൈറ്റ്. ഈ ജോർജ് സിമ്മലിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇദ്ദേഹം ജനിച്ചത് 1858 ഇനിയുള്ള ക്ലാസ്, ഇതുവരെയുള്ള ക്ലാസ് നിങ്ങൾ എങ്ങനെ കേട്ടു എനിക്കറിയില്ല. ഇനിയുള്ള ക്ലാസ് കൂടുതൽ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും പല ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന വരാൻ വേണ്ടി പോകുന്ന 3 തിങ്കേഴ്സ് നിങ്ങൾക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ മൊഡ്യൂളിൽ പലപ്പോഴും ഇവരെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് ആയിട്ട് എത്തിയിരിക്കുന്നത്. റൈറ്റ്. സോ ജോർജ് സിമ്മൽ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം ബോൺ ചെയ്തത് 1858 മരിച്ചത് 1918. ഇതൊന്നും നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ഒന്നുമില്ല. പക്ഷേ ഹി വാസ് എ നിയോ കാന്തിയനിസ്റ്റ്. എന്താണ് നിയോ കാന്തിയനിസ്റ്റ്? നിയോ കാന്തി എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം കാന്ത് എന്താ പറഞ്ഞതെന്ന് അറിയാം. ഇമ്മാനുവൽ കാന്തിന്റെ ഫോളോവർ ആയിരുന്നു ജോർജ് സിമ്മൽ. ആരുടെ? ഇമ്മാനുവൽ കാന്തിന്റെ. അപ്പൊ ഇമ്മാനുവൽ കാന്ത് എന്താ പറഞ്ഞത്? ഇമ്മാനുവൽ കാന്ത് പറഞ്ഞത് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മനുഷ്യന്റെ ബുദ്ധിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, കോൺഷ്യസ്നെസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, തോട്ടിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പറഞ്ഞ വ്യക്തിയാണ് ഇമ്മാനുവൽ കാന്ത്. റൈറ്റ്. ഈ കാന്തിന്റെ ഈ ഒരു തോട്ടിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് വന്നിട്ടുള്ള ആളുകളാണ് മാക്സ് വെബർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി, അതുപോലെ തന്നെ ജോർജ് സിമ്മലൊക്കെ ഈ പറഞ്ഞ ഇമ്മാനുവൽ കാന്തിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട് വന്നിട്ടുള്ള ആളുകളാണ്. റൈറ്റ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന പേരാണ് നിയോ കാന്തിയൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇദ്ദേഹം പഠിച്ചിരിക്കുന്നത് എന്തായിരുന്നു വെച്ചാൽ ഫിലോസഫിയും അതുപോലെ തന്നെ സോഷ്യോളജിയും പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഫോമൽ സോഷ്യോളജി എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇനി ഇതൊന്നുമല്ല നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഞാൻ നേരത്തെ പഠിപ്പിച്ച് നിങ്ങളോട് പറഞ്ഞു ഓർമ്മയുണ്ടോ? പോസിറ്റിവിസം എന്നൊരു മെത്തേഡ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഓക്കെ, എന്താണ് പറഞ്ഞത് പോസിറ്റിവിസത്തിൽ? പോസിറ്റീവ് നമ്മൾ പറഞ്ഞത് സയന്റിഫിക് നാച്ചുറൽ സയൻസിന്റെ മോഡലിൽ സോഷ്യോളജിയെ പഠിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇദ്ദേഹമാണ് ഫസ്റ്റ് ടൈമായിട്ട് പോസിറ്റിവിസത്തിന് ഒരു കൗണ്ടർ കൊണ്ടുവരുന്നത്. എന്താണ്? ആന്റി പോസിറ്റിവിസം എന്നുള്ള ഒരു കൗണ്ടർ കൊണ്ടുവരുന്നത് ആരാണ്? ജോർജ് സിമ്മലാണ്. റൈറ്റ്. ക്ലിയർ ആണോ? ഇനി എന്താ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സോ he is a person who has developed sociological anti-positivism or else Kantian approach laid this foundation for sociological anti-positivism. Anti-positivism കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണമായത് ഇദ്ദേഹത്തിന്റെ നിയോ കാന്തിയൻ അപ്രോച്ചുകളാണെന്നാണ് പറയപ്പെടുന്നത്. റൈറ്റ്. ഇനി എന്താണ് ആന്റി പോസിറ്റിവിസം? എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള രൂപത്തിലൊന്നും നിങ്ങൾ സൊസൈറ്റിയെ പഠിച്ചിട്ട് കാര്യമില്ല. സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? നാച്ചുറൽ സയൻസ് പോലെ പഠിക്കേണ്ട ഒരു സാധനമല്ല. കാരണം നാച്ചുറൽ സയൻസ് പോലെ പഠിക്കേണ്ട കാരണമല്ല എന്ന് പറയാനുള്ള കാരണം, ഒരു പെൻ എടുത്തിട്ട് ആ പെന്നിനെ കുറിച്ച് എന്താ പറയാ, പെന്നിന്റെ പെർഫോമൻസിനെ കുറിച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിന്റെ സ്പീഡ്, റൈറ്റിംഗ് സ്പീഡോ മറ്റുള്ള കാര്യങ്ങളോ എനിത്തിങ് എൽസ്, ഓക്കെ, അതിന്റെ മഷിയുടെ എത്ര സ്പീഡിലാണ് മഷി കഴിയുന്നത് നമുക്ക് നോക്കുന്നത്, നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ സയന്റിഫിക്കലി അത് പ്രൂവൺ ആണ്.
പക്ഷെ ആ പെന്നിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും പല അഭിപ്രായങ്ങളായിരിക്കും, അല്ലേ? ആയിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ്, ഹ്യൂമൻ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ സയന്റിഫിക് സൊസൈറ്റിയെ കുറിച്ച്, സയന്റിഫിക് മെത്തേഡുകൾ ഫോളോ ചെയ്യരുതെന്ന് പറയാനുള്ള കാരണം, അല്ലെങ്കിൽ ആന്റി പോസിറ്റിവിസം സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. അപ്പൊ ആരാണ് അതിനുള്ള ഫൗണ്ടേഷൻ വെച്ചത് നോക്കുകയാണെങ്കിൽ ജോർജ് സിമ്മൽ ആണ് അതിന്റെ ഫൗണ്ടേഷൻ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പഠിക്കേണ്ടത്, സോഷ്യോളജിസ്റ്റുകൾ പഠിക്കേണ്ടത്, ആൻഡ് ഹി വാസ് ടോട്ടലി എ ക്രിറ്റിസിസം, സോറി, ഇദ്ദേഹം മൊത്തമായിട്ട് എന്ത് ചെയ്യാണ്, അഗസ്റ്റ് കോംപ്റ്റിനെയും സ്പെൻസറിനെയും ക്രിറ്റിസൈസ് ചെയ്യാണ്. റൈറ്റ്? ഇപ്പൊ മനസ്സിലായി എന്തിനാ ഞാൻ അഗസ്റ്റ് കോംപ്റ്റിനെയും സ്പെൻസറിനെയും കൂടുതൽ സമയം എടുത്ത് പറഞ്ഞു നോക്കുകയാണെങ്കിൽ അതിലേക്ക് വരികയാണ്. അഗസ്റ്റ് കോംപ്റ്റും സ്പെൻസറും എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇവർ പറഞ്ഞു സൊസൈറ്റി എവല്യൂഷൻ വഴിയാണ് ഉണ്ടാവുന്നത്. റൈറ്റ്? ഓർഗാനിക് എവല്യൂഷൻ പോലെയാണ് സൊസൈറ്റി വരുന്നത്. അതായത് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ബോഡി പോലെയാണ്, അത് ഇവല്യൂഷൻ വഴിയാണ് ഉണ്ടാവുന്നതെന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. അത് പഠിക്കേണ്ടത് നാച്ചുറൽ സയൻസിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ജോർജ് സിമ്മൽ പറഞ്ഞു എല്ലാം, സൊസൈറ്റിയെ കുറിച്ച് നിങ്ങൾ ഈ പഠിക്കുന്ന രൂപത്തിൽ ഒന്നല്ല പഠിക്കേണ്ടത്, സൊസൈറ്റിയെ കുറിച്ച് വ്യത്യസ്തമായ രൂപത്തിൽ തന്നെ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹം എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ഇദ്ദേഹം പറഞ്ഞു സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ പാറ്റേൺ ഓഫ് ഇന്ററാക്ഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടത്. പാറ്റേൺ ഓഫ് ഇന്ററാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇന്ററാക്ഷനെയാണ് സോഷ്യോളജിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. അല്ലാതെ എന്ത് ചെയ്യുക, അതെങ്ങനെ ഇവോൾവ് ചെയ്തു, അതെങ്ങനെ വന്നു, അത് ആ രൂപത്തിൽ ഒന്നല്ല. മനുഷ്യൻ തമ്മിലുള്ള ഇന്ററാക്ഷനെ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, സോഷ്യോളജി പഠിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ജോർജ് സിമ്മൽ. ഈ പോയിന്റ് വളരെ ക്ലിയർ ആയിട്ട് ഓർത്ത് വെക്കുക. ഇദ്ദേഹം ബേസിക്കലി ഒരു ആന്റി പോസിറ്റിവിസ്റ്റ് ആണ്. ഇദ്ദേഹം ഒരു കോൺഫ്ലിക്ട് തിങ്കർ ആണ്. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അർജുൻ ഇല്ല സാർ, കണ്ടിന്യൂ ചെയ്തോളൂ. താങ്ക് യു. ഓക്കെ. അപ്പൊ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം എന്നാണ്, പാറ്റേൺ ഓഫ് ഇന്ററാക്ഷൻ വെച്ച് പഠിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ഓരോ ടോപ്പിക്സിലേക്ക് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അപ്പൊ അദ്ദേഹത്തിന്റെ ഐഡിയ കിട്ടിയല്ലോ എന്താണെന്നുള്ളത്. ഓക്കെ. ഇനി സോസിയേഷൻ തിയറി എന്ന് പറഞ്ഞിട്ടുള്ള തിയറിയാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. യു ക്യാൻ റൈറ്റ് ഡൗൺ ദിസ് പോയിന്റ്. UPSC-ക്ക് നിങ്ങൾക്ക് എവിടെ ഏതെങ്കിലും ഒരു സിലബസ്, ഞാൻ സിലബസിന്റെ പേര് പറഞ്ഞുതരാം, ഏത് സിലബസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അവസാനം പറഞ്ഞുതരാം. നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് ഉപകാരപ്പെടും. സോസിയേഷൻ തിയറി, SOCIATION തിയറി, സോസിയേഷൻ തിയറി. പറയുന്നു SOCIATION. റൈറ്റ്? സോസിയേഷൻ തിയറി. ഓക്കെ. ഈ സോസിയേഷൻ തിയറിയിൽ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, സോഷ്യോളജിസ്റ്റുകൾ പഠിക്കേണ്ടത് സോസിയേഷൻ ആണെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് സോസിയേഷൻ എന്ന് പറയുന്നതിന് മുമ്പേ നിങ്ങളൊരു കൺസെപ്റ്റ് പഠിക്കണം. സോഷ്യബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് നിങ്ങൾ പഠിക്കണം. സോഷ്യബിലിറ്റി സ്പെല്ലിംഗ് പറഞ്ഞുതരാം. SOCIABILITY. സോഷ്യബിലിറ്റി. സോഷ്യോളജിസ്റ്റ് പഠിക്കേണ്ടത്, സോഷ്യബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡിങ് ഡിഫറെന്റ് ഫോംസ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് ഹ്യൂമൻ അസോസിയേഷൻ. എഴുതിക്കോളൂ. സ്റ്റഡിങ് ഡിഫറെന്റ് ഫോംസ് ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ ആൻഡ് ഹ്യൂമൻ അസോസിയേഷൻ. ഇതാണ് സോഷ്യബിലിറ്റി. റൈറ്റ്? വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായ തരത്തിലുള്ള ഇന്ററാക്ഷനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് സോഷ്യബിലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പറയുന്നത്. ഈ സോസിയേഷൻ തിയറിയിൽ ഇദ്ദേഹം പറയുന്നത് ഇന്ററാക്ഷന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, വ്യത്യസ്തമായ ഇന്ററാക്ഷനുകൾ എന്തെല്ലാമാണ്, അത് പഠിച്ചാലുള്ള ഗുണം എന്താണെന്നുള്ളതാണ് ഇദ്ദേഹം ഈ തിയറിയിൽ പ്രധാനമായിട്ട് പറയുന്നത്. റൈറ്റ്? പിന്നീട് ഈ തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ററാക്ഷനിസ്റ്റ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു പേഴ്സ്പെക്റ്റീവ് തന്നെ പിന്നീട് വരുന്നത്. റൈറ്റ്? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, it implies that particular pattern and forms which human beings related to each others and interact. Association theory എന്ന് പറഞ്ഞ തിയറിയിൽ പ്രധാനമായിട്ട് പറയുന്നത് പർട്ടിക്കുലർ ഫോം ഓഫ് ഇന്ററാക്ഷനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ആ തിയറിയിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഇതിൽ അദ്ദേഹം പറഞ്ഞു, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഒരു ഗ്രൂപ്പിലെ ഇന്ററാക്ഷനെ കുറിച്ച് പഠിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. If someone wants to study about a society, ഒരു ഗ്രൂപ്പ്,
someone wants to study a group, okay, behavior of a group, he or she must have to study the interaction between that group or among the group. ഒരു സൊസൈറ്റിക്ക് ഉള്ളിലുള്ള ഇന്ററാക്ഷനെ പഠിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള ആളുകളുടെ ബിഹേവിയർ പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം, ഒരു പ്രിസണിൽ നമ്മൾ പോവാം, അവിടുത്തെ ആളുകളുടെ ബിഹേവിയർ പഠിക്കാൻ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് പറയുന്നത്. ശരിയല്ലേ? മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിക്കണം കേട്ടോ. മനസ്സിലായില്ല സാർ എക്സ്പ്ലെയിൻ ഇറ്റ് എന്ന് എന്നോട് പറയണം. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്നോട് പറയാം. നിങ്ങൾ എല്ലാവരും പഠിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാനില്ലെങ്കിൽ എന്നോട് രണ്ടാമതും ചോദിക്കാം. അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരു ഗ്രൂപ്പിന്റെ ഇന്ററാക്ഷൻ പഠിച്ചാൽ ആ ആളുകളുടെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി പറ്റുന്നതാണ് പറഞ്ഞത്. റൈറ്റ്. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങിനെ കുറിച്ച് പഠിച്ചാൽ, അതിന്റെ ഇടയിലുള്ള ഇന്ററാക്ഷനെ കുറിച്ച് പഠിച്ചാൽ അറിയാം നിങ്ങളുടെ ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അടുത്തിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത്, അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന അടുത്ത കോൺസെപ്റ്റ് എന്താ വെച്ചാൽ, നമ്പറുകൾക്ക് അടിസ്ഥാനമായി ക്വാണ്ടിറ്റേറ്റീവ് അളവിനനുസരിച്ച് ഇന്ററാക്ഷൻ വ്യത്യാസം ഉണ്ടാവുന്നതാണ് പറയുന്നത്. നോക്കൂ, ഇപ്പൊ നമ്മൾ കുറെ പേര് ഇവിടെ ഉണ്ട് നമ്മൾ. ഓക്കെ, ഈ നിങ്ങൾക്കിടയിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് പേരുള്ളത് കൊണ്ട് എന്റെ സ്വഭാവത്തിൽ ഞാൻ വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്വഭാവമാണ് ഇവിടെ കാണിക്കുക. നേരെ മറിച്ച് ഞാൻ എൻ്റെ ഈ ക്ലാസ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഇന്ററാക്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളും സംസാരിക്കുന്നത് വ്യത്യസ്തമാണ്. അപ്പൊ നമ്പറുകൾ കൂടുന്നതിനനുസരിച്ചും കുറയുന്നതിനനുസരിച്ചും നമ്മുടെ ഇന്ററാക്ഷനിൽ മാറ്റം വരുന്നതാണ് ആര് പറയുന്നത്? ഈ വ്യക്തി പറയുന്നത്, ജോർജ് സിംബൽ പറയുന്നത്. ഇതും ക്ലിയർ ആണല്ലോ? ഈ കൺസെപ്റ്റ് ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇനി ഇദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ ചോദിച്ചോളൂ സാർ. സോഷ്യേഷനും സോഷ്യബിലിറ്റിയും അപ്പോ സെയിം ആണോ അതോ രണ്ടും രണ്ട് കൺസെപ്റ്റ്? സോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയറിയാണ്. സോഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ ആ തിയറിയിൽ വരുന്നിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ സംഗീത? ഓക്കെ, റൈറ്റ്. സോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തിയറിയാണ്. സോഷ്യബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡിങ് ഡിഫറെന്റ് ഫോംസ് ഓഫ് ഇന്ററാക്ഷൻ ആണ്. ആ തിയറിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ സോഷ്യബിലിറ്റി എന്നുള്ള വാക്കായിട്ട് വിളിക്കുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പം ഇദ്ദേഹം പറയുന്നത് സോഷ്യോളജിസ്റ്റുകൾ പഠിക്കേണ്ടത് എന്താണ്? സോഷ്യബിലിറ്റിയാണ് പഠിക്കേണ്ടതെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ സോഷ്യേഷൻ തിയറി വഴിയാണ് ആളുകൾ കാര്യങ്ങൾ പഠിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് ഇദ്ദേഹം പറയുന്നു ഇന്ററാക്ഷന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം? സൊസൈറ്റിയെ ഡിഫറെന്റ് ഫോം ആക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം. ഇന്ററാക്ഷന്റെ ബേസിൽ സൊസൈറ്റിയെ ഡിഫറെന്റ് ഫോം ആയിട്ട് കൺസിഡർ ചെയ്യണം, ഡിഫറെന്റ് ഫോം ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു 3 തരം ഇന്ററാക്ഷൻസ് ആണ് നടക്കുന്നത്. വളരെ ശ്രദ്ധിച്ചു കേൾക്കണേ. 3 തരം ഇന്ററാക്ഷൻസ് ആണ് നടക്കുന്നത് സൊസൈറ്റിയിൽ. ഏതൊക്കെയാണത്? ഒന്ന് പറയുകയാണെങ്കിൽ മൊണാഡ്, MONAD, മൊണാഡ്. 2 ഡയാഡ്, DYAD. 3 ട്രയാഡ്, TRIAD. ഇങ്ങനെ നമുക്ക് 3 ആയിട്ട് എന്ത് ചെയ്യാം? ഇന്ററാക്ഷൻ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. റൈറ്റ്. മൊണാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്നു. റൈറ്റ്. അജ്മൽ സാർ, ഒരു കോണ്ടസ്റ്റിലും ഓരോ കോണ്ടസ്റ്റിലും വ്യത്യസ്തമായ ബിഹേവിയർ ആകില്ലേ സാർ? അതൊന്ന് അജ്മൽ എന്താണ് ഉദ്ദേശം എന്ന് പറയാം, ഒന്ന് ഓപ്പൺ ചെയ്യാം. അല്ല സാറേ, നമ്മളിപ്പോ പറഞ്ഞില്ലേ ഓരോ ഗ്രൂപ്പിനകത്തുള്ള ബിഹേവിയർ നോക്കിയിട്ടാണ് പഠിക്കേണ്ടത്. ഹലോ? അതെ, വെരി ഗുഡ്. ഓക്കെ, ഓരോ പക്ഷെ എങ്കിലും ഓരോ കോണ്ടസ്റ്റിൽ വ്യത്യസ്തമാവെങ്കിലും സിമ്പിൾ പറയുന്നത് വെച്ചാൽ ആ ഗ്രൂപ്പിന് എന്തുണ്ടായിരിക്കും? മൊത്തമായിട്ട് ഒരു കാറ്റഗറി ഉണ്ടായിരിക്കും എന്നാ പറയുന്നത്. പോലീസുകാർക്കിടയിൽ എന്തുണ്ടായിരിക്കും? അവരെ കുറിച്ച് പഠിക്കുമ്പോൾ ചോദിച്ചോളൂ. അല്ല, ഓക്കെ, ആ ഗ്രൂപ്പിനെ മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ അവരുടെ ബിഹേവിയർ നോക്കിയാൽ മതി. ബിഹേവിയർ പഠിക്കാൻ വേണ്ടി പറ്റും. അതാണ് സിമ്പിൾ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കൂ, പോലീസുകാർക്ക് ഡിഫറെന്റ് കോണ്ടസ്റ്റുകൾ കിട്ടുന്നുണ്ട്. ഡിഫറെന്റ് കോണ്ടസ്റ്റുകളാണ് അവർക്ക് വരുന്നത്. പക്ഷെ ആ ഡിഫറെന്റ് കോണ്ടസ്റ്റിലും അവർക്കിടയിൽ ഒരു യൂണിഫിക്കേഷൻ ഫാക്ടർ ഉണ്ടായിരിക്കും അവരുടെ ക്യാരക്ടറുകൾ തമ്മിൽ. റൈറ്റ്. അല്ലെങ്കിൽ അവർക്കൊരു യൂണിഫിക്കേഷൻ ആയിട്ട് ഫുട്ബോൾ പ്ലേയേഴ്സ് എടുത്ത് നോക്കൂ നിങ്ങൾ, ബാക്കിയുള്ള ആരെങ്കിലും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ, ബാക്കിയുള്ള ഗ്രൂപ്പുകളൊക്കെ എടുക്കുമ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കും. ഓക്കെ, അജ്മൽ, ഇത് ക്ലിയർ ആണല്ലോ? ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? അതെ, ക്ലിയർ. ഓക്കെ, റൈറ്റ്. ഒരു മിനിറ്റ്. ചോദിക്കൂ. അതായത് ഇൻഡിവിജ്വലി അവർക്കൊരു ബിഹേവിയർ ആണ്, അല്ലാതെ കോമൺ ആയിട്ട് അവർക്കൊരു മൊത്തത്തിലുള്ള ബിഹേവിയർ, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെയാണോ? അതായത് ഒരു വ്യക്തികളുടെ ബിഹേവിയർ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം പറയുന്നത്
ഒരു ബിഹേവിയർ മനസ്സിലാക്കുക, ഒരു വ്യക്തിയുടെ ബിഹേവിയർ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം ഇന്ററാക്ട് ചെയ്യുന്ന ഗ്രൂപ്പിനെ കുറിച്ച് വ്യക്തമായി പഠിച്ചാൽ തന്നെ അദ്ദേഹത്തിന്റെ ബിഹേവിയർ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പറയുന്നത്. മനസ്സിലായോ അഫ്സിയ? അഫ്സിയെ കുറിച്ച് പഠിക്കണമെങ്കിൽ അഫ്സിയന്റെ ഫ്രണ്ട് സർക്കിൾ ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഫ്സിയ എങ്ങനത്തെ ആളാന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നാ പറയുന്നത്. റൈറ്റ്. ഓക്കെ. സോ ഇദ്ദേഹം പറഞ്ഞു, എന്താണ് പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ 3 ടൈപ്പ് പറഞ്ഞു: മൊണാഡ്, ഡയാഡ്, ട്രയാഡ്. മൊണാഡിൽ ഇദ്ദേഹം പറഞ്ഞത് ഇന്ററാക്ഷൻ വിത്തിൻ അവർ സെൽഫ്സ്, നമ്മൾക്കിടയിൽ തന്നെ വരുന്ന ഇന്ററാക്ഷൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എന്ന വ്യക്തി ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്നതിനെയാണ് ഫസ്റ്റ് ഇന്ററാക്ഷൻ ആയിട്ട് കൺസിഡർ മൊണാഡ്. 2 ഡയാഡാണ് പറയുന്നത്. ഡയാഡിൽ അദ്ദേഹം പറയുന്നത് വെച്ചാൽ 2 people ഇന്ററാക്ഷൻസ്, വിച്ച് മീൻസ് ഞാനും വേറൊരാളും, ഇപ്പൊ അഫ്സിയോട് സംസാരിച്ച പോലെ അല്ലെങ്കിൽ അജ്മൽ ഷാജഹാനോട് സംസാരിച്ച പോലെ ഞാനും മറ്റൊരു വ്യക്തിയോട് തമ്മിലുള്ള സംസാരം. ഇനി അത് കഴിഞ്ഞ് ട്രയാഡ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. 3 പേര് അല്ലെങ്കിൽ 3 കൂടുതലും എന്ത് ചെയ്യാം, ട്രയാഡ് എന്ന് പറയാം. ട്രയാഡും ഇങ്ങനെ 3 തരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്ററാക്ഷനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് ജോർജ് സിംബൽ പറഞ്ഞിട്ടുള്ളത്. ഈസ് ഇറ്റ് ക്ലിയർ? ഇത് മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. ഇദ്ദേഹം പറഞ്ഞു. ഹലോ സാർ. ചോദിക്കൂ ശ്യാംകുമാർ. യെസ് സാർ, ഒരു ഡൗട്ടാണ്. ചോദിക്കൂ ഡൗട്ടുകൾ. സാർ നേരത്തെ സാറ് പറഞ്ഞനുസരിച്ച് ഗ്രൂപ്പിനെ പഠിച്ച ബിഹേവിയർ അറിയാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ? അതെ പറഞ്ഞു. അപ്പം ഒരാൾക്ക് ഒരു ഗ്രൂപ്പ് തന്നെ ആവണമെന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരാൾക്ക് ഡിഫറെന്റ് ഗ്രൂപ്പ്. പക്ഷെ അയാൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നോക്കൂ, ശ്യാമിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ അൽഗോരിതം വെച്ചിട്ട് ശ്യാമിന്റെ ഫേസ്ബുക്കിൽ പോയി കഴിഞ്ഞാൽ ശ്യാം ഇഷ്ടപ്പെടുന്ന ഗ്രൂപ്പുകളൊക്കെ തമ്മിൽ എന്തെങ്കിലും ചെറിയൊരു ഇന്റർലേഷൻ ഉണ്ടായിരിക്കും. മനസ്സിലായോ? മനസ്സിലായി. അപ്പം സാർ ഇപ്പൊ 2 ഗ്രൂപ്പ് ഉണ്ടെന്ന്, ഒരാൾക്ക് ഒരു 3 ഗ്രൂപ്പ് ഉണ്ട്. അപ്പം അതില് ഒരു ഗ്രൂപ്പില് 10 പേരും മറ്റു 2 ഗ്രൂപ്പിൽ 8ഉം 4 പേരുമാണ്. അപ്പം ഈ വ്യക്തിയുടെ സ്വഭാവം അല്ലേ പഠിക്കുന്നത് നമ്മളപ്പോ? അതെ. അപ്പം സാർ ഈ നേരത്തെ സാർ പറഞ്ഞ അനുസരിച്ച് നമ്പർ അനുസരിച്ച് ഓരോരുത്തരുടെ ബിഹേവിയർ മാറുന്നില്ലേ? നമ്പർ മാറുന്നുണ്ട്. അപ്പൊ ഒരു ഗ്രൂപ്പ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഈ 3 ഗ്രൂപ്പുള്ള ആളുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ പറ്റുമോ? വെരി ഗുഡ്, നല്ല ക്വസ്റ്റ്യൻ ആണത്. ഒരു ഗ്രൂപ്പ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ബിഹേവിയർ മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ട്. ഈ ബിഹേവിയറിൽ 3 ഗ്രൂപ്പിലിടയിലും ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഓഫ് ബിഹേവിയർ ശ്യാം ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. മനസ്സിലായോ? മനസ്സിലായി. ഫോർ എക്സാമ്പിൾ ശ്യാം ഒരു നല്ല വ്യക്തിയാണെങ്കിൽ ഈ 3 ബിഹേവിയറിലും ഒരു ഡിഫറെന്റ് കോണ്ടസ്റ്റ് വരുമ്പോൾ, എന്തെങ്കിലും ഒരു അൺഎത്തിക്കൽ കോണ്ടസ്റ്റ് വരുന്ന സമയത്ത് ശ്യാം ഒരിക്കലും എന്ത് ചെയ്യില്ല, നല്ല വ്യക്തി എന്നൊന്നും സോഷ്യോളജിയിൽ പറയാൻ പറ്റില്ല കേട്ടോ, എന്നാലും ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാണ്. ഓക്കെ, ശ്യാം എന്ത് വെച്ചാൽ എത്തിക്കൽ ഫോം വിട്ടിട്ട് ശ്യാം എന്ത് ചെയ്യില്ല, കളിക്കില്ല. റൈറ്റ്. പക്ഷെ അതേസമയം എന്താ വെച്ചാൽ ശ്യാം എന്ത് ചെയ്യുന്ന വെച്ചാൽ ശ്യാമിന് അങ്ങനെയുള്ള എത്തിക്കൽ ഫോമുള്ള ആൾക്കാരെ 3 കാറ്റഗറി പോയി കഴിഞ്ഞാലും ഡിഫറെന്റ് ഇന്ററാക്ഷൻ ആണെങ്കിൽ പോലും ശ്യാം എന്ത് ചെയ്യും, അവിടുന്ന് അദ്ദേഹം ഫോർ എക്സാമ്പിൾ താങ്കൾ എത്തിക്കില്ലാതെ പെരുമാറിയേക്കാം. റൈറ്റ്. സോ ഇദ്ദേഹം ബേസിക്കലി പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ഒരു ഗ്രൂപ്പിനെ കുറിച്ച് പഠിച്ചാൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ ആളുകളുടെ ബിഹേവിയറും കൂടി നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശ്യാമിന് കൺഫ്യൂഷൻ ഉണ്ടാക്കിയ സ്റ്റേറ്റ്മെന്റ് എന്താ വെച്ചാൽ ക്വാണ്ടിറ്റി മാറുന്നതിനനുസരിച്ച് ഗ്രൂപ്പിന് ഇന്ററാക്ഷൻസ് മാറുന്നതാണ് പറയുന്നത്. ശ്യാമിന്റെ ചോദ്യം 3 ഗ്രൂപ്പോ 4 ഗ്രൂപ്പിലോ ഉള്ള ആൾക്കാരുടെ എല്ലാ ഗ്രൂപ്പിലും പഠിക്കേണ്ട, എന്നാലല്ലേ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ കറക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ എന്നല്ലേ ശ്യാമ ചോദിച്ചത്? അങ്ങനെ അതാണ് സാർ, അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പം നമ്മൾ 10 പേരുള്ളടുത്ത് പെരുമാറുന്നില്ലായിരിക്കില്ല, ചിലപ്പോൾ 5 പേരുള്ളടുത്ത് ഇതിന്റെ സ്വഭാവത്തിന് മോശം താഴ്ച ചിന്തകൾ അടക്കം മാറില്ലേ? മാറും. ഒബ്വിയസ്ലി മാറും. ശ്യാമിന്റെ ക്വസ്റ്റ്യൻ വാലിഡ് ആണ്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഇങ്ങനെയാണ്, ഇത് ഗ്രൂപ്പിനെ പറ്റി പഠിച്ചാൽ മതി. പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് ക്രിറ്റിസിസം ഉണ്ട് കേട്ടോ. ഇദ്ദേഹത്തിന് ക്രിറ്റിസിസം ഉണ്ട്. ഒരു ക്രിറ്റിസിസം ഈ ഒരു ശ്യാം പറഞ്ഞ ക്രിറ്റിസിസം ആയിരിക്കും അദ്ദേഹത്തിന്റെ ഒരു ക്രിറ്റിസിസം ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ ശ്യാം? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കൂ. അപ്പൊ സാറ് നേരത്തെ പറഞ്ഞത് പ്രകാരം ഇപ്പൊ ഒരാൾക്കൊരു ഇടപെടുന്ന ഓരോ ഗ്രൂപ്പ്, ഹലോ കേൾക്കുന്നുണ്ടോ? പറയൂ. ഒരാളുടെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി വെച്ചിട്ടായിരിക്കില്ല അയാൾ ഓരോ ഗ്രൂപ്പിനകത്തും ഇടപെടുന്നുണ്ടായിരിക്കും. അപ്പൊ സാർ ഉദ്ദേശിച്ചത് ഈ കാര്യം തന്നെയല്ലേ? അപ്പൊ ഓരോ ഗ്രൂപ്പ് എടുക്കുമ്പോഴും അയാളുടെ പാറ്റേൺ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത്? അതെ ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങളുടെ ഐഡന്റിറ്റി ഐഡിയോളജിയും നിങ്ങൾ എത്ര വലിയ ഗ്രൂപ്പ് ആണെങ്കിലും അതിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. പ്രൈമറി സാധനങ്ങൾ മാത്രം. ഈ ഒരു സ്പെക്ട്രത്തിൽ പഠിക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. മൈന്യൂട്ട് പോയിന്റ് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നമ്പർ അനുസരിച്ച് പല സ്ഥലത്ത് പല മോഡലായിരിക്കും ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. ഇനി പാർവതിയുടെ ചോദ്യത്തിലുള്ള ആൻസർ ട്രയാഡ് ഇന്ററാക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ 3 കൂടുതലോ ഉള്ള ആളുകളുമായിട്ട് വരുന്ന സമയത്തുള്ള ഇന്ററാക്ഷനെയാണ് നമ്മൾ ട്രയാഡ് ഇന്ററാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമുക്കിടയിൽ നടക്കുന്ന ഒരു ട്രയാഡ് മോഡൽ ഓഫ് ഇന്ററാക്ഷൻ ആണെന്ന് പറയുന്നത്.
ഓക്കെ റൈറ്റ്. ഈ 3 ഇന്ററാക്ഷൻ വ്യത്യസ്തമായിരിക്കും. ഞാൻ എന്നോട് സംസാരിക്കുന്നത് പോലെ ആയിരിക്കില്ല ഞാൻ വേറൊരു വ്യക്തിയോട് ഇപ്പൊ ശ്യാമിനോട് സംസാരിക്കുന്നതും, എന്താ പറയാ, ഞാനും ശ്യാമും സംസാരിക്കുന്നതും. പക്ഷെ ഞാനും ശ്യാമും അജ്മലും സംസാരിക്കുമ്പോൾ എനിക്ക് രണ്ടുപേരെ കുറിച്ച് കൺസേൺ ആയിട്ട് വേണം എനിക്ക് ആൻസർ കൊടുക്കാൻ. റൈറ്റ്. അപ്പൊ ഓരോ എമൗണ്ട് ഓഫ് സ്റ്റേജ് കഴിയുമ്പോഴും നമ്മുടെ ഇന്ററാക്ഷൻ വ്യത്യാസം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. പാർവതി, ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ, ഞാൻ മൂവ് ചെയ്യട്ടെ, ഞാൻ മുന്നോട്ടേക്ക് പോട്ടെ. ഓക്കെ റൈറ്റ്. ഇനി സിമ്മലിനെ ബേസിക്കലി നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? നമ്മൾ സിമ്മലിനെ ഒരു കോൺഫ്ലിക്ട് തിങ്കർ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, ഇദ്ദേഹത്തിന് കോൺഫ്ലിക്ട് തിങ്കർ ആയിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നത് സ്ട്രക്ചറൽ ഫംഗ്ഷനിസം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സ്ട്രക്ചറലിസ്റ്റ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഫംഗ്ഷനിസ്റ്റ് എന്ന് പറയുന്നു. രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ പറഞ്ഞത് കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ്സ് എന്ന് പറഞ്ഞു. മൂന്നാമത്തെ പെർസ്പെക്റ്റീവ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഇന്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഒരു ഇന്ററാക്ഷനെ കുറിച്ച് പഠിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഇദ്ദേഹത്തിന് കോൺഫ്ലിക്റ്റിസ്റ്റ് ആയിട്ട്, കോൺഫ്ലിക്ട് തിങ്കർ ആയിട്ടാണ് ഇദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യാറുള്ളത്. അത് എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, സൊസൈറ്റിയിൽ ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ ഉണ്ടാവുന്നത് ഇൻഡിവിജ്വൽ മാത്രമായിട്ട് ഉണ്ടാക്കുന്നതല്ല, മറിച്ച് സൊസൈറ്റിയും പല കാര്യങ്ങളിൽ ഇൻഡിവിജ്വലിന്റെ മേലിലേക്ക് ഫോഴ്സ് ഏൽപ്പിക്കുന്നുണ്ട് ഈ ഇന്ററാക്ഷൻ വഴി. റൈറ്റ്. നമ്മുടെ ഗ്രൂപ്പ് നമ്മളെ മുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? പലതരത്തിലുള്ള ഫോഴ്സ് നമുക്ക് ചെലുത്തുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് ചെലുത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ചില സമയങ്ങളിൽ ഇൻഡിവിജ്വലും സൊസൈറ്റിയും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഏർപ്പെടാറുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? റൈറ്റ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്നു, ഇദ്ദേഹത്തിന്റെ പോയിന്റ് പറയാണ്, ഇനി ഇങ്ങനെയുള്ള ഈ കോൺഫ്ലിക്റ്റിനെ ഫംഗ്ഷനിസ്റ്റ് എന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചറലിസ്റ്റ് എന്ന ഗ്രൂപ്പുകൾ പറയുന്നത് ഇത് സൊസൈറ്റിക്ക് ഒട്ടും നന്നല്ല എന്നാണ് പറയുന്നത്. സൊസൈറ്റിയുടെ ഗ്രോത്തിന് വളരെ മോശമാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഇൻഡിവിജ്വലിന്റെ തോട്ടും സൊസൈറ്റിയുടെ തോട്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവുകയും അത് തമ്മിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്തും പോലും അത് പിന്നീട് സൊസൈറ്റിയുടെ ഹോളിസ്റ്റിക് ഗ്രോത്തിന് നല്ലതാണെന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ക്ലിയർ ആണോ? അതുകൊണ്ട് ഇദ്ദേഹത്തെ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നു? കോൺഫ്ലിക്റ്റിന് നല്ല വശമുണ്ട് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ആര്? ജോർജ് സിമ്മൽ. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ജോർജ് സിമ്മൽ എന്താ ഇന്ററാക്ഷനെ കുറിച്ച് അദ്ദേഹം കൂടുതൽ പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ്സിലെ ആളായിട്ട് കൺസിഡർ ചെയ്യപ്പെടാനുള്ള കാരണം. മനസ്സിലായോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ആർക്കെങ്കിലും സംശയം ഉണ്ടോ? റിപ്പീറ്റ് ചെയ്യാൻ ഞാനിത് റിപ്പീറ്റ് ചെയ്യണോ? ക്ലിയർ ആണ്. ശരി, അഞ്ജു. ഓക്കെ, ചോദിക്കൂ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് തരാം. ഒരു വ്യക്തിയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ബിഹേവിയർ ഫോം ചെയ്യുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കാം, പുറത്തു നിന്നും ആയിരിക്കാം. ഓക്കെ, പുറത്തു നിന്ന് ഫോഴ്സ് ഉണ്ടായിരിക്കും ആളുടെ ബിഹേവിയറിൽ. ഓക്കെ, ഞാനിപ്പോ നിങ്ങളെ മുന്നിൽ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ കുറെ കൂടി അവെയർ ആണ്. ഞാനൊരു വലിയൊരു പ്ലാറ്റ്ഫോമിന്റെ കീഴിലാണ് വരുന്നത്. IAS ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പൊ ആ പ്ലാറ്റ്ഫോമുമായിട്ടുള്ള ബന്ധപ്പെടുത്തിയുള്ള ഒരു ഫോഴ്സ് എന്റെ മുകളിൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഞാൻ അവർക്ക് മുകളിലും ഒരു ഫോഴ്സ് ചെലുത്തുന്നുണ്ടായിരിക്കും. ഇത് വലിയ പ്രശ്നമൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തെന്ന് വെച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാവുന്നു. റൈറ്റ്. പ്രശ്നം ഉണ്ടാവുന്നു. ചിലപ്പം എന്തെന്ന് വെച്ചാൽ ആ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇനീഷ്യൽ സ്റ്റേജിൽ ആ പ്രശ്നം എന്ത് ചെയ്യാം നോക്കിക്കാണുമ്പോൾ വളരെ മോശമായിട്ട് തോന്നുകയാണെങ്കിൽ പിന്നീട് ചിലപ്പോൾ എന്ത് ചെയ്യും, അത് വളരെ ഗുണപരമായിട്ട് മാറും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ, ക്ലാസ് തമ്മിലുമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഐലിയൻ എന്നോട് പറയുമ്പോൾ അത് എനിക്ക് അനുസരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായേക്കാം ആദ്യം. പിന്നീട് ഞാനത് അനുസരിക്കുന്നു. ആ അനുസരിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്ലാസ് കിട്ടുന്നു. പറയുന്നത് ക്ലിയർ ആണോ? ഈ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും എന്ത് വിചാരിക്കരുത്, ഈ വാളും തോക്കും വെടിവെപ്പും ഒന്നും അല്ല കേട്ടോ കോൺഫ്ലിക്റ്റ്. ഓക്കെ, രണ്ട് തമ്മിലുള്ള ആശയങ്ങൾ തമ്മിലുള്ള ചേരായ്മയും നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും? കോൺഫ്ലിക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇങ്ങനെയാണ് ഇദ്ദേഹം, അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ അപ്പൊ കോൺഫ്ലിക്റ്റിനെ പോസിറ്റീവായിട്ട് എന്താ പറയാ പോസിറ്റീവ് ഡയമെൻഷനിൽ പറയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതോടൊപ്പം തന്നെ ഇദ്ദേഹം വേറൊരു കൺസെപ്റ്റും കൂടി പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ ടൈപ്പ് എന്നൊരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്. സോഷ്യൽ ടൈപ്പ്. ഓക്കെ, യു കൻ റൈറ്റ് ഡൗൺ. ഓക്കെ, സോഷ്യൽ ടൈപ്പ്. ഓക്കെ, റൈറ്റ്. സോഷ്യൽ ടൈപ്പ് എന്താണ്? ഈ സോഷ്യൽ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ടൈപ്പ് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഓൾറെഡി എന്നെ കുറിച്ച് ഒരു നോഷൻ ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ ഒരു ചിന്ത ഉണ്ടാക്കി വെക്കുക. ഇന്നത്തെ ക്ലാസ് ഒന്നെങ്കിൽ ബോറായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യും. ഓക്കെ, നിങ്ങൾ ഗുണം ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നതുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഓൾറെഡി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ ക്ലാസ് ഗുണം ചെയ്യുന്നു നിങ്ങൾ ഓൾറെഡി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നു.
അതിന്റെ ഭാഗമായി നിങ്ങൾ വരുന്നു. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എൻഡിൽ നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നു ഈ ക്ലാസ് നല്ലതായിരുന്നു അല്ലയോ എന്നത്. അപ്പൊ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ആണ് ബേസിക്കലി സോഷ്യൽ ടൈപ്പ് എന്ന് പറയുന്നത്. ബേസ്ഡ് എന്താ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ടുവാർഡ്സ് മീ, എന്നെ കുറിച്ച് നിങ്ങൾ എങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളതിനെയാണ് സോഷ്യൽ ടൈപ്പ് എന്നൊരു കൺസെപ്റ്റ് ആയിട്ട് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, ഇനിയാണ് അടുത്ത പോയിന്റ്. ഇത് UPSC-കാർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. റൈറ്റ് ഡൗൺ ദിസ് പോയിന്റ്. ഓക്കെ, എങ്ങനെയും നിങ്ങൾ കുത്തിക്കുറിച്ച് വെക്കണം എവിടെയെങ്കിലും. കാരണം ഇദ്ദേഹം പ്രീ മോഡേണിനെ കുറിച്ചിട്ടും മോഡേണിറ്റിയെ കുറിച്ചിട്ടും വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പം എന്താ പറയാ, ഞങ്ങൾ ടെസ്റ്റ് സീരീസ് ഒക്കെ നടത്താറുണ്ട്. എന്റെ ചില കുട്ടികൾ ഇവിടെ ഉണ്ടായിരിക്കാം. അപ്പൊ അവർക്കൊക്കെ കറക്റ്റ് ആയിട്ട് എന്താ പറയുക ഒരു ക്വസ്റ്റ്യൻ വന്നതൊക്കെ അവർക്ക് അറിയാം. പ്രീ മോഡേണിറ്റിയും മോഡേണിറ്റിയും തമ്മിൽ ഡിഫറൻസ് ഒക്കെ ചോദിച്ചിട്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇനിയും ഭാവിയിൽ നിങ്ങൾക്കൊക്കെ എവിടെയെങ്കിലും പ്രീ മോഡേണിനെ കുറിച്ചിട്ടും മോഡേണിറ്റിയെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ജോർജ് സിമ്മലിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇദ്ദേഹം എന്താ പറഞ്ഞതെന്ന് അറിയല്ലേ? നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞതെന്ന്. പ്രീ മോഡേൺ സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് relationship of subordination and superordination between master and servant or between employees or employee involved total personality of individual. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ മോഡേൺ കാലഘട്ടത്തിൽ മാസ്റ്റർ എന്ന് പറഞ്ഞ വ്യക്തി, ഉടമസ്ഥനും തൊഴിലാളിയും ഉണ്ടായിരിക്കും. തൊഴിലാളിയുടെ മൊത്തമായുള്ള ക്യാരക്ടറിനെ ഫോം ചെയ്തിരിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? മുതലാളി ആയിരുന്നു എന്നുള്ളതാണ് പ്രീ മോഡേണിന്റെ ഉദ്ദേശം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അടിമകളുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്തിരുന്നത് ആരായിരുന്നു? ഉടമയായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അവർ രാവിലെ എണീച്ചിട്ട് രാത്രി ഉറങ്ങുന്നത് വരെയുള്ള അവരുടെ ബിഹേവിയറിനെ ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? ഉടമസ്ഥനാണ്. ഇത് ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? എന്നാൽ ഇദ്ദേഹം പറയാ, ഈ തിയറി വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ, നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും യൂസ് ചെയ്യാം. മോഡേണിറ്റിയുടെ സമയത്ത് ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല്, മോഡേണിറ്റിയിൽ ഈ സബോർഡിനേഷനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഡോമിനേഷനും വല്ലാതെ കുറഞ്ഞു എന്നുള്ളതാണ് പറഞ്ഞത്. ലിബറേഷൻ ആണ് അതിന് പകരം വന്നത്. സബോർഡിനേഷൻ ഡോമിനേഷന് പകരം ലിബറേഷൻ വന്നു. There is a progressive liberation of the individuals. The concept freedom emerged as domination of employees on the employee become partial. ഫ്രീഡം എന്ന കൺസെപ്റ്റ് മോഡേണിറ്റിയിൽ വന്നു എന്നുള്ളതാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ തൊഴിലാളിയും ഉടമസ്ഥനും തമ്മിലുള്ള ആ ഒരു ധാരണ വെറും വർക്കിംഗ് സമയത്ത് മാത്രമേ ഉള്ളൂ. അതും ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഫോഴ്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു തൊഴിലാളിക്ക് മുകളിൽ മുതലാളിക്ക് ചെലുത്താൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് മോഡേണിറ്റിയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് അദ്ദേഹം പറയുന്നത്. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഓക്കെ, റൈറ്റ്. താങ്ക് യു സോ മച്ച്. അങ്ങനെ സപ്പോർട്ട് ചെയ്തതിന് എല്ലാവരും റെപ്രസെന്റ് ചെയ്ത് താങ്ക്സ്. ഓക്കെ, എനിക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മനസ്സിലാവാത്തുണ്ടെങ്കിൽ അപ്പൊ എന്നോട് പറയണം, നോ എന്ന് പറയണം. ഓക്കെ, അല്ലെങ്കിൽ അഫ്സിയ എന്നെ ഹെൽപ്പ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു സോ മച്ച് അഫ്സിയ. ഓക്കെ, റൈറ്റ്. അപ്പം ഇതാണ് ഈ ഒരു കൺസെപ്റ്റ് ആണുള്ളത്. മോഡേണിറ്റി പറയുമ്പോൾ ബേസിക്കലി ഇദ്ദേഹം പറയുന്നതാണ്, മോഡേണിറ്റിയിൽ ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ ഇൻഡിവിജ്വാലിറ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് കിട്ടിയിരിക്കുന്നതാണ് ഇദ്ദേഹം പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം പറഞ്ഞു, തീർന്നിട്ടില്ല, ഇദ്ദേഹം പറഞ്ഞു ഈ ഇൻഡിവിജ്വാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ മോഡേണിറ്റി ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. ജോബിൻ, താങ്ക് യു ജോബിൻ ചേട്ടാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ജോബിൻ ചിരിയാൻ. ഓക്കെ, ഒരു ജസ്റ്റ് ഒന്ന് കണ്ടു, ഞാൻ വീഡിയോ കണ്ടു. താങ്ക് യു. എനിവേ, റൈറ്റ്. അപ്പൊ ഈ ഇൻഡിവിജ്വാലിറ്റി എന്ത് ചെയ്തിട്ടുണ്ട്, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കൂടുതലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മോഡേണിറ്റി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് കഴിഞ്ഞില്ല കേട്ടോ, കഴിഞ്ഞില്ല, വരുന്നുള്ള പോയിന്റ്. Thus individuality emerges in society. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, but along with this individualism, human beings get surrounded by a world of objective that put constant on them and dominated their individual's need and desire. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സർ നെറ്റ് പോയി, അപ്പോൾ മോഡേണിറ്റി ഒന്നുകൂടെ പറയാമോ? അപ്പൊ പ്രീ മോഡേൺ സമയത്ത് എന്തായിരിക്കും സംഭവിക്കാന്ന് വെച്ചാൽ, ഡോമിനൻസ് ആയിരുന്നു. ഇൻഡിവിജ്വലിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞത് എംപ്ലോയർ ആയിരുന്നു ഡിസൈഡ് ചെയ്തിരുന്നത്. ഓക്കെ, അതായത് അടിമയുടെ ബിഹേവിയറിനെ മൊത്തം കൺട്രോൾ ചെയ്തിരുന്നത് അതിന്റെ മുതലാളിയായിരുന്നു. ഓക്കെ, എന്നാൽ മോഡേണിറ്റിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കൺട്രോൾ ഇല്ല. ലിബറേഷൻ വന്നു തുടങ്ങി, ഫ്രീഡം വന്നു തുടങ്ങി, തൊഴിലാളിയുടെ ഫ്രീഡം കിട്ടി തുടങ്ങി. എന്നാൽ അതിന് അപ്പുറത്തായിട്ട് വന്നിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഈ ഇൻഡിവിജ്വാലിറ്റി വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ ഇൻഡിവിജ്വാലിറ്റി എന്തുണ്ടാക്കി വെച്ചാല് പതുക്കെ എന്തുണ്ടായി, വ്യക്തികൾക്ക് ഒബ്ജക്റ്റിനോടുള്ള ഒബ്സഷൻ കൂട്ടാൻ വേണ്ടി തുടങ്ങി. വ്യക്തികൾക്ക് ഒബ്ജക്റ്റിനോടുള്ള ഒബ്സഷൻ കൂട്ടാൻ വേണ്ടി തുടങ്ങി. ഈ ഒബ്ജക്റ്റിനോടുള്ള ഒബ്സഷൻ വന്നു തുടങ്ങിയപ്പോൾ പതുക്കെ ആളുകൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞ ഒബ്ജക്റ്റിന്റെ പിറകെ പോവാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അവസാനം ആളുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
According to him, individual find themselves faced by another set of problem. That problem is called as individual will be frozen into social function. സൊസൈറ്റി കാണിച്ചൊരു ഇന്നത് നല്ലതാണ്, ഇത് അടിപൊളിയാണ്, അങ്ങനെയാണ്. അപ്പൊ ആളുകൾ അതിന്റെ പുറകെ പോകും. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഐഫോൺ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എല്ലാവരിലും ഒരു ആഗ്രഹമുണ്ട്, ഇല്ലേ? ഉണ്ടാവും. ഓക്കെ, അതും 1.25 ലക്ഷം രൂപയുടെ ഐഫോൺ ഉപയോഗിക്കാൻ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ലംബോർഗിനി ഹുറേക്കൻ, ലംബോർഗിനി പോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ നമുക്ക് ഉള്ളിലൊക്കെ എവിടെയെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവും, കുറച്ചെങ്കിലും. റൈറ്റ്? ഈ ആഗ്രഹം ഉണ്ടാക്കിയെടുക്കുക, ഈ ഒബ്ജക്റ്റിന് പിറകെ നമ്മൾ പോകാൻ വേണ്ടി തുടങ്ങി, ഈ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി, ഈ ഒബ്ജക്റ്റ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു ബിക്കോസ് ഓഫ് മോഡേണിറ്റി. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? അതേസമയം അദ്ദേഹം പറഞ്ഞു മോഡേണിറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഇൻഡിവിജ്വൽ ഫ്രീഡവും പറഞ്ഞു. അതേസമയം അദ്ദേഹം എന്ത് പറഞ്ഞു വെച്ചാൽ എന്ത് മോഡേണിറ്റി നമ്മളെ ഇപ്പൊ കൊണ്ടെത്തിച്ചിരിക്കുന്ന ട്രബിളും ഇദ്ദേഹം പറഞ്ഞു. ഈ പോയിന്റ് നിങ്ങൾക്ക് UPSCക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ആവശ്യമുള്ള ആളുകൾ, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ PDF കൊടുക്കാൻ എനിക്ക് പോസിബിലിറ്റി ഇല്ല. സോ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് PDF ഞാൻ റിട്ടേൺ ആണ് ചെയ്തിട്ടുള്ളത്. ഐ കൻ ടേക്ക് ഇറ്റ് എ പിക്ചർ സെൻഡ് ടു യു. ഓക്കെ, നിങ്ങൾക്ക് തരാവുന്നതാണ്. ഓക്കെ, അപ്പം ചോദിക്കൂ. ഈ സിമ്മല് പറഞ്ഞത് ഈ ഇൻഡിവിജ്വലിസം ഉണ്ടായതിനോടൊപ്പം തന്നെ ദാറ്റ് പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഈസ് സറൗണ്ടഡ് ബൈ ഒബ്ജക്ടിവിറ്റി. അങ്ങനെയല്ലേ സാർ പറഞ്ഞത്? ഒബ്ജക്ടിവിറ്റി, പിന്നീട് ഈ ഒബ്ജക്ടിവിറ്റി ഇൻഡിവിജ്വൽസിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ആ ഒബ്ജക്ടിവിറ്റി പിന്നീട് ഇൻഡിവിജ്വൽസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇതാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇന്ന് ഇൻഡിവിജ്വൽ ബേസിക്കലി ഇൻഡിവിജ്വൽ വിൽ ബി, വേണമെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കാം, ഇൻഡിവിജ്വൽ വിൽ ബി ഫ്രോസൺ ഇൻ ടു സോഷ്യൽ ഫങ്ഷൻസ്. നമ്മൾ നിർബന്ധിതരാവുകയാണ് പല കാര്യങ്ങളിലും. ഇപ്പൊ നോക്കൂ, എനിക്ക് എന്താ പറയാ, എനിക്ക് ഇവിടെ ക്ലാസ് എടുക്കാൻ വരുമ്പോൾ എനിക്ക് ടീഷർട്ട് ഇട്ട് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം വളരെ കംഫർട്ടാണ്, ഇപ്പം വളരെ സുഖമുള്ള സംഭവം. പക്ഷെ ഞാൻ ഫോഴ്സ്ഫുൾ ആണ് എന്തില്, ഷർട്ട് ഉപയോഗിക്കണം. റൈറ്റ്? കാരണം ഷർട്ട് ഉപയോഗിക്കാതെ ഞാൻ ടീഷർട്ട് ഇട്ട് വന്ന് നിങ്ങൾ എങ്ങനെ എന്നെ കാണും? റൈറ്റ്? ഇസ് ഇറ്റ് ഫെറ്റിസിസം? ഫെറ്റിസിസം ആയിട്ട് റിലേഷൻ ഉണ്ട്. There is a huge relation in cooperation between these both concept. ഓക്കെ, അതിലേക്ക് ഞാൻ വരാം. ഓക്കെ, റൈറ്റ്? ആ കൺസെപ്റ്റ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എക്സ്പ്ലെയിൻ ചെയ്ത പിന്നെ മാർക്സിനെ എക്സ്പ്ലെയിൻ ചെയ്യണം, കുറെ അങ്ങോട്ടേക്ക് പോകണം. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറയാത്തത്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? സിമ്മലിന്റെ പോയിന്റ് ക്ലിയർ ആണോ? നമുക്ക് ഇനി അടുത്ത് പഠിക്കാം. സിമ്മല് വേറൊരു കൺസെപ്റ്റും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിനെയാണ് ഇനി ഈ പഠിക്കാൻ വേണ്ടി പോകുന്ന മൊഡ്യൂൾ നിങ്ങൾ എവിടെ യൂസ് ചെയ്യണം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ യൂസ് ചെയ്യാം? അർബൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള മൊഡ്യൂൾ നിങ്ങൾക്ക് ഞാൻ ഇനി പറയാൻ വേണ്ടി പോകുന്ന പോയിന്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം അർബൻ തിയറീസിനെ കുറിച്ച് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും മറന്നു പോകരുത്, ജോർജ് സിമ്മൽ ആണ് ഫൗണ്ടിങ് ഫാദർ ഓഫ് അർബൻ സോഷ്യോളജി. ഓക്കെ, ഫൗണ്ടിങ് ഫാദർ ഓഫ് അർബൻ. അപ്പൊ അർബാനിറ്റിയെ കുറിച്ചിട്ടോ അർബനിസത്തിനെ കുറിച്ചോ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കാം. അവിടെ വേണമെങ്കിൽ റിക്വയർ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇദ്ദേഹത്തിന്റെ തിയറി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി എന്താണ് ഇദ്ദേഹം പറഞ്ഞത് നമുക്ക് പഠിക്കാം. ഓക്കെ, ഇദ്ദേഹം എന്താണ്, ഇദ്ദേഹത്തിനെ വിളിക്കുന്നത് ഫാദർ ഓഫ് അർബൻ സോഷ്യോളജി എന്നാണ് വിളിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മെട്രോപൊളിറ്റൻ ആൻഡ് മെന്റൽ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരു എസ്സേ ഉണ്ട്. ആ എസ്സേയിൽ ഇദ്ദേഹം കുറച്ച് പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതൊരു സോഷ്യോ സൈക്കോളജിക്കൽ സ്റ്റഡിയാണ് കേട്ടോ. സോഷ്യോളജിക്കൽ സ്റ്റഡി അല്ല, സോഷ്യോ സൈക്കോളജിക്കൽ സ്റ്റഡി. ഇദ്ദേഹം പഠിച്ചിരിക്കുന്നത് അർബാനിസം ആണ് പഠിച്ചിട്ടുള്ളത്. ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ അർബനൈസേഷൻ ആൻഡ് അർബാനിസം. അർബാനിസവും അർബനൈസേഷനും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കണം. അപ്പൊ അതെന്താണ്? അർബാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേ ഓഫ് ലൈഫ് ഇൻ ദ അർബൻസ്, ഓർ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് വിത്തിൻ ദ സിറ്റി. നമ്മൾ ഒരു സിറ്റിയിൽ ജീവിക്കുന്നതിനെയാണ്. കുഡ് യു പ്ലീസ് അപ്ലോഡ് ദിസ് PDF ഇൻ Island IAS Sociology Telegram group so that I lot of people can hear and access it easily. സൗരവ്, ഞാൻ ശ്രമിക്കാം കേട്ടോ, ശ്രമിക്കാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഞാൻ അത് ഒന്ന് ആലോചിക്കാം. ഓക്കെ, ഒരുപാട് പേര് എനിക്ക് റിക്വയർമെന്റ് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ പുട്ട് ഇറ്റ് ഇൻ ദ ഗ്രൂപ്പ്. ഓക്കെ, ലൈറ്റ്. അതർവൈസ് എന്താ സംഭവം എന്ന് വെച്ചാൽ സൗരവ്, യു ക്യാൻ സെൻഡ് മീ an SMS. I will send you. Okay, through WhatsApp. Okay, right. So because ഞാൻ ഇത് റിട്ടേൺ ചെയ്തിട്ട് സാധനമാണ്, ഞാൻ എന്തായാലും നോക്കാം, ഞാൻ പരിഗണിക്കാൻ മതി. ഓക്കെ, റൈറ്റ്. ഇൻ ദ ഇനീഷ്യൽ സ്റ്റേജ് നിങ്ങൾ പറഞ്ഞോളൂ, ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഇവിടെ തന്നെ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറയാം. ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് ഇത് PDF ആക്കി ഇടാം. ഓക്കെ, ദെൻ ഫാദർ ഓഫ് അർബൻ സോഷ്യോളജിയിൽ ഇദ്ദേഹത്തിന് പറയുന്നത് ഞാൻ പറഞ്ഞു, അർബാനിസവും അർബനൈസേഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും ചെറിയ വാക്കുകളാണ്, പക്ഷെ അത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അർബാനിസം എന്ന് പറയുകയാണെങ്കിൽ ലൈഫ് വിത്തിൻ എ സിറ്റിയാണ്. അർബനൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ, താങ്ക് യു ജോബിൻ. ഓക്കെ, ഞാൻ തരാം. ഓക്കെ, റൈറ്റ്. അർബനൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ ബേസിക്കലി ഉദ്ദേശിക്കുന്ന എത്രയാണ്, ഡെവലപ്മെന്റ് ഓഫ് അർബൻ ഏരിയ എന്നുള്ളതാണ്. അപ്പം UPSC ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അർബാനിറ്റിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യോളജി അർബനൈസേഷൻ എഴുതി വെക്കരുത്. ഇൻസ്റ്റെഡ് യു ഹാവ് ടു ഫോക്കസ് എന്താണ്, അർബൻ ലൈഫിലെ കാര്യങ്ങളാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്.
റൈറ്റ്. അഫ്നാൻ ചോദിച്ചോളൂ. സാർ അർബൻ ഏരിയ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ആളുകളുടെ അനുസരിച്ചല്ല, ആളുകൾ അനുസരിച്ചാണ് അർബൻ ഏരിയ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, മെട്രോപൊളിറ്റൻ സിറ്റി, മെഗാപൊളിറ്റൻ സിറ്റി ഒക്കെ അർബൻ നമ്മൾ പോപ്പുലേഷൻ ബേസിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാറുള്ളത്. ഓക്കെ, ഞാൻ അതിന്റെ ഡീപ്പിലേക്ക് പോകുന്നില്ല, ഞാൻ ഈ ഇദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, സമയക്കുറവുകൊണ്ട് മാത്രം. അപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താ സംഭവിച്ചാല്, ഈ ഇദ്ദേഹത്തിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് റിവ്യൂസ് ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ആ റിവ്യൂസ് എന്താ വെച്ചാൽ ഇങ്ങനെയാണ്. അർബൻ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മെട്രോപൊളിറ്റൻ ആൻഡ് മെന്റൽ ലൈഫിലാണ് ഇദ്ദേഹം പറയുന്നത് കേട്ടോ. ഇൻഡിവിജ്വൽസ് ലേൺ ടു ഡിസ്ക്രിമിനേറ്റ്. അതാണ് ആദ്യത്തെ പോയിന്റ് പറഞ്ഞത്. ആളുകൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പഠിക്കും, പക്ഷെ റൂറൽ ലൈഫിൽ ഉണ്ടാവില്ല. ഡിസ്ക്രിമിനേഷൻ വളരെ കുറവായിരിക്കും ആളുകൾ തമ്മിൽ. ആൻഡ് ബിക്കംസ് റാഷണൽ ആൻഡ് കാൽക്കുലേറ്റിംഗ് ഡെവലപ്മെന്റ് ബേസ്. ഇനി എങ്ങനെയാ ഒരു എന്താ പറയാ ഈ പറഞ്ഞ ഡിഫറൻസിയേഷൻ ഉണ്ടാക്കുന്നത്? ബിക്കംസ് റാഷണൽ ആൻഡ് കാൽക്കുലേറ്റിംഗ് ഡെവലപ്പ് എ ബ്ലേസ് ആറ്റിറ്റ്യൂഡ്. ബ്ലേസ് ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അത് പറഞ്ഞുതരാം. അപ്പൊ ഇത് ആലോചിച്ച് വെച്ചാൽ മതി. ഇൻഡിവിജ്വൽ ലേൺ ടു ഡിസ്ക്രിമിനേറ്റ് എന്നുള്ളത് ഒന്നാമത്തത്. സോഷ്യൽ റിസർവ് ആയിരിക്കും ആളുകൾ, അതുപോലെ തന്നെ ഡിറ്റാച്ച്മെന്റ് ആയിരിക്കും ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ഇത്. ഓക്കെ, ടെലിഗ്രാം ഗ്രൂപ്പ് തോമസ്, ഞാൻ അത് ചെയ്യാം കേട്ടോ. ഓക്കെ, ടൈം ഈസ് ഇമ്പോർട്ടന്റ്. ടൈംസ് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറഞ്ഞ ആളുകൾ അല്ലേ, നമ്മൾ പറയല്ലേ സമയമില്ല, നമ്മൾ പറഞ്ഞത് നമുക്ക് ഗ്രാമങ്ങളിലെ ആളുകൾക്ക് സമയം ഉണ്ടായിരിക്കും, നഗരങ്ങളിലെ ആൾക്ക് സമയം ഉണ്ടാവില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറഞ്ഞ റാഷണാലിറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്. റേഷണൽ ആണ് അർബൻ ആളുകൾ. അതിന് ഉദാഹരണം ഇദ്ദേഹം പറയുന്നത് ഡിവിഷൻ ഓഫ് ലേബറും അതുപോലെ തന്നെ യൂസ് ഓഫ് മണി, കാശിന്റെ ഉപയോഗവും അർബാനിറ്റിയുടെ സ്പെഷ്യാലിറ്റി ആയിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. ഓക്കെ, ദെൻ അക്നോളജ് ഫ്രീഡം അടുത്ത ക്യാരക്ടർ ആയിട്ട് പറയുന്നത്. ദെൻ ഇദ്ദേഹം പറഞ്ഞു സെൻസ് ഓഫ് ഏലിനേഷൻ പറയുന്നുണ്ട്, ന്യൂ ഹൈലൈറ്റ്സ് ഓഫ് പേഴ്സണൽ പറയുന്നുണ്ട്, സ്പിരിച്വൽ ഡെവലപ്മെന്റ്, ദെൻ സോഷ്യൽ ഡിസ്റ്റൻസസ്. ഇത്രയും കാര്യങ്ങളാണ് ഇദ്ദേഹം പ്രധാനമായിട്ടും ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹം ബേസിക്കലി എന്താണ്, ഒരു സോഷ്യൽ സൈക്കോളജിക്കൽ അപ്രോച്ചിലൂടെയാണ് അർബാനിസത്തിനെ കുറിച്ച് പഠിക്കാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന് പുറമെ ഫിലോസഫി ഓഫ് മണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടുത്ത കൺസെപ്റ്റ് ഉണ്ട്. അത് ഞാൻ വളരെ ഷോർട്ട് ആയിട്ട് പറഞ്ഞുതരാം, വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഫിലോസഫി ഓഫ് മണി UPSCക്ക് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, മണിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്? ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞാണ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ ഇനിയും ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്തെങ്കിലും മണിയുമായി റിലേറ്റ് ചെയ്ത് വന്നാൽ ഒന്നും നോക്കണ്ട, ജോസിമലിന്റെ ഈ പോയിന്റിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇദ്ദേഹം പറഞ്ഞു എക്കണോമിക് എക്സ്ചേഞ്ച് ഈസ് എ ഫോം ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ. സാമ്പത്തികമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകൾ എന്താണ്? ഈസ് എ ഫോം ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോഷ്യൽ ഇന്ററാക്ഷൻ ആണ്. ഇദ്ദേഹം പറയുന്നു ബാർട്ടർ സിസ്റ്റത്തിൽ നിന്ന് മണി സിസ്റ്റത്തിലേക്ക് മാറിയതോടുകൂടി ഒരുപാട് തരത്തിലുള്ള സ്വഭാവ വ്യത്യാസങ്ങൾ ആളുകൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. റൈറ്റ്, നോക്കണേ, നമ്മളെ പോക്കറ്റിലെ മണീനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് മണി ഈസ് എ സബ്ജക്ട് ടു പ്രിസൈസ് ഡിവിഷൻ ആൻഡ് മാനിപ്പുലേഷൻ. ആളുകളെ തരംതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ക്രൈറ്റീരിയ ആയിട്ട് മാറിയിട്ടുണ്ട് മണി എന്നുള്ളത്. റൈറ്റ്, അടുത്ത പോയിന്റ് അദ്ദേഹം പറയുന്നത് മണി ഇൻക്രീസ് പേഴ്സണൽ ഫ്രീഡം. കാശുള്ളവന് എന്താണ് പണം ഫ്രീഡം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ പഴയ പഴഞ്ചൊല്ലുകളൊക്കെ തന്നെ എന്താണ് ഇതിന് ഉദാഹരണമായിട്ടുള്ള സംഭവങ്ങളായിട്ട്. ആൻഡ് ഫോസ്റ്റർ സോഷ്യൽ ഡിഫറൻസിയേഷൻ. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു, സോഷ്യൽ ഡിഫറൻസിയേഷൻ കൂട്ടുന്നു കാശുള്ളത്. ഇനി ഒരുപാട് പോയിന്റുകൾ ഉണ്ട്, സമയക്കുറവുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. മണിയെ കുറിച്ചിട്ട് ഒരു വ്യക്തി പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്മലാണ്. സിമ്മൽ മണിയെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ആ ഡീറ്റെയിൽ ആയി പഠിച്ച കുറച്ച് പോയിന്റുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് മെയിൻസിന് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, റൈറ്റ്. ഇനി നെറ്റിന്റെ കുട്ടികൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ നെറ്റിന്റെ കുട്ടികളും ഈ പേര് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ നെറ്റിന്റെ ആളുകളും എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ പേരൊക്കെ ഒന്ന് പഠിച്ച് ഫിലോസഫി ഓഫ് മണി ഡീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എക്കണോമിക് എക്സ്ചേഞ്ച് ഈസ് എ ഫോം ഓഫ് സോഷ്യൽ ഇന്ററാക്ഷൻ എന്നുള്ള കാര്യമാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ ഇദ്ദേഹം അവസാനം പറഞ്ഞു നിർത്തുന്നത് ഒരു ബ്ലേസ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ചോദിക്കും. സാറ് ഈ മണി പറഞ്ഞപ്പോ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞില്ലേ, മണി ഇൻക്രീസസ് പേഴ്സണൽ ഫ്രീഡത്തിന് മുന്നേ ഒരു പോയിന്റ് പറഞ്ഞില്ലേ? മണി ഈസ് എ സബ്ജക്ട് ടു പ്രിസൈസ് ഡിവിഷൻ ആൻഡ് മാനിപ്പുലേഷൻ. ഡിവിഷനും മാനിപ്പുലേഷനും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക ഒരു എന്താണ് ഒരു ഫാക്ടറാണ് മണി എന്നാണ് പറയുന്നത്. കാശുള്ളവൻ ഇല്ലാത്തവൻ. മണി ഈസ് എ സബ്ജക്ട് പ്രിസൈസ് ഡിവിഷൻ ആൻഡ് മാനിപ്പുലേഷൻ. ഓക്കെ, റൈറ്റ്, ക്ലിയർ ആണോ? അടുത്തേക്ക് പോകട്ടെ ഞാൻ. ബ്ലേസ് ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ അവസാനത്തെ കൺസെപ്റ്റ് ആണ് ബ്ലേസ് ആറ്റിറ്റ്യൂഡ്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്താണ് ഈ ബ്ലേസ് ആറ്റിറ്റ്യൂഡ്? സാർ ഒരു ഡൗട്ട് സാർ, ഈ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ മണിയെ കുറിച്ച് മാത്രമാണോ അതോ മനുഷ്യന്റെ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? അതായത് ഇപ്പം പണം മാത്രമല്ലല്ലോ, പണം ഇപ്പൊ ഗോൾഡിലും പ്രോപ്പർട്ടിയിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടില്ലേ? നല്ല ക്വസ്റ്റ്യൻ. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മണി മാത്രമാണ്. ഓക്കെ, ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മണി എന്ന് പറയുമ്പോൾ കാശ്, നമ്മുടെ കയ്യിലുള്ള വെൽത്ത്, അത് രണ്ടും വ്യത്യസ്ത കൺസെപ്റ്റുകൾ സോഷ്യോളജിയിൽ. വെൽത്ത് ഈസ് സംതിങ് ഡിഫറെന്റ് ഫ്രം മണി. ഓക്കെ,
വെൽത്ത് ഈസ് എ പാർട്ട്, മണി ഈസ് ദ പാർട്ട് ഓഫ് വെൽത്ത്. ഓക്കെ റൈറ്റ്. ഇത് ഇദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പ്രിസൈസ് ആയിട്ട് മണിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അർബൺ ഏരിയയിലും ഗ്രാമങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പോക്കറ്റിൽ നമ്മുടെ കയ്യിലുള്ള കാശ്, ഈ കാശിനെ പറ്റിയിട്ടാണ് ഫിലോസഫി ഓഫ് മണിയിൽ ഇദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ ശ്യാംകുമാർ? ഇനി ബ്ലേസ് ആറ്റിറ്റ്യൂഡ് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ബ്ലേസ് ആറ്റിറ്റ്യൂഡിൽ ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇൻകപ്പാസിറ്റി ടു റിയാക്ട് ടു ന്യൂ സെൻസേഷൻ ഡ്യൂ ടു സാച്ചുറേഷൻ. നിങ്ങൾക്കൊരു മടുപ്പുണ്ടാവുക, എന്ത് ചെയ്യാ, എന്തെങ്കിലും ഒരു സാധനത്തിനോട് പ്രതികരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മടുപ്പുണ്ടാവുക. ഈ മടുപ്പിനെയാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന ബ്ലേസ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരു റിസർവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇൻഡിഫറൻസസ് അപ്പതി ബിക്കം ദ പാർട്ട് ഓഫ് മെട്രോപൊളിറ്റൻ ലൈഫ് സ്റ്റൈൽ എന്ന് അദ്ദേഹം പറയുന്നത്. ഈ സ്റ്റൈൽ ബ്ലേസ് ആറ്റിറ്റ്യൂഡ്, ഇത് നിങ്ങൾ അർബൻ സോഷ്യോളജി നിങ്ങൾക്ക് എവിടെയെങ്കിലും ഈ പോയിന്റ് എഴുതി വെക്കാം. ഓക്കെ, ചോദിക്കുന്ന സമയത്ത് അർബന്റെ ഇഷ്യൂസ് പറയുന്ന സമയത്ത് ബ്ലേസ് ആറ്റിറ്റ്യൂഡിനെ പറ്റി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, റൈറ്റ് ഡൗൺ ദിസ് പോയിന്റ് ബ്ലേസ്, BLASE, റൈറ്റ്, ബ്ലേസ് ആറ്റിറ്റ്യൂഡ്. ഇതിന്റെ പോസിറ്റീവ് ആസ്പെക്ട്സ് എന്താ വെച്ചാൽ ഇത് ഇൻഡിവിജ്വാലിറ്റി ഡെവലപ്പ് ചെയ്യും. നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടൂല, നമ്മൾ അതിലൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ പോവാം. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താണ്? ഇതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ സോഷ്യൽ സോളിഡാരിറ്റി ഉണ്ടാവില്ല. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള കാരണമായിട്ട് പറയുന്നത് മണിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കാശാണ് ആളുകൾ ഇങ്ങനെ ബ്ലേസ് ആറ്റിറ്റ്യൂഡ് ആയിട്ട് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത്. സിമ്മൽ ഡിസ്ക്രൈബ് ബ്ലേസ് ആറ്റിറ്റ്യൂഡ് ആസ് an attitude of absolute boredom and lack of concern. It is a result of reduction of the concrete values. നോക്കൂ, ഗ്രാമങ്ങളിലെ ആളുകൾ നിങ്ങളോട് പെട്ടെന്ന് നിങ്ങൾ എവിടെയെങ്കിലും ബസ് കാത്തിക്കുന്ന സമയത്ത് കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങളടുത്ത് വന്ന് ചോദിക്കും, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്, എന്താ പ്രശ്നം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിക്കും. ഓക്കെ, മലപ്പുറത്തും കോഴിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാണാം. എല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. ഞാൻ മലപ്പുറം കോഴിക്കോട് ഞാൻ എൻ്റെ 2 നാടുകളാണ്. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞാണ്, പ്രാദേശികമായിട്ട് ഞാൻ വേർതിരിവ് നാട്ടുന്നില്ല. ഇന്ത്യയിലെ കേരളത്തിൽ കേരളം വേണ്ട എവിടെ പോയാലും ഗ്രാമങ്ങളിൽ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരുപാട് നേരം നിൽക്കുമ്പോൾ ആൾക്കാർ നിങ്ങളോട് ചോദിക്കും എന്താ ഇവിടെ നിൽക്കുന്നു ചോദിക്കും. ബിക്കോസ് ദേ ഹാവ് സം കൈൻഡ് ഓഫ് എന്താണ് കോൺക്രീറ്റ് വാല്യൂസ്. ഒരാൾ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട പെട്ടെന്ന് ചെന്ന് രക്ഷിക്കാന്നുള്ള ഒരു ഇതുണ്ടാവും. അവർക്ക് പൈസയൊന്നും വേണ്ട, അവരെ പൈസയൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ സിറ്റിയിൽ നമുക്ക് അങ്ങനെയല്ല കാണുന്നത്. റൈറ്റ്, സിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ പല സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സംഭവം ഉണ്ടായിക്കോളും നിർബന്ധമില്ല. നിങ്ങൾ എത്ര മണിക്കൂർ അവിടെ നിന്നാലും അവിടെ തന്നെ നിൽക്കേണ്ടി വരും. ഓക്കെ, റൈറ്റ്. ഇത് ജനറലൈസേഷൻ ആണ്. ഈ കോൺസെപ്റ്റ് ഞാൻ എക്സാമ്പിളിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ജനറലൈസേഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, സിറ്റിയിൽ എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെയായി എന്ന് പറയുകയാണെങ്കിൽ ആളുകൾക്ക് ടൈം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മോർ ദാൻ ദാറ്റ് ആളുകൾക്ക് മണി ഭയങ്കര ഇമ്പോർട്ടന്റ്. സോ ഇൻ കോവിഡ് സിറ്റുവേഷൻ വിൽ പ്രൊലോങ്ഡ് ലോക്ക്ഡൌൺ വുഡ് ലീഡ് ടു എ ബ്ലേസ് ആറ്റിറ്റ്യൂഡ്. എക്സാക്ട്ലി പറയാൻ പറ്റും. ഓക്കെ, പക്ഷെ അതേ സമയത്ത് തന്നെ ഈ കോവിഡ് സിറ്റുവേഷനെ ഇന്ത്യ ടാക്കിൾ ചെയ്തത് എന്താണ്, ഇന്ത്യ ഇപ്പൊ ടാക്കിൾ ചെയ്തത് ഈ ബ്ലേസ് ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, കാരണം ഒരുപാട് വളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ മുന്നോട്ടേക്ക് വന്ന് ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചത് ഈ ബ്ലേസ് ആറ്റിറ്റ്യൂഡ് കുറവായതുകൊണ്ടാണ്. റൈറ്റ്, പല കാലഘട്ടങ്ങളിലും ഈവൻ കേരള ഫ്ലഡിന്റെ സമയത്തിൽ കേരള സൊസൈറ്റിക്ക് ബ്ലേസ് ആറ്റിറ്റ്യൂഡ് കൂടുതൽ, ചെന്നൈയിൽ ഫ്ലഡ് ഉണ്ടായ സമയത്ത് ചെന്നൈയിൽ എന്തായിരുന്നു ബ്ലേസ് ആറ്റിറ്റ്യൂഡ് കൂടുതലായതുകൊണ്ട് എന്തായിരുന്നു, ചെന്നൈയിലെ ആളുകൾ പരസ്പരം ഹെൽപ്പ് ചെയ്യുന്നത് കുറവായിരുന്നു. പക്ഷെ കേരളത്തിൽ ഫ്ലഡ് വന്നപ്പോൾ ബ്ലേസ് ആറ്റിറ്റ്യൂഡ് കുറവായതുകൊണ്ട് ആളുകൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റി. ദിസ് ഇസ് ഹൗ യു നീഡ് ടു കണക്ട് യുവർ കൺസെപ്റ്റ് ആൻഡ് കണ്ടംപററി ഇഷ്യൂസ്. ക്ലിയർ ആവുന്നു ഞാൻ പറയുന്നത്? ഓക്കെ, റൈറ്റ്. താങ്ക് യു സോ മച്ച് പാർവതി, ആ ഒരു എക്സാമ്പിളിലേക്ക് വന്നത്. അതുകൊണ്ട് എക്സാമ്പിൾ പറയാൻ വേണ്ടി പറ്റി. ഓക്കെ, റൈറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ജോർജ് സിമ്മലുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ വേഗം 2 കൺസെപ്റ്റും കൂടി പറഞ്ഞ് ഞാൻ വേഗം നിർത്താം. ഓക്കെ, റൈറ്റ്. കൂടുതൽ നിങ്ങളെ എന്ത് ചെയ്യുന്നില്ല, ബോറടിപ്പിക്കുന്നില്ല. അടുത്തത് വിൽഫ്രെഡോ പാരറ്റോ എന്നാണ് ഇദ്ദേഹത്തിന് വിളിക്കുന്ന പേര്, പ്രൊനൗൺസ് ചെയ്യുന്നത്. സോ സ്പെൽ ചെയ്തുതരാം ഞാൻ. യു ക്യാൻ റൈറ്റ് ഡൗൺ VILFREDO, Pareto, PARETO, വിൽഫ്രെഡോ പാരറ്റോ. ഇദ്ദേഹം ഒരു ഇറ്റാലിയൻ ആയിട്ടുള്ള ആളാണ്. എക്കണോമിസ്റ്റ് ആണ് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട്. അല്ലെങ്കിൽ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ എക്കണോമിക് തിയറീസ് ആണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് ഇദ്ദേഹത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്. സോ നമുക്കിനി കുറച്ച് ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കാം. എന്താണ് ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കാം. ഇറ്റലിയിലാണ് ജനിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു 1848 മുതൽ 1923 വരെയാണ് ജനിച്ചിട്ടുള്ളത്. എക്കണോമിക്സിനോട് ഭയങ്കരമായ അതിഭീകരമായ എന്താ പറയാ ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു. പ്ലീസ് റിപ്പീറ്റ്. എന്താണ് റിപ്പീറ്റ് ചെയ്യേണ്ടത് പാർവതി? സ്പെല്ലിംഗ്. ഓക്കെ, സ്പെല്ലിംഗ് ഐ വിൽ റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ, VILFREDO space PARETO. ക്ലിയർ? ഓക്കെ, റൈറ്റ്. ഞാൻ മുന്നോട്ട് പോട്ടെ.
ഓക്കെ. അപ്പൊ ഇദ്ദേഹം ഭയങ്കര എക്കണോമിക്സിൽ ഭയങ്കര മൈക്രോ എക്കണോമിക്സ് ആയിരുന്നു, സോഷ്യോ എക്കണോമിസ്റ്റ് ആയിരുന്നു, സോഷ്യോളജിസ്റ്റ് ആയിരുന്നു, ഫിലോസഫർ ആയിരുന്നു ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് മെയിൻ ആയിട്ട് ഹി ഹാസ് ഡൺ ലോട്ട് ഓഫ് കോൺട്രിബ്യൂഷൻ ടു എക്കണോമിക്സ്. എക്കണോമിക് തിയറീസ് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ എക്കണോമിക്സ് തിയറീസ് തന്നെയാണ് സോഷ്യോളജിക്ക് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കടം എടുത്തിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പ്രധാനമായിട്ടും ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ പറയാനുള്ളത്. തിയറി ഓഫ് ഓർ സർക്കുലേഷൻ ഓഫ് എലീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തിയറിയും, അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ആയിട്ടുള്ള മൈൻഡ് ആൻഡ് സൊസൈറ്റി. അത് ഇറ്റാലിയൻ വേർഡ് ഞാൻ പ്രൊനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാവില്ല. ട്രട്ടോഡോ ഡി സോഷ്യ ജെനറേറ്റിയ എന്നാണ് അതിന്റെ പേര്, ഇറ്റാലിയൻ പേര്. ഓക്കെ, റൈറ്റ്. വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷന്റെ പേര് എന്ന് പറയുകയാണെങ്കിൽ മൈൻഡ് ആൻഡ് സൊസൈറ്റി എന്നാണ് ആ ബുക്കിന്റെ പേര്. സോ ഈ രണ്ട് കൺസെപ്റ്റുകളാണ് നമ്മൾ ഇവിടെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഷാൽ വി? എല്ലാവരും കേൾക്കുന്നു വിശ്വസിക്കുന്നു. റൈറ്റ്, വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇദ്ദേഹത്തിന് ആദ്യം നമ്മൾ കൺസെപ്റ്റ് പറയും, പിന്നെ ആ കൺസെപ്റ്റുമായി അസോസിയേറ്റ് ചെയ്തുള്ള തിയറിയിലേക്ക് നമ്മൾ പോകും. അപ്പൊ ആദ്യം നമുക്ക് ആ ബുക്ക് പറയാം. മൈൻഡ് ആൻഡ് സൊസൈറ്റി ബുക്കിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. മൈൻഡ് ആൻഡ് സൊസൈറ്റി ബുക്കിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇൻ വിച്ച് ഹി എൻക്വയർഡ് ഇൻ ടു ദ നാച്ചർ ആൻഡ് ബേസ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യലൈസേഷൻ. ബേസിക്കലി ഇൻഡിവിജ്വലും സോഷ്യൽ ആക്ഷനും തമ്മിലുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം ഈ ബുക്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. I will repeat once again. In which he inquired into a nature and base of individual and social action. സോഷ്യൽ ആക്ഷനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രഥമമായിട്ടുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നത്, സോഷ്യൽ ആക്ഷന്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു, he explained how human action can be neatly reduced to results and derivation. ഇത് പ്രൊനൗൺസ് ചെയ്യാൻ ഇത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യാന്നുള്ളത് ഒരു സംശയം ഉണ്ട് എനിക്ക്. ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ് തിങ്. Sir, it will be helpful if you could type spellings, difficult sociological terms in the chat box. Okay, ഞാൻ ടൈപ്പിംഗ് സ്പീഡ് കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ്. ഓക്കെ, റൈറ്റ്. എനിവേ, റൈറ്റ്, ഞാനത് സ്പെൽ ചെയ്തുതരാം. ഓക്കെ, റൈറ്റ്. ഈ രണ്ട് വാക്കുകളാണ് ഇദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. അതില് രണ്ടാമത്തെ വാക്ക് റെസ്യൂട്ട്സ്. യെസ്, മെർലിൻ, താങ്ക് യു സോ മച്ച്. ഞാൻ എഴുതിയത് ഡെറിവേഷൻ, ഞാൻ എഴുതിയത് സ്പെല്ലിംഗ് മാറിപ്പോയതാണ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, റൈറ്റ്. സോ റെസ്യൂട്ട്സ് ആൻഡ് ഡെറിവേഷൻ ആണ് അദ്ദേഹത്തിന്റെ രണ്ട് കൺസെപ്റ്റുകൾ ഉള്ളത്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് എങ്ങനെയാ വെച്ചാൽ, he explained how human action can be neatly reduced to results and derivation. Okay, so ഇദ്ദേഹം പറയുന്നു മനുഷ്യന്റെ ആക്ഷനെ അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ഷനെ, തോമസ്, ഓക്കെ, ഹ്യൂമൻ ആക്ഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒന്നെന്ന് പറയുകയാണെങ്കിൽ ലോജിക്കൽ ആക്ഷൻ എന്ന് വിളിക്കാം, ഒന്ന് നോൺ ലോജിക്കൽ ആക്ഷൻ എന്ന് വിളിക്കാം എന്ന് പറഞ്ഞു. റൈറ്റ്, ലോജിക്കൽ ആക്ഷൻ ആൻഡ് നോൺ ലോജിക്കൽ ആക്ഷൻ. വളരെ ആലോചിച്ച് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലോജിക്കൽ ആക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ നോൺ ലോജിക്കൽ ആക്ഷൻ എന്ന് ഇദ്ദേഹം പറയുന്നത് നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ലോജിക്കൽ ആക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നോൺ ലോജിക്കൽ ആക്ഷൻ എന്ന് വിളിക്കുന്നത്. ഈ നോൺ ലോജിക്കൽ ആക്ഷനെ ഇദ്ദേഹം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നോൺ ലോജിക്കൽ ആക്ഷന് അതിൽ ഒന്നാണ് റെസ്യൂട്ട്സും അതുപോലെ തന്നെ ഡിറവേഷനും. ഓക്കെ, ഇനി എന്താണ് ഈ ഡെറിവേഷൻ, എന്താണ് ഈ റിസൈഡ്സ്, അതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം? റെസിഡ്യൂസ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, റെസിഡ്യൂസും ഡെറിവേഷനും ആണ് അദ്ദേഹം പറയുന്നത്. സോ ഈ താങ്ക് യു സോ മച്ച് പ്രദീപ്. ഓക്കെ, റൈറ്റ്. സോ റെസിഡ്യൂസും അതുപോലെ തന്നെ ഡെറിവേഷനും ഇദ്ദേഹം പറഞ്ഞു. റെസിഡ്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ആക്ട് ഓൺ ദ ബേസിസ് ഓഫ് നോൺ ലോജിക്കൽ സെന്റിമെന്റ്. അതായത് നമ്മള് വളരെ സെന്റിമെന്റ് ആയിട്ടുള്ള നമ്മുടെ നോൺ ആക്ഷൻസിനെയാണ് റെസിഡ്യൂസ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഡിറവേഷനും ബേസിക്കലി നോൺ ലോജിക്കൽ ആക്ഷൻ തന്നെയാണ്. പക്ഷെ ആ ആക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് റാഷണൽ ഉണ്ട് അതിന്റെ പിറകിൽ നമ്മൾ പറയും. റൈറ്റ്, ഫോർ എക്സാമ്പിൾ നമ്മൾ റിലീജിയനെ കുറിച്ച്, റിലീജിയൻ ആൾക്കാർ പലതും ചെയ്യുമ്പോൾ നമ്മൾ ചോദിക്കാറ് നിങ്ങൾ എന്തിനാണ് അതൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ പുറമെ ഒരു റാഷണൽ നമ്മൾ പറഞ്ഞു തരാറില്ലേ, അതാണ് ബേസിക്കലി ഈ ഡിറവേഷൻ എന്ന് പറഞ്ഞ പോയിന്റ്. എന്നാൽ അബ്സല്യൂട്ട്ലി നമ്മുടെ ഇമോഷൻസ് നിന്ന് വരുന്ന നമ്മുടെ ആക്ഷൻസ് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന എന്താണ് സെന്റിമെന്റൽ ആക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റെസിഡ്യൂസ് നമ്മൾ
വിളിക്കുന്നത്. ഇത് രണ്ടും ക്ലിയർ ആണോ? ഈ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആണോ? സാർ അതൊന്നും കൂടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, റൈറ്റ്. സോ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, റൈറ്റ്. ബേസിക്കലി രണ്ട് കൺസെപ്റ്റുകളുണ്ട്, ലോജിക്കൽ ആൻഡ് നോൺ ലോജിക്കൽ എന്നാണ് അദ്ദേഹം ആദ്യം പറയുന്നത്. ഈ ലോജിക്കൽ ആൻഡ് നോൺ ലോജിക്കൽ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞുതരാം കേട്ടോ, ഞാൻ പറഞ്ഞുതരാം, റിപ്പീറ്റ് ചെയ്തരാം. നോൺ ലോജിക്കൽ ആക്ഷൻ ആണ് പറയുന്നത്. നോൺ ലോജിക്കൽ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാവുന്ന ആക്ഷൻ ആണ് പറയുന്നത്. ഈ സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാവുന്ന ആക്ഷൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാവുന്ന ആക്ഷന് പുറമെ അതിൽ റാഷണാലിറ്റി അപ്ലൈ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡിറവേറ്റീവ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്നാൽ അതേസമയം നമ്മൾ എന്ത് ചെയ്യുക, സ്പോണ്ടേനിയസ് ആയിട്ട് മാത്രം നടത്തുന്ന ആക്ഷൻസിന് വിളിക്കുന്ന പേരാണ് റെസിഡ്യൂസ് എന്ന് വിളിക്കുന്നത്. റൈറ്റ്. ഇനി കുറച്ചും കൂടി ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ എടുക്കുന്ന എന്താണ്, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഓക്കെ, റിച്വൽസ് നമ്മൾ ചെയ്യുന്നു. റിച്വൽസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നു എന്താണ്, ഇപ്പൊ മരണാന്തര കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. മരണാന്തര കർമ്മങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? അതിന് ലോജിക് ഉണ്ടോ? പ്യൂർലി ദർ ഇസ് നോ ലോജിക്. നമ്മൾ നോക്കുമ്പോൾ അല്ലെ, ലോജിക്കൽ വശത്തിലെ ആൾക്കാർ നോക്കുമ്പോൾ അതിനൊരു ലോജിക്കും ഇല്ല. പക്ഷേ അത് ലോജിക്ക് ഇല്ല നമ്മൾ ആ മരണാന്തര കർമ്മം കഴിഞ്ഞ ആൾക്കാരോട് നമ്മൾ പറയാൻ വേണ്ടി പറ്റുമോ? ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ പറയാൻ പറ്റില്ല. അവർ പറയുന്നത് ലോജിക്ക് ഉണ്ട്, എന്റെ റിലേറ്റീവ്സിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ആർ യു ഗെറ്റിംഗ് ദ പോയിന്റ്? റൈറ്റ്. വിച്ച് മീൻസ് ദാറ്റ് ഡയറക്റ്റ് വേല് നമ്മൾ ചെയ്യുന്നത് ശരിക്കും ഇല്ലോജിക്കൽ ആണത്. ഓക്കെ, നോൺ ലോജിക്കൽ ആണ്. പക്ഷെ എന്ത് ചെയ്യും, ചെയ്യുന്ന ആള് പറയും അതിന് ലോജിക്ക് ഉണ്ട് എന്ന് പറയും. ഇതാണ് ഡിറവേറ്റീവ്സ്, ഡിറവേഷൻസ് എന്ന് പറയുന്ന പോയിന്റ്. എന്നാൽ റെസ്യൂഡിയസ് എന്ന് പറഞ്ഞ പോയിന്റ് അങ്ങനെയല്ല. റെസ്യൂഡിയസ് എന്ന് പറയുന്ന പോയിന്റിന് നമ്മളെ ഇമോഷന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫാമിലി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവം നടക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് എന്താ പറയാ, നമ്മുടെ കയ്യിലുള്ള സ്വത്ത് മൊത്തം നമ്മൾ ഇമോഷന്റെ പുറത്ത് മറ്റൊരാൾക്ക് എഴുതി കൊടുക്കുന്നു. ഓക്കെ, റൈറ്റ്. സ്വത്ത് മൊത്തം നമ്മൾ എന്ത് ചെയ്യും, ഒരു തർക്കത്തിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലായില്ല. പാർവതി ഇപ്പോഴും മനസ്സിലായില്ല? ഹലോ പാർവതി? ഓക്കെ, ഓക്കെ, റൈറ്റ്. സോ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ പറയുന്നത്രേ ഉള്ളൂ. രണ്ടാമത്തെ ആക്ഷൻ എന്ന് പറയുന്നത് റെസ്യൂഡിയസ് ആക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ചാൽ, അത് സ്പോണ്ടേനിയസ് ആക്ഷൻ ആണോ എന്ന് വെച്ചാൽ സ്പോണ്ടേനിയസ് ആക്ഷൻ ആണ്. അതിന് ഒരിക്കലും ഒരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ വെച്ച് നമ്മൾ നിർത്തൂല. ഞാൻ എന്റെ സ്വത്ത് മൊത്തം എന്ത് ചെയ്യുന്ന വെച്ചാൽ, എനിക്കൊരു ദേഷ്യത്തിന്റെ പുറത്ത് ഞാൻ മറ്റൊരാളുടെ പേരിൽ എഴുതി കൊടുത്തു. റൈറ്റ്. പിന്നീട് എനിക്ക് പിന്നീട് പറയാൻ പറ്റില്ല, ഞാൻ അത് എഴുതി കൊടുത്തു ഇന്നത് ലോജിക്കിന്റെ ആവില്ല. എന്റെ ഇമോഷൻ ബേസ്ഡ് മാത്രം ഞാൻ എന്താ പറയാ ചെയ്തതാണ് ഈ റെസ്യൂഡിയസ് ആയിട്ടുള്ള ആക്ഷൻ. പക്ഷേ ഡിറവേറ്റീവ് ആക്ഷൻസും എന്റെ ഇമോഷന്റെ പുറത്ത് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ എന്റെ എന്താ പറയാ എന്റെ ആക്ഷനൊന്നും ലോജിക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പിന്നീട് പറയും അതിനൊരു ലോജിക്ക് ഉണ്ടെന്ന് ഞാൻ പറയും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ എല്ലാവർക്കും? മനസ്സിലായി സർ. ഓക്കെ, റൈറ്റ്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഇനി ഈ റെസ്യൂഡിയസിന്റെ ഭാഗത്തിൽ തന്നെ ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാല് രണ്ടായിട്ട് റെസ്യൂഡിയസിനെ പിന്നീട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. റെസ്യൂഡിയസ് ആയിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ ആ ബിഹേവിയർ ഫോം ചെയ്യുന്ന ആളുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലാസ് 1 എന്ന് വിളിച്ചിട്ടുണ്ട്, ക്ലാസ് 2 എന്ന് വിളിച്ചിട്ടുണ്ട്. ക്ലാസ് 1 വിളിക്കുന്ന പേര് ഫോക്സ് എന്നാണ്. ക്ലാസ് 2 വിളിക്കുന്ന പേര് എന്ന് പറയുകയാണെങ്കിൽ ലയൺ എന്നുള്ളതാണ്. ഈ ആളുകളുടെ ബിഹേവിയറിൽ സ്പോണ്ടേനിയസ് ബിഹേവിയർ ചെയ്യുന്ന ആളുകളുടെ ബിഹേവിയറിനാണ് റെസ്യൂഡിയസ് പറയുന്നത്, നോൺ ലോജിക്കൽ ആക്ഷൻ ആയിട്ട് പറയുന്നത്. ഈ നോൺ ലോജിക്കൽ ആക്ഷൻ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു 6 തരത്തിലുള്ള റെസ്യൂജിയൽസ് ഉണ്ട്. അതിൽ ആദ്യത്തെ 2 ക്ലാസിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ആയിട്ട് ഇദ്ദേഹം പറയുന്നത്. അതിൽ പറയുന്ന 2 വിഭാഗം എന്ന് പറയുന്നത് ക്ലാസ് 1ഉം ക്ലാസ് 2ഉം. ക്ലാസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്സ് എന്ന കാറ്റഗറിയിൽ അദ്ദേഹം വിളിക്കുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദ റിസൾട്ട് ആൻഡ് റിയലൈസേഷൻ ഓഫ് ആഫ്റ്റർ ദ എഫക്ട്. സോ യെസ് അങ്ങനെ തന്നെ നമുക്ക് പറയാം. ഓക്കെ, ദെൻ ക്ലാസ് 1 എന്ന് പറയുന്നത് എന്താണ്, ഫോക്സ് എന്നും ക്ലാസ് 2 എന്ന് പറയുന്നത് ലയൺ എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇനി എന്താണ് ഈ ലയണും എന്താണ് ഈ ഫോക്സും എന്ന് നമുക്ക് നോക്കാം. ക്ലാസ് 1 എന്ന പെർട്ടിക്കുലർ ഗ്രൂപ്പിൽ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഭയങ്കര കാൽക്കുലേറ്റിംഗ് ആയിട്ടുള്ള ആളുകളായിരിക്കും, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആളുകളായിരിക്കും. എന്നാൽ ക്ലാസ് 2 എന്ന് പറഞ്ഞ ആളുകൾ എന്തായിരിക്കും വെച്ചാൽ ഐഡിയലിസ്റ്റിക് ആയിരിക്കും, കൺസർവേറ്റീവ്സ് ആയിരിക്കും. ഇതാണ് അവരുടെ ഇനി ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞാൻ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിലേക്ക് പോലെ ഈ 2 പ്രത്യേകത വെച്ച് തന്നെ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഓക്കെ, സോ ക്ലാസ് 1 എന്ന ആളുകൾ എന്താണ്, അവര് കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും, മെറ്റീരിയലിസ്റ്റിക് ആളുകളായിരിക്കും, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. എന്നാൽ ഐഡിയലിസ്റ്റിക് ആയിരിക്കും, കൺസർവേറ്റീവ് ആയിരിക്കും, ബ്യൂറോക്രാറ്റിക് ആയിരിക്കും ക്ലാസ് 2 എന്ന് പറഞ്ഞ കാറ്റഗറി. ഇനി എന്തിനാണ് ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞു വെക്കുകയാണ്? ഇദ്ദേഹം പറയാണ് ഒരു സൊസൈറ്റി പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ സൊസൈറ്റിയിൽ പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഈ റെസ്യൂഡിയസ് ആയിട്ടുള്ള ആളുകൾ നോൺ ലോജിക്കൽ ആക്ഷനിൽ വരുന്ന ഈ ക്ലാസ് 1ഉം ക്ലാസ് 2ഉം തമ്മിൽ എന്തുണ്ടായിരിക്കണം, വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കണം.
ആ ബന്ധമുണ്ടെങ്കിൽ ഒരു ഹാർമണി, ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഒരു സൊസൈറ്റി മുന്നോട്ടേക്ക് പോവുള്ളൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇനി ഈ തിയറി എല്ലാം നിങ്ങൾക്ക് ഇപ്പൊ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. ഞാൻ അതിന്റെ അടുത്ത തിയറി, ഇത് കൺസെപ്റ്റ് ആണ്, തിയറിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടും. ഇനി ഇത്രയും കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ മൈൻഡ് ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ തിയറി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവസാനത്തേക്ക് ഇദ്ദേഹം ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു പുതിയൊരു തിയറി നമുക്ക് തരുന്നുണ്ട്. ഈ തിയറി വളരെ ഇമ്പോർട്ടന്റ് ആണ്. പവറും പൊളിറ്റിക്സ് ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ തിയറി യൂസ് ചെയ്യാം. ഓക്കെ, അതല്ലാതെ തന്നെ പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടംപററി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്തും ഇദ്ദേഹത്തിന്റെ തിയറി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മൊഡ്യൂളിൽ ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നോ? ഓക്കെ, റൈറ്റ്. ഇനി എന്താണ് ഇദ്ദേഹത്തിന്റെ സർക്കുലേഷൻ ഓഫ് എലീറ്റ് എന്നുള്ള കൺസെപ്റ്റ് എന്താ നോക്കാം. ഇദ്ദേഹം പറഞ്ഞു ആളുകൾ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് എലീറ്റ്സും മറ്റൊന്ന് നോൺ എലീറ്റ്സും. എലീറ്റ്സ് ആൻഡ് നോൺ എലീറ്റ്സ്. എലീറ്റ്സിനെ പിന്നെയും ഇദ്ദേഹം കാറ്റഗറൈസ് ചെയ്തിട്ട് പറഞ്ഞു ഒന്ന് ഗവേണിംഗ് എലീറ്റ്സും ഒന്ന് നോൺ ഗവേണിംഗ് എലീറ്റ്സും. അതായത് ഒന്ന് പവർ കിട്ടുന്ന ആള് വി കൻ യൂസ് ദിസ് തിയറി. വേർ വി കൻ യൂസ് ദിസ് തിയറി നോക്കുകയാണെങ്കിൽ വരുന്ന തിയറി ഉപയോഗിക്കാൻ പറ്റുന്ന പൊളിറ്റിക്സ് ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ട്, തിയറി ഉണ്ട് നമുക്ക്. പൊളിറ്റിക്സ് ആൻഡ് സൊസൈറ്റി എന്ന ചാപ്റ്റർ ഉണ്ട്, അതിൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഈ തിയറി ഉപയോഗിക്കാം. ഓക്കെ, ഇദ്ദേഹത്തിന്റെ തിയറി പാർവതി ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, പറഞ്ഞത് മാത്രമല്ല കണ്ടംപററി ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമുക്കിത് ഉപയോഗിക്കാം. ഓക്കെ, പവർ ആൻഡ് റിലേഷനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഓക്കെ, അല്ലെങ്കിൽ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചില എന്താ കണ്ടംപററി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇദ്ദേഹം പറഞ്ഞു നോൺ എലൈറ്റും ഉണ്ട് എലൈറ്റും ഉണ്ട് എന്ന് പറഞ്ഞു. എലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവേണിംഗ് എലൈറ്റും ഉണ്ട്, നോൺ ഗവേണിംഗ് എലൈറ്റും ഉണ്ട്. ഇനി എന്താണ് ഈ ഗവേണിംഗ് എലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മൾ എന്ത് എലൈറ്റ് നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ഇപ്പൊ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് എലൈറ്റ് എന്നുള്ളത്. ഓക്കെ, റൈറ്റ്, ഗവേണിംഗ് ആയിട്ടുള്ള ചെയ്യുന്ന ആളുകൾ. എന്നാൽ നോൺ ഗവേണിംഗ് എലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ബ്യൂറോക്രാറ്റിക് ആയിട്ടുള്ള ആളുകളായിരിക്കാം. നമ്മുടെ ഓപ്പോസിഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്ത് വിളിക്കാം, നോൺ ഗവേണിംഗ് എലൈറ്റ് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് ഈ ക്ലാസ് 1 ആയിട്ടുള്ള ആളുകളായിരിക്കും എന്തായിരിക്കുക, ക്ലാസ് 1 ആയിട്ടുള്ള ആളുകൾ നമ്മളിപ്പോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ് നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ അവർക്കിടയിൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ അവർ കുറച്ച് മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ അവർ കറപ്ഷൻ ചെയ്യും, അല്ലെങ്കിൽ വലിയ സ്കാൻഡൽസ് ചെയ്യുന്ന സമയത്ത് പതുക്കെ നോൺ ഗവേണിംഗ് എലൈറ്റ് ബോഡി എന്ത് ചെയ്യും, ഇവരെ റീപ്ലേസ് ചെയ്ത് ഭരണത്തിലേക്ക് കയറും. റൈറ്റ്, എന്നിട്ട് അവർ പിന്നീട് ഭരിക്കാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, പ്ലീസ് റിപ്പീറ്റ് ദ തിയറി. ഓക്കെ, റൈറ്റ്, അവർ നമ്മളെ ഭരിക്കാൻ വേണ്ടി തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ഈ നോൺ ഗവേണിംഗ് എലൈറ്റ് ഗ്രൂപ്പ് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അവരും ഇതേപോലെ തന്നെ എന്ത് ചെയ്യും, കറപ്ഷനും സ്കാൻഡലും ഡെവലപ്മെന്റിലെ കുറവ് കൊണ്ടൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരും എന്ത് ചെയ്യും, പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവരെ മാറ്റി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പഴയ പോലെ തന്നെ പഴയ ക്ലാസ്സിൽ നമ്മൾ റീപ്ലേസ് ചെയ്യും. ഇതൊരു സർക്കുലർ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. വിച്ച് മീൻസ് ദാറ്റ് പവർ സ്ട്രക്ചറിൽ എലൈറ്റിന്റെ കയ്യിൽ മാത്രമാണ് പവർ എല്ലായ്പ്പോഴും നിലനിൽക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. രണ്ട് കാറ്റഗറി ഞാൻ പറഞ്ഞു, എലൈറ്റ് ആൻഡ് നോൺ എലൈറ്റ്. നോൺ എലൈറ്റിന്റെ കയ്യിലേക്ക് പവർ വരും. നമ്മളെല്ലാവരും എന്നും എല്ലാ കാലവും ഭരിക്കപ്പെടുന്ന വിഭാഗമായിട്ട് നിൽക്കുകയും, എന്നാൽ ഒരു വിഭാഗം ആളുകൾ അവര് ഗവേണിംഗ് ബോഡിയായിട്ടും അവരെ നോൺ ഗവേണിംഗ് ബോഡിയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഇടയിൽ ഇങ്ങനെ ഭരണം മാറിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കൂ, കോൺഗ്രസും BJPയും മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെ. റൈറ്റ്, നമ്മൾ കുറെ സാധാരണക്കാർ എന്ത് ചെയ്യുന്നു, മാറി നിന്ന് നമ്മൾ ഭരിക്കപ്പെടാൻ വേണ്ടി നിൽക്കുന്നു. കോൺഗ്രസ് കുറെ കറപ്ഷൻ ചെയ്തു എന്ന് പറയുന്നു, അതിന്റെ ഭാഗമായിട്ട് BJP വരുന്നു. BJPക്ക് പല സ്ഥലങ്ങളും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോൾ നാളെ എന്ത് ചെയ്യുന്നു വെച്ചാൽ രണ്ടാമതും കോൺഗ്രസ് വരുന്നു. അവർക്കിടയിൽ ഇങ്ങനെ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തില് നിയമസഭ എന്താ പറയാ മന്ത്രിസഭ മാറുന്ന പോലെ ഒരു വിഭാഗത്തിനുള്ളിൽ മാത്രം പവർ സ്ട്രക്ചർ. പിണറായി, പിണറായി രണ്ടാമതും കയറി, ഇനിയിപ്പോ എന്താ മൂന്നാമതും കയറുകയാണെങ്കിൽ നാലാമതും കയറും ഒക്കെ ചെയ്യാം. ചിലപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ചിലപ്പോൾ ഇറങ്ങി താഴേക്ക് വന്നിട്ട് പിന്നെയും വേറെ ആരെങ്കിലും കയറാം, കോൺഗ്രസ് കയറാം, അല്ലെങ്കിൽ വേറെ പുതിയ പാർട്ടി കയറാം. പക്ഷെ പുതിയ പാർട്ടിയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പുതിയ ഒരു സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ആരും മെൻഷൻ ചെയ്യുന്നില്ല, ഇദ്ദേഹം മെൻഷൻ ചെയ്യുന്നില്ല. ഈസ് ഇറ്റ് ക്ലിയർ? എല്ലാവർക്കും മനസ്സിലായി പറയുന്ന തിയറി എന്താന്നുള്ളത്? അതായത് സർക്കുലേഷൻ ഓഫ് എലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലൈറ്റിന്റെ ഇടയിൽ തന്നെയാണ് പവർ കിടന്ന് കളിക്കുന്നത്. ഓക്കെ, നോൺ എലൈറ്റിന് ഒരു കാലഘട്ടത്തിലും പവർ കിട്ടാറില്ല എന്നുള്ളതാണ് വിൽഫർട്ടോ പാരറ്റോ പറഞ്ഞിട്ടുള്ളത്. ഇത് ക്ലിയർ ആണോ? ഓക്കെ, ലൈക്ക് നെഹ്റൂസ് ഫാമിലി, നെഹ്റു ഫാമിലി പറയുന്ന പോലെ, അതെ, അങ്ങനെ പവർ അങ്ങനെ പോകുന്ന പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, റൈറ്റ്. സോ ഞാൻ നെക്സ്റ്റിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, റൈറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വിൽഫർട്ടോ പാരറ്റിലേക്ക് ഉള്ളത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചിരിക്കണം. ഒന്നെന്ന് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ മൈൻഡ് ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക.
2 എന്ന് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ സർക്കുലേഷൻ ഓഫ് എലൈറ്റ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, റൈറ്റ്. ഈ കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ സാർ, എലൈറ്റും നോൺ എലൈറ്റ്. എലൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റൂൾ ചെയ്യുന്നവരാണ്. എലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൂൾ ചെയ്യുന്ന ആളുകൾ. അത് മാത്രമല്ല ബിസിനസ് ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ ഓപ്പോസിഷൻ, ഇവരൊക്കെ എലൈറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ സാർ ഈ നോൺ എലൈറ്റ്സിൽ നമ്മൾ വിടില്ലേ? നമ്മൾ വിടും. അപ്പൊ നമ്മൾ ഒരിക്കലും സാർ നേരത്തെ പറഞ്ഞ അനുസരിച്ച് നോൺ എലൈറ്റ്സിനെ വലിച്ചിട്ട് അവിടെ കയറുവാണ്. അപ്പം നമ്മൾ ഒരിക്കലും മാറി നിൽക്കുന്നല്ലോ. ഏത് നിമിഷം വേണം നമുക്ക് അധികാരത്തിലെത്താം എന്നൊരു ഇത് വരില്ലേ? അല്ല, ഞാൻ പറഞ്ഞ നോൺ എലൈറ്റ്സ് മാറിയിട്ടില്ല. ഞാൻ പറഞ്ഞ 2 എലൈറ്റ്സിൽ തന്നെ 2 ഗ്രൂപ്പ് ഉണ്ട്. ഗവൺമെന്റ് എലൈറ്റ്സ് അങ്ങനെയാണ് പറഞ്ഞത്. മനസ്സിലായി? റൈറ്റ്. പക്ഷെ ഇതിൽ ഒരുപാട് തിയറീസ്, ഇത് എന്ന് എഴുതിയ തിയറിയാണ്, 1990s എഴുതിയ തിയറീസ് ആണ്. ഡെമോക്രസി ഒക്കെ പിന്നീട് വല്ലാതെ അങ്ങ് അടിച്ചു കയറി ഇദ്ദേഹം മരിച്ചതിന് ശേഷം ഏത് സാധാരണക്കാരനും ഭരണത്തിൽ കയറാന്നുള്ള, എന്താ പറയാ, ചായക്കടക്കാരന് പ്രൈം മിനിസ്റ്റർ ആണെന്ന് വിളിച്ച രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, റൈറ്റ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഏത് താഴേക്കടയിൽ നിന്ന് മനുഷ്യനും എന്ത് ചെയ്യാം, ഏത് ലെവലിലേക്കും ഉയരാമെന്ന്. നാളെ ശ്യാംകുമാർ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആവില്ല എന്ന് ആർക്കറിയാം? ഓക്കെ, കളിയാക്കി പറഞ്ഞതല്ല ശ്യാംകുമാർ. ഓക്കെ, വി കാൻ സേസ് ദാറ്റ് വേർ വി വിൽ ബി ഇൻ ദ ഫ്യൂച്ചർ. റൈറ്റ്. ശ്യാം, ക്ലിയർ ആണോ? ഓക്കെ സാർ, ക്ലിയർ. അപ്പൊ സാർ ഒരു മിനിറ്റ്, ഈ എലൈറ്റ്സിനെ 2 തിരിച്ചിരിക്കുന്ന ഗവൺമെന്റും നോൺ ഗവൺമെന്റ് ആണോ? നോൺ ഗവൺമെന്റ്. യെസ്, അതാണ്. അവർക്കിടയിൽ ഇങ്ങനെ പവർ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഈ നോൺ ഗവൺമെന്റിൽ ആര് വരും സാർ? ബ്യൂറോക്രാറ്റിക്സ് വരും, ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള പൊളിറ്റീഷ്യൻ പാർട്ടികളിലെ ലീഡേഴ്സ് വരും. ഓക്കെ, അതുപോലെ തന്നെ വെൽത്തിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ വരും. ഇവരൊക്കെയാണ് ഇതിൽ വരുന്നത്. കോർപ്പറേറ്റുകൾ വരും. ഇവരൊക്കെ ഇതിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, പക്ഷെ കോമൺ മാൻ അതിൽ വരില്ല. ക്ലിയർ ആണോ? പക്ഷേ സാർ, കോമൺ മാൻ നോൺ ഗവൺമെന്റിൽ വന്നൂടെ? നോൺ ഗവൺമെന്റ്സിൽ കോമൺ മാൻ വരാം എന്നുള്ളത് പറയുകയാണെങ്കിൽ, പക്ഷെ പലപ്പോഴും അത് അവരെ മെൻഷൻ ചെയ്യാറില്ല എന്നുള്ളതാണ് പറയുന്നത് ഇദ്ദേഹം. ഓക്കെ സാർ, ഓക്കെ, മനസ്സിലായല്ലേ? അതുകൊണ്ട് അതായത് ഇത് അന്നത്തെ കൺസെപ്റ്റ് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അഫ്സിയ പറഞ്ഞതാണ് കറക്റ്റ്. അത് അന്നത്തെ കൺസെപ്റ്റുകളായിരുന്നു പറഞ്ഞത്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഭു ആയിരിക്കണം നമ്മൾ, എന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചാമ്പറിൽ നമുക്ക് വരാൻ വേണ്ടി പറ്റുള്ളൂ. ഓപ്പോസിഷൻ ആയിട്ടാണെങ്കിലും ഭരണപക്ഷത്തിലാണെങ്കിലും. ഓക്കെ, റൈറ്റ്. അല്ലെങ്കിൽ നമുക്ക് വെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചാമ്പറിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഹിസ്റ്ററി ഒക്കെ നോക്കിയാൽ മതി നിങ്ങൾ. ഓക്കെ, റൈറ്റ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. ഓക്കെ, ഇനി പറയാൻ വേണ്ടി പോകുന്ന തിയറികൾ ഓരോന്നും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ തിയറീസിലുള്ള കൺസെപ്റ്റുകളാണ്. വെബ്ലിന്റെ തിയറീസ് ആണ്. ഈ തിയറീസ് എല്ലാം നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റ് തരാൻ വേണ്ടി പോകുന്ന തിയറീസ് ആണ്. 15 മിനിറ്റ് കൊണ്ട് ഞാൻ പറയുന്നില്ലേ സാർ? ഓക്കെ, സോഷ്യൽ ഇക്വിലിബ്രിയം പറയുന്നില്ലേ സാർ? ഓക്കെ, സോഷ്യൽ ഇക്വിലിബ്രിയം ഞാൻ ഒഴിവാക്കുകയാണ്, ജമ്പ് ചെയ്യാണ് ഇവിടുന്ന്. ഞാനത് ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഇവിടുന്ന് ജമ്പ് ചെയ്യാണ്. സോഷ്യൽ ഇക്വിലിബ്രിയം എന്ന കൺസെപ്റ്റിന് ഇവിടെ മാറ്റിയിട്ടുണ്ട്, കാരണം സമയക്കുറവുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് വെബ്ലിന്റെ കുറെ തിയറീസ് ഇവിടെ പറയാനുണ്ട്, അതിലേക്ക് ഞാൻ പറയാം. ഓക്കെ, റൈറ്റ്. സോഷ്യൽ ഇക്വിലിബ്രിയം ഇത് ബേസിക്കലി ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, വിൽഫ്രഡോ പാരറ്റോ പറഞ്ഞിട്ടുള്ളത് എന്താ സംഭവം എന്ന് വെച്ചാൽ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് സൊസൈറ്റി എപ്പോഴും എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ലയൺസ് ഒരിക്കൽ ഭരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ലയൺസിനെ താഴെ ഇറക്കിയിട്ട് എന്ത് ചെയ്യും, ഫോക്സ് ഭരിക്കും. പിന്നീട് ഫോക്സിനെ താഴെ ഇട്ടിട്ട് ലയൺസ് ഭരിക്കും. ഇങ്ങനെ ഒരു വേവിലാണ് എന്ത് ചെയ്യുന്ന സൊസൈറ്റിയുടെ പ്രോഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. സോ സൊസൈറ്റി എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയിൽ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും സൊസൈറ്റിയിൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ സൊസൈറ്റി, ആൽക്കുഡ് പാസം പറഞ്ഞ അതേ സെയിം സാധനം ആദ്യം പറഞ്ഞത് വിൽഫ്രഡോ പാരറ്റോയാണ് പറഞ്ഞിട്ടുള്ളത്. അനി എന്താ സംഭവം എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ സൊസൈറ്റി എന്ത് ചെയ്യും, അതിനെ സൊസൈറ്റി തന്നെ എന്ത് ചെയ്യും, അതിനെ മിറ്റിഗേറ്റ് ചെയ്യുന്നുള്ളത് ആദ്യം പറഞ്ഞിട്ടുള്ള വ്യക്തി വിൽഫ്രഡോ പാരറ്റോ ആണ്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഞാൻ അതിന് മാറിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, വെബ്ലിന്റെ കുറച്ച് കൺസെപ്റ്റുകളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. 15 മിനിറ്റ് കൊണ്ട് ഞാൻ മാക്സിമം തീർക്കാൻ നോക്കാം. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് വേഗം തീരാം. ഓക്കെ, റൈറ്റ്. 1857 മുതൽ 1929 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് വെബ്ലിൻ വന്നിട്ടുള്ളത്. വെബ്ലിൻ ഒരു എക്കണോമിസ്റ്റ് ആണ്, അതുപോലെ തന്നെ സോഷ്യോ എക്കണോമിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ ചില കൺസെപ്റ്റുകളൊക്കെ ഭീകര കൺസെപ്റ്റുകളാണ് ഇന്നും എന്നും. വെബ്ലിൻ സ്പെല്ലിംഗ് അല്ലേ? ഓക്കെ, THR. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ വന്നിട്ടുണ്ട്, സ്പെല്ലിംഗ് ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, റൈറ്റ്. ഇദ്ദേഹത്തിന് ചില കൺസെപ്റ്റുകൾ വളരെ രസകരമായിട്ടുള്ള കൺസെപ്റ്റ് ആണ്, വളരെ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, UPSCക്കോ നെറ്റിനോ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന. സോറി, ഞാൻ അത് അർജുന
ഒറ്റ മിനിറ്റ് കേട്ടോ, ഞാനത് അയച്ചത് ഒരു പേഴ്സണൽ മെസ്സേജ് പോലെ പോയി. ഓക്കെ, ഇപ്പൊ കിട്ടിയോ? ഓക്കെ, റൈറ്റ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ചില കൺസെപ്റ്റുകളൊക്കെ എല്ലാ കാലത്തും ഉപയോഗിക്കാൻ പറ്റാം. നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിന്റെ കൺസെപ്റ്റുകൾ ഉപയോഗിക്കാം. ഞാൻ കൂടുതൽ പറയുന്നില്ല, ഞാൻ ഓരോ കൺസെപ്റ്റിലേക്ക് പോവാണ്. ഫസ്റ്റ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിൻഡ് ഇൻകപ്പാസിറ്റി എന്ന കൺസെപ്റ്റ് ആണ് ഇദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. ട്രെയിൻഡ് ഇൻകപ്പാസിറ്റി. ഈ ഇൻകപ്പാസിറ്റി എന്ന തിയറിയിൽ ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു കനഡിയൻ ആണ്. ദെൻ ഇദ്ദേഹം മൂവ് ചെയ്ത് എങ്ങോട്ടാ മൂവ് ചെയ്തെന്ന് വെച്ചാൽ US മൂവ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം അവിടെ സെറ്റിൽ ആവുകയും അവിടുന്ന് തിയറി ഒക്കെ എഴുതുകയാണ് ചെയ്ത്. അക്കാഡമിക്കലി വാസ് എ വെരി ഫെയിലിയർ. ഓക്കെ, പല കോളേജുകളിൽ നിന്നും ഇദ്ദേഹത്തിന് പിടിച്ച് പുറത്താക്കുന്നത് വന്നിട്ടുണ്ട്. വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു അധ്യാപനം എന്നൊക്കെ പറയുന്നത്. പക്ഷെ പിന്നീട് ഇദ്ദേഹത്തിന്റെ വില പിന്നീടാണ് മനസ്സിലാവുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ തിയറി ഒക്കെ മനസ്സിലാവുന്നത്. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തിയറി എന്ന് പറയുകയാണെങ്കിൽ ദ തിയറി ഓഫ് ലെഷർ ക്ലാസ് എന്ന് പറഞ്ഞിട്ടൊരു തിയറി ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ടെക്നോളജിക്കൽ ഡിറ്റർമിനിസം എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു കൺസെപ്റ്റ് ഇദ്ദേഹം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൺസെപ്റ്റുകളായിട്ട് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്ന് ട്രെയിൻഡ് ഇൻകപ്പാസിറ്റി. ട്രെയിൻഡ് ഇൻകപ്പാസിറ്റി എന്ന് പറയുന്ന പോയിന്റിൽ എന്താ പറയുന്നത് വെച്ചാൽ, എ പേഴ്സൺ ബിക്കംസ് സച്ച് ആസ് എൻ എക്സ്പേർട്ട് ഇൻ വൺ ഫീൽഡ് ദാറ്റ് wide knowledge of that subject declines quite frequently even today. ഇത് വളരെ പറഞ്ഞു വെച്ചാൽ ഒരു വ്യക്തി സ്പെഷ്യലൈസേഷൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സബ്ജക്ട് നോളജ് കുറവായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വൈഡർ നോളജ് അദ്ദേഹത്തിന് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഒരു വ്യക്തി സ്പെഷ്യലൈസേഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ, ഓരോരോ കാര്യങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ സബ്ജക്റ്റിലുള്ള വൈഡർ നോളജ് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ PhD കാരെ നോക്കൂ. PhD കാരോട് നിങ്ങൾ സോഷ്യോളജി ചെയ്യുന്ന PhD കാരോട് നിങ്ങൾ പോയിട്ട് സോഷ്യോളജിയുടെ പല തിയറീസ് ചോദിച്ചാൽ അവർക്ക് അറിയലുണ്ടാവില്ല. ഹെൽത്തിൽ PhD ചെയ്യുന്ന ആൾക്കാർക്ക്. ഓക്കെ, കാരണം അവർ പലപ്പോഴും അവർ മാർക്സിന്റെ തിയറിയും വെബറിന്റെ തിയറി ഒക്കെ മറന്നുപോയിട്ടുണ്ടാവും. ഓക്കെ, അവർ പലപ്പോഴും എന്താ വെച്ചാൽ അവരുടെ ഹെൽത്തുമായി റിലേറ്റ് ചെയ്യപ്പെട്ട തിയറിയിൽ അവർ പുലിയായിരിക്കും. ഇത് നിങ്ങൾക്ക് എവിടെ ഉപയോഗിക്കാന്നറിയാം? വളരെ റീസെന്റ് ആയിട്ട് നമ്മുടെ ബ്യൂറോക്രാറ്റിക് ട്രാൻസ്ഫോർമേഷൻ മോഡി സർക്കാർ ശ്രമിക്കുന്നുണ്ട്. വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ ബ്യൂറോക്രസിയുടെ ജനറലിസ്റ്റ് വിസസ് സ്പെഷ്യലിസ്റ്റ്. വെരി ഗുഡ്, ആ പോയിന്റ് നമുക്ക് പറയാം ദീപക്. ഓക്കെ, നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് എവിടെ ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞു കേട്ടോ, എവിടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങളോട് പറയുന്നത്. ബ്യൂറോക്രാറ്റിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന കോണ്ടസ്റ്റിൽ പലപ്പോഴും എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്യൂറോക്രസി എഫിഷ്യന്റ് അല്ല എന്ന് പറയുന്നുണ്ട്, ഈ ഗവൺമെന്റ് പറയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് സ്പെഷ്യലിസ്റ്റുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പരിപാടി നടത്തുന്നുണ്ട് ഈ ഗവൺമെന്റ്. ഓക്കെ, നടത്താൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതാണ് നമ്മുടെ DOPTയുടെ പുതിയ റെഗുലേഷൻസ് ഒക്കെ വന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പുതിയൊരു തരത്തിലുള്ള റിക്രൂട്ട്മെന്റ് ഒക്കെ ചെയ്യാനുള്ള പരിപാടികളുണ്ട്. അപ്പൊ IAS കാരുടെയൊക്കെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ജനറലിസ്റ്റിക് ആണ് അവർ. നമ്മളൊരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് വെച്ചാൽ പല ഡയമെൻഷനിൽ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ പല ഡയമെൻഷൻ നോക്കിയിട്ട് നമ്മൾ തീരുമാനം എടുക്കാം. എന്നാൽ പലപ്പോഴും സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആളുകളെ എടുക്കുന്ന സമയത്ത് അവർ പല ഡയമെൻഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവർ ഒറ്റ ഡയമെൻഷൻ ചിന്തിച്ച് മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. ഓക്കെ, ഇതിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ദോഷങ്ങളും ഉണ്ടെന്നുള്ള വേറെ കാര്യം. ഇദ്ദേഹം പറയുന്നത് ട്രെയിൻഡ് ഇൻകപ്പാസിറ്റി എന്ന വാക്കാണ് ഇതിന് ഉപയോഗിക്കേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, ഈ വാക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം, പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം. നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം. ട്രെയിൻഡ് ഇൻകപ്പാസിറ്റി വിച്ച് മീൻസ് ദാറ്റ് നിങ്ങൾ സ്പെഷ്യലൈസേഷൻ ചെയ്ത് പോയിട്ട് ഒരു ഡോക്ടർ വളരെ സ്പെഷ്യലൈസേഷൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ അയാൾക്ക് പലപ്പോഴും എന്ത് ചെയ്യുക, ജനറൽ മെഡിസിന്റെ പല പേരുകൾ അദ്ദേഹത്തിന് അറിയലുണ്ടാവില്ല. അദ്ദേഹത്തിന് എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ സ്പെഷ്യലിസ്റ്റ് ന്യൂറോ സർജൻ ആണെങ്കിൽ ആ ന്യൂറോയിൽ മാത്രമേ അദ്ദേഹത്തിന് അറിയലുണ്ടാവുള്ളൂ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ ഫോർ എവരിവൺ? എല്ലാവർക്കും മനസ്സിലായ കോൺസെപ്റ്റ് എന്താണ്? ഓക്കെ, നമുക്ക് അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം. അടുത്ത ഇയാൾ പറഞ്ഞിരിക്കുന്നത് ടെക്നോളജിക്കൽ ഇവല്യൂഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞു സൊസൈറ്റി ഇവോൾവ് ചെയ്യുന്നത് ടെക്നോളജിയുടെ ബേസിലാണെന്നാണ് പറയുന്നത്. ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ് സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം. ഇദ്ദേഹം പറഞ്ഞത് ടെക്നോളജി ഓഫ് സൊസൈറ്റി ഡിറ്റർമൈൻ ദർ അഡ്ജസ്റ്റ്മെന്റ് ടു ദ സോഷ്യൽ എൻവയോൺമെന്റ് ഓർ ഇൻഡസ്ട്രിയൽ ആർട്ട് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റി മാറാനുള്ള കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി ചേഞ്ച് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സൊസൈറ്റിയിൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സൊസൈറ്റി മാറുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതാണ് ടെക്നോളജിക്കൽ ഇവല്യൂഷൻ എന്നുള്ള കൺസെപ്റ്റ് ഇദ്ദേഹം പറയുന്നത്. ഇത് ക്ലിയർ ആണോ? ഓരോ തലമുറ മാറി വന്നതും ടെക്നോളജിയിൽ ഉണ്ടായ അഡ്വാൻസ്മെന്റ് കൊണ്ടാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ? ഇതിൽ ഇദ്ദേഹം പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട്, നിങ്ങളുടെ മൊഡ്യൂളിലുണ്ട്. ആ മൊഡ്യൂളിൽ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ ഈ കോൺസെപ്റ്റ് ഉപയോഗിക്കാം. ഓക്കെ, ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? ആ മൊഡ്യൂളിൽ
ഇദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എടുത്ത് പറയാം. ഇത് തോസ്റ്റൻ വെബ്ലിന്റെ കോൺസെപ്റ്റ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ എവല്യൂഷൻ എന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിന് അത് കഴിഞ്ഞ് ഇദ്ദേഹം പറഞ്ഞു 2 കാറ്റഗറി ആയിട്ട് ടെക്നോളജിക്കൽ ബേസിൽ ആളുകളെ മാറ്റുന്നുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന് ദോസ് ഹു മേക്ക് ഗുഡ്സ്, അതുപോലെ തന്നെ ദോസ് ഹു മേക്ക് മണി. ഈ ദോസ് ഹു മേക്ക് ഗുഡ്സിന് ഇദ്ദേഹം വിളിച്ചിരുന്നത് വർക്ക്മാൻഷിപ്പ് എന്നാണ് വിളിച്ചിരുന്നത്. ദോസ് ഹു മേക്ക് മണി എന്ന് പറയുന്നത് സെയിൽസ്മാൻഷിപ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സ് പറഞ്ഞ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ടിന്റെ അതേ സെയിം സാധനം തന്നെയാണ് ഇദ്ദേഹം കുറച്ചൊന്ന് മോഡിഫൈ ചെയ്ത് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇദ്ദേഹം വെബ്ലിൻ ഒപ്പീനിയൻ, ഇത് കേട്ടോളൂ, വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ. Veblin's opinion, these industrialists or men of finance were parasites growing fact on the technological leadership and innovation of other men. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റിനെതിരെയുള്ള ഒരു അറ്റാക്കാണ് ഇദ്ദേഹം നടത്തിയില്ല. ഇദ്ദേഹം പറഞ്ഞു ആളുകൾ ഓരോ ടെക്നോളജിയും കാര്യങ്ങളും ഇൻവെന്റ് ചെയ്ത് കൊണ്ടുവരുന്നു, ക്യാപിറ്റലിസ്റ്റുകളും അതുപോലെ തന്നെ വെച്ചാൽ ഫിനാൻസ് കൊടുക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു, ഇത് ഫിനാൻസ് കൊടുത്ത് അവരുടേതാക്കി മാറ്റുന്നു. ഇവരെ അദ്ദേഹം വിളിച്ചിരുന്നത് പാരസൈറ്റ്സ് ആയിട്ടാണ് ഇദ്ദേഹം വിളിച്ചിരുന്നത്. ഓക്കെ, പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാച്ചാൽ ഇതിന്റെ പോസിറ്റീവ് വശം നെഗറ്റീവ് വശങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഈ ഒരു വശം നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ലെഷർ ക്ലാസ്. ലെഷർ ക്ലാസ്, LEISURE, ലെഷർ ക്ലാസ്. ലെഷർ ക്ലാസ് എന്ന് ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ബേസിക്കലി ഇദ്ദേഹം പറയുന്നത് എന്താണ്, ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിനെയാണ് ഇദ്ദേഹം ലെഷർ ക്ലാസ് എന്ന് വിളിക്കുന്നത്. ഇനി ആരാണ് ലെഷർ ക്ലാസ് എന്ന് വെച്ചാൽ, ഇൻ എ കോമ്പറ്റേറ്റീവ് മെറ്റീരിയലിസ്റ്റിക് കൾച്ചർ സച്ച് ആസ് അമേരിക്ക, the worth of the person is judged by the worth of others in the system. എന്റെ ലൈഫില് എന്റെ സെൽഫ് എസ്റ്റീം ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളാണെന്നാണ് പറയുന്നത്. കാരണം ഞാൻ എന്ത് പൊസസ് ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ടിരിക്കും നിങ്ങൾ എന്നെ വിലയിരുത്തുന്നത്. നോക്ക്, അയാൾക്ക് ഓടിയുണ്ട്, BMW ഉണ്ട്, അവൻ വലിയ ടീമാ നമ്മൾ പറയും. റൈറ്റ്, ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയാറുണ്ട്. ആ വ്യക്തിക്ക് ഭയങ്കര കാശുള്ള, നമ്മളൊക്കെ അവരോട് നമുക്ക് മുട്ടാനൊന്നും പറ്റൂല, ഒരു ഭയങ്കര കാശുള്ള എന്ന് പറയും. ബിക്കോസ് ദേ ആർ പൊസസിങ് സംതിങ്. റൈറ്റ്, പൊസസിങ് എന്ന് പറയുകയാണെങ്കിൽ അവരെന്ത് ഹാൻഡിൽ ചെയ്യുന്നത് പ്രോഡക്റ്റുകളെ വെച്ചിട്ട് എന്ത് ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, വിലയിരുത്തുന്നു. ഇനി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലെഷർ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ചാൽ ഡൂയിങ് ബെറ്റർ ദാൻ യുവർ നൈബർ ഓർ ഫ്രണ്ട്. നിങ്ങളുടെ നൈബറിനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പല സാധനങ്ങളും വാങ്ങിക്കൂട്ടാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, എന്നിട്ട് നിങ്ങൾ കാണിച്ചു കൂട്ടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ബേസിക്കലി നിങ്ങളെ ലെഷർ ക്ലാസ് ആയിട്ട് നിങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി ഇത് മാത്രമല്ല, ലെഷർ ക്ലാസിന് വേറൊരു പേരുണ്ട്, പ്രിഡേറ്ററി ക്ലാസ്. അപ്പൊ ആരാണ് ഈ കൺസെപ്റ്റ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതുമല്ല, പെക്യൂലിനിയർ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സും കൂടി ഉണ്ട്. ഞാനത് സ്പെല്ല് ചെയ്യാം ഇവിടെ. പെക്യുലിനറി ക്ലാസ്. ഓക്കെ, റൈറ്റ്. സോ ഇത്രയും ഇതിന്റെ സെയിം പേര്, ലെഷർ ക്ലാസിന്റെ സെയിം പേര് തന്നെയാണ് ഈ പേരും. ഇനി അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ കോൺസ്പീഷ്യസ് കൺസെപ്ഷൻ. ഇതൊരു അടിപൊളി കൺസെപ്റ്റ് ആണ്, കോൺസ്പീഷ്യസ് കൺസെപ്ഷൻ. കോൺസ്പീഷ്യസ് കൺസെപ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഷർ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ലെഷർ ക്ലാസിന്റെ ഒരു ബിഹേവിയർ ആണ് ഈ പറഞ്ഞ കോൺസ്പീഷ്യസ് കൺസെപ്ഷൻ എന്ന് പറയുന്നത്. എന്താണ്, നമുക്ക് വേണ്ട സാധനങ്ങൾ വേണ്ടതിൽ കൂടുതൽ വാങ്ങിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യുക, ഷോ ഓഫ് കാണിക്കുന്ന പരിപാടിനെയാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് പറയുന്നത്, കോൺസ്പീഷ്യസ് കൺസെപ്ഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങുന്ന ആഡംബരമായിട്ടുള്ള വാഹനങ്ങൾ, ആഡംബരമായിട്ടുള്ള പെറ്റുകള്, വാച്ചുകള് മറ്റുള്ളവന്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യുക, ഷോ ഓഫിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന ഒരു തരം എന്താണ് കൺസെപ്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺസ്പീഷ്യസ് കൺസെപ്ഷൻ എന്ന് വിളിക്കും. കോൺസ്പീഷ്യസ് കൺസെപ്ഷൻ നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഇത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ക്ലിയർ ആണോ? ഹലോ, സോറി, ക്ലിയർ ആണ്. ഇതാണ് കോൺസ്പീഷ്യസ് കൺസെപ്ഷൻ എന്ന മെത്തേഡിൽ ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹം പറയുന്നത് ഇത് വേസ്റ്റ്ഫുൾ ഓഫ് മണി എന്നാണ് ഇദ്ദേഹം പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, വേസ്റ്റ് ഓഫ് മണി എന്നാണ് ഇതിനെ പറയുന്നത്, ഷോ ഓഫ് കാണിക്കാന്ന് പറയുന്നത്. പക്ഷെ ഈ ഒരു ഇത് ചെയ്യുന്നത് മിക്കവാറും ക്യാപിറ്റലിസ്റ്റുകളാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മളൊക്കെ ലൈഫിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കൊക്കെ ആവശ്യമില്ലാതെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ വില കൂടിയ സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഈ പറഞ്ഞ സാധനത്തിന്റെ ഭാഗമാണ്. ഇനി എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഇത് ചെയ്യുന്നത് സബോർഡിനേഷനും ഡോമിനേഷനും വേണ്ടിയിട്ടാണ്. വിച്ച് മീൻസ് ദാറ്റ് ഡോമിനേഷൻ കിട്ടും. നിങ്ങൾ വലിയ വലിയ മെറ്റീരിയൽ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഇന്ത്യൻ മാരേജ് സിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഇന്ത്യൻ മാരേജ് പലപ്പോഴും എന്താ കോൺസ്പീഷ്യസ് കൺസെപ്ഷൻ ആയിട്ട് മാറുന്നുണ്ട് അല്ലെ. ലാവിഷ് മാരേജുകളാണ് നമ്മൾ നടത്തുന്നത്. റൈറ്റ്, എന്തിനാണ്? നമ്മൾ ഡോമിനൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്.
റൈറ്റ്. എന്നാൽ ഈ റിലീജിയസ് ഫെസ്റ്റിവൽസ് നമ്മൾ വളരെ കുട്ടിഘോഷിച്ച് ആഘോഷിക്കുന്നത് ആ റിലീജിയന് ഡോമിനൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കോൺസ്പീഷ്യസ് കൺസെപ്ഷൻ ആണ് അദ്ദേഹം പറയുന്നത്. ഇനി അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ് അരിസ്റ്റോക്രാറ്റിക് ഏജിൽ പണ്ടുള്ള കാലത്തൊക്കെ ഇത് കുറവായിരുന്നു കേട്ടോ. ഈ സംഭവം ഒരു വിഭാഗം ചെറിയ ആളുകൾ മാത്രം, ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ക്യാപിറ്റലിസ്റ്റുകൾ മാത്രമല്ല കുഡ് ഹെൽപ്പ് ടു അവോയ്ഡ് ദിസ്. കോവിഡ് ഹെൽപ്പ് ടു അവോയ്ഡ് ദിസ്. അതെങ്ങനെ മനസ്സിലായില്ലല്ലോ? കല്യാണമൊക്കെ അത്രയും തീരെ ചെറുതല്ലേ, ഇതാക്കിയല്ലേ ചെയ്യുന്നത്. എക്സാക്ട്ലി റൈറ്റ്. അതെ ശരിയാണ്. കോവിഡ് അത് തന്നെ കോൺസ്പീഷ്യസ്. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം, നാളെ ആരോടും പറയുമ്പോ അവരൊക്കെ വലിയ കോൺസ്പീഷ്യസ് കൺസെപ്ഷന്റെ ആൾക്കാരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവില്ല ആൾക്കാർക്ക്, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ചില വാക്കുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഷോ ഓഫ് കാണിക്കാം, ഇതേ സാധനം. ഓക്കെ, വെരി ഗുഡ്. അതന്നെ, ബ്ലേസ് ആറ്റിറ്റ്യൂഡും കാണിക്കാം. ഓക്കെ, റൈറ്റ്. അപ്പൊ സബോർഡിനേഷൻ ആർക്കിടയിൽ ഉണ്ടാവുന്നത്? പൂവർ ആയിട്ടുള്ള 5 days മാരേജ് ഒക്കെ വേറെ അതന്നെ ദീപക്, അതന്നെ അത് സംഭവം. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ GS2 പേപ്പർ നമുക്ക് ഉപയോഗിക്കാം ഈ വാക്കുകളെല്ലാം. സബോർഡിനേഷൻ സാധാരണക്കാർക്കിടയിലും ഇത് കാണിക്കുന്ന വലിയ ഡോമിനേഷനും ഉണ്ടാവും. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടെർമിനോളജി എന്താണ്? ടെക്നോളജിക്കൽ ഡിറ്റർമിനിസം. ടെക്നോളജിക്കൽ ഡിറ്റർമിനിസം എന്ന് പറയുകയാണെങ്കിൽ ഇദ്ദേഹം പറയുന്നത് എന്താണ്? ബേസിക്കലി ഇദ്ദേഹം പറയുന്നു സൊസൈറ്റിയുടെ എല്ലാ തരത്തിലുള്ള മൂവ്മെന്റിന്റെയും ചേഞ്ചിന്റെയും കാരണം എന്താണ്? അത് ടെക്നോളജിയാണ്. എന്നിട്ട് ഇദ്ദേഹം പറയാണ് പഴയ കാലത്തെ പണക്കാരായുള്ള ആളുകളൊന്നും ടെക്നോളജിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കാറില്ല. മറിച്ച് എന്താ ചെയ്യാന്ന് വെച്ചാൽ അവർ പുതിയ ടെക്നോളജിനെ അവർ സ്വീകരിക്കില്ല. പക്ഷേ പുതിയ കാലത്ത് പുതിയ ആളുകൾ എന്ത് ചെയ്യും? പുതിയ ടെക്നോളജി കൊണ്ടുവന്നിട്ട് സൊസൈറ്റിയെ ചേഞ്ച് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ ഓൾറെഡി റിച്ച് ആയുള്ള ആളുകൾക്ക് ടെക്നോളജിനോട് വിരോധം ഉണ്ടാവുക, കാരണം എല്ലാവർക്കും കിട്ടുമല്ലോ ടെക്നോളജി. പണ്ട് വളരെ കുറച്ച് ആളുകൾ മാത്രം ഉപയോഗിച്ച മൊബൈൽ ഇന്ന് എല്ലാവരുടെ കയ്യിലുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും എന്താണ്, ആ ഒരു ടെക്നോളജിനോട് അവർക്ക് താല്പര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ പുതിയൊരു വിഭാഗം ആളുകൾ, ടെസ്ലയുടെ ആള് പോലെ, അല്ലെങ്കിൽ ആപ്പിളിന്റെ മുതലാളിയെ പോലെ, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും IBMന്റെ മുതലാളിയെ പോലെ, അങ്ങനെ അല്ലെങ്കിൽ പലതരത്തിലുള്ള ആപ്പിൾ, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പുതിയ ടെക്നോളജി വരികയും അങ്ങനെയുള്ള ആളുകളാണ് സോഷ്യൽ ചേഞ്ച് ഉണ്ടാക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഇദ്ദേഹത്തിന് മാർക്സുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ട് നോക്കാം. മാർക്സ് എന്താ പറഞ്ഞത്? did not believe that history of all society is the history of class struggle. മാർക്സ് എന്താ പറഞ്ഞു വെച്ചാൽ ക്ലാസ് സ്ട്രഗിൾ കാരണമാണ് സൊസൈറ്റി ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല. ഇദ്ദേഹം അത് വിശ്വസിച്ചില്ല. ക്ലാസ് സ്ട്രഗിൾ ആണ് എല്ലായിടത്തുള്ള ചേഞ്ച് എന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് സൊസൈറ്റിയെ ഇത്ര ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള കാരണം. നമ്മൾ അറിയാം 50 വർഷം കഴിഞ്ഞാൽ നമ്മളൊന്നും ഇങ്ങനെ ആയിരിക്കില്ല. കാരണം വെച്ചാൽ AI വരാൻ വേണ്ടി പോവാണ്, ബയോ ഓക്യുപ്പേഷൻ വരാൻ വേണ്ടി പോവാണ്, മറ്റുള്ള പല സ്ഥലങ്ങൾ വരാൻ, ന്യൂറോ ടെക്നോളജി ഡെവലപ്പ് ചെയ്യാണ്, SpaceX പല സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ടെക്നോളജിയാണ് സൊസൈറ്റിയെ മാറ്റുന്നതെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പല സ്ഥലങ്ങളിലും ഈ ഒരു ഈവൻ മാർക്സിന്റെ കൗണ്ടർ ആയിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം. സോ ഇത്രയും കാര്യങ്ങളാണ് വെബ്ലിയുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ഒരു 5 മിനിറ്റ് കൂടി എനിക്ക് നിങ്ങൾ തരണം. ഓക്കെ, ഒന്ന് ഇത്രയേ ഉള്ളൂ. വെബ്ലിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കൽ എവല്യൂഷൻ എന്ന കൺസെപ്റ്റ് ആണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹം സ്പെൻസറിൽ നിന്നിട്ട് ഇൻസ്പയർഡ് ആയിട്ട് വന്നിട്ടുള്ള വ്യക്തിയാണ്. എവല്യൂഷനിസ്റ്റ് ആണ് ഇദ്ദേഹവും. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒന്ന് ട്രെയിൻഡ് ഇൻകപ്പാസിറ്റി പറഞ്ഞു, ടെക്നോളജിക്കൽ എവല്യൂഷൻ പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ലെഷർ ക്ലാസ് എന്താന്ന് പറഞ്ഞു. ദെൻ അത് കഴിഞ്ഞ് കോൺസ്പീഷ്യസ് കൺസെപ്ഷൻ എന്താന്ന് പറഞ്ഞു. ദെൻ ഫൈനലി ടെക്നോളജിക്കൽ ഡിറ്റർമിനിസം കൂടി ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ വ്യക്തി ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സോ ഞാൻ ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന്, എങ്ങനെയാണ് സോഷ്യോളജി ഡെവലപ്പ് ചെയ്തത് നമ്മൾ പറഞ്ഞു. സോഷ്യോളജിയുടെ മറ്റുള്ള ബ്രാഞ്ചുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ഫൗണ്ടേഷണൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് അല്ല, ഫൗണ്ടേഷണൽ സോഷ്യോളജിക്കൽ തിങ്കേഴ്സ് ആണ്. 5 പേരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അഗസ്റ്റ് കോംറ്റെ, സ്പെൻസർ, ജോർജ് സിമ്മൽ, വെബ്ലിൻ ആൻഡ് ഫൈനലി വിൽഫ്രഡ് പാരറ്റോ. ഓക്കെ, ഇത്രയും ആളുകളുടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇവരൊക്കെ ഓരോ തിയറിയും കാര്യങ്ങളാണ് പറഞ്ഞത്. എവിടെല്ലാം യൂസ് ചെയ്യാന്നുള്ളത് ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. 2 മണിക്കൂർ തന്നെ ക്ഷമിച്ചു.